ഹലോ എവരിവൺ, വെൽക്കം ടു വിത്ത് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് HS ഇംഗ്ലീഷുമായിട്ടും അതേപോലെ ഡിഗ്രി ആയിട്ടും അതുപോലെ PG ലെവലിലൊക്കെ പഠിക്കാനുള്ള എലജി റിട്ടൺ എ കൺട്രി ചർച്ചയാർഡ് ബൈ തോമസ് ഗ്രേ ആണ്. ആ ഒരു ലെസണാണ് അല്ലെങ്കിൽ ആ ഒരു വർക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ തന്നെയാണ്, എല്ലാ ലെവലിലുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. ഇത് പഠിക്കുന്ന വ്യക്തികൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ ഇത് നമ്മൾ സെക്ഷൻ ബൈ സെക്ഷൻ അനാലിസിസ് നടത്തിയിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ് നിങ്ങൾ കുറച്ചേ കേട്ടുള്ളൂ, ഒരു പകുതി വരെ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ നെക്കിയിട്ട് താഴോട്ട് പോകുമ്പോഴത്തേക്ക് തന്നെ കാറ്റഗറൈസ് ചെയ്ത് വിട്ടിട്ടുണ്ട്, ചാപ്റ്റേഴ്സ് കാറ്റഗറൈസ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പകുതി കേട്ടിട്ടുള്ളെങ്കിൽ ആ ഒരു ജസ്റ്റ് ഞങ്ങൾ സ്റ്റാൻസ 2 വരെ കേട്ടോളൂ സാറേ, ഇനി സ്റ്റാൻസ 2 കറക്റ്റ് ഇങ്ങനെ അടിച്ച് നോക്കണ്ട, അതിന് പകരം താഴെ അത് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചാപ്റ്ററിൽ. ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ പോയി നോക്കിയാൽ മതി. ഓക്കെ, എന്നിട്ട് സ്റ്റാൻസ 3 എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്താൽ മതി, പെട്ടെന്ന് ആ സ്റ്റാൻസ 3 വരും. ഓക്കെ, അപ്പം നമുക്ക് ആദ്യമായിട്ട് അതിൻ്റെ ഒരു സ്റ്റാൻസ ബൈ സ്റ്റാൻസ അനാലിസിസ് പോകാം. പിന്നെ അതിൻ്റെ ഒരു ഹോൾ സമ്മറി നമുക്ക് പറയാം. എല്ലാ തവണയും പോലെ തന്നെ എന്താ പറയുന്നത്, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ആ ഒരു സമ്മറി മാത്രം കേട്ടാൽ മതി. കാരണം നിങ്ങൾ എക്സാമിൻ്റെ തലേന്ന് നോക്കുന്ന വ്യക്തികളാണെങ്കിൽ, അതല്ല എക്സാമിന് ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ ഒരു 2-3 ആഴ്ച മുമ്പ് നോക്കുന്നവരാണെങ്കിൽ കംപ്ലീറ്റ് വീഡിയോ മൊത്തം കാണുക. ഓക്കെ, സോ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം. ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല, തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ഉണ്ട്, അതോടെ എനേബിൾ ചെയ്യുക. സ്റ്റാൻസയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമുക്ക് പറയേണ്ടതുണ്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ തോമസ് ഗ്രേയുടെ എലജി റിട്ടൺ എ കൺട്രി ചർച്ചയാർഡ് എഴുതിയത് 1751 അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതുപോലെ ഒരുപാട് ആൾക്കാർ വായിക്കുന്ന ഒരു എലജൈക് പോയിട്രിയിലാണ്. ഏത് നൂറ്റാണ്ടിൽ? 19-ാം നൂറ്റാണ്ടിൽ. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ 19-ാം നൂറ്റാണ്ടിൽ ഒരുപാട് പേര് വായിച്ച ഒരു എലജൈക് പോയട്രിയാണ് ഏത്, ഈ ഒരു എലജി റിട്ടൺ എ കൺട്രി ചർച്ചയാർഡ് എന്ന് പറയുന്നത്. ഇത് ഗ്രേയുടെ അമ്മയുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെ സ്റ്റോക്ക് പോക്സ് എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ്. സ്റ്റോക്ക് പോക്സ് എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ് ഗ്രേയുടെ അമ്മയുടെ വീട്. അപ്പം ആ അമ്മയുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു വില്ലേജ് ചർച്ചയാർഡിലാണ്. ചർച്ചയാർഡിൽ പോവുകയും അവിടെ അത് കണ്ടതിൻ്റെ ഒരു റെസ്പോൺസ് ആയിട്ടാണ് ഗ്രേ ഈ ഒരു കവിത രചിക്കുന്നത്. അപ്പം ഇതിലൊരു പാസ്റ്ററൽ സീനുണ്ട്, എന്ന് വെച്ചാൽ ഗ്രാമീണ പ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സീൻ എന്നാണ് അതിനർത്ഥം. പാസ്റ്ററൽ സീന് ഗ്രേയുടെ ഒരു മെഡിറ്റേഷൻ ഏതിലൊക്കെ ഉള്ള മെഡിറ്റേഷൻ, മൊറാലിറ്റിയിൽ, ധാർമ്മികതയിലുള്ള ഒരു മെഡിറ്റേഷൻ ഇൻസ്പയർ ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ റിമെമ്പറൻസ് എമോങ് ദ കോമൺ പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട്സ് റൂറൽ, അതായത് ഇംഗ്ലണ്ടിൻ്റെ ഗ്രാമീണ പ്രദേശത്ത് ജീവിക്കുന്ന, അവിടെ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന സമൂഹത്തെ പറ്റിയുള്ള ചിന്താഗതികളെല്ലാം നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്രേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു എക്സ്പ്ലറേഷൻ തീർക്കുന്നത് ഒരു പേഴ്സണൽ ആയിട്ടുള്ള നോട്ടിലാണ്. യൂസിങ് ദ പെർസോണ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈ ഒരു രൂപം ഓഫ് ആൻ ഒബ്സർവർ, അതായത് ഈ ഒബ്സർവർ, നിരീക്ഷകൻ എന്നുള്ളൊരു രൂപത്തിൽ ആൻ ഓൾഡ് വില്ലേജർ, അവിടെ ജീവിക്കുന്ന ആ ഒരു പ്രത്യേക എന്താ പറയുന്നത്, ആ ഒരു ഗ്രാമീണ പ്രദേശത്ത് ജീവിക്കുന്ന ഒരു ഗ്രാമവാസി എന്നുള്ള രീതിയിൽ ഒരു ഒബ്സർവർ എന്ന രീതിയിൽ ഗ്രേ describe himself from a distance and discourses how he hopes to be remembered by creating his own epitaph എന്ന് വെച്ച് കഴിഞ്ഞാൽ ശവകുടീരത്തിലെ സ്മാരക ലേഖനം അല്ലെങ്കിൽ ആ ഒരു സ്മാരകമായിട്ട് ആ ഒരു സ്മാരക ലേഖനം എഴുതി വെക്കത്തില്ലേ, അതിൽ നമ്മുടെ ശവകുടീരത്തിൽ സൈലായിട്ട് ഇങ്ങനെ എഴുതി വെക്കത്തില്ലേ, ക്രിസ്ത്യൻ ബിലീഫിൽ ആലോചിച്ചാൽ മതി. അപ്പം അദ്ദേഹത്തിൻ്റെ സ്വന്തം ആ ശവകുടീരത്തിൻ്റെ ശവക്കല്ലറയുടെ തൊട്ടടുത്തുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു സെക്ഷനിൽ എന്ത് എഴുതി വെക്കണമെന്ന് അദ്ദേഹം ആലോചിക്കുകയാണ്, ചിന്തിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ് ഈ ഒരു കവിത പോകുന്നതെന്നാണ് ഇതിലൊരു ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ നമുക്ക് പറയുവാൻ ഉള്ളത്. അടുത്ത നമുക്ക് എൻ്റെ ഒരു സ്റ്റാൻസ ബൈ സ്റ്റാൻസ സമ്മറിയിലേക്ക് പോകാം. ഏകദേശം 128 ലൈൻസ് ഉള്ള വളരെ ലെങ്തി ആയിട്ടുള്ളൊരു എലജിയാണ് തോമസ് ഗ്രേ എഴുതിയേക്കുന്നത്. അപ്പം ഇച്ചിരി ലെങ്തി ആയിരിക്കും ഈ വീഡിയോ. ഞാൻ ഇപ്പോൾ തന്നെ പറയുകയാണ്, നല്ല ലെങ്തി ആയിരിക്കും ഈ വീഡിയോ. അങ്ങനെ കേൾക്കേണ്ടാത്തവർ ലെങ്തി ആയിട്ട് എനിക്ക് ലൈൻ ബൈ ലൈൻ ഒന്നും വേണ്ട, ജസ്റ്റ് എൻ്റെ ഒരു സമ്മറി മാത്രം അറിയാൻ മതി എന്ന് മാത്രം ഉള്ളവരാണെങ്കിൽ സമ്മറി സെക്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അനാലിസിസ് സെക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എല്ലാം നമ്മളിതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ സ്റ്റാൻസകളിലൂടെ നമുക്ക് പോകാം. ആദ്യത്തെ 4 ലൈനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ദ കർഫ്യൂ ടോൾസ് ദ നെൽ ഓഫ് പാർട്ടിംഗ് ഡേ, ദ ലോവിംഗ് ഹേർഡ് വിൻഡ് സ്ലോലി ഓവർ ദ ലേ, ദ പ്ലോമാൻ ഹോംവേർഡ് പ്ലോഡ്സ് ഹിസ് വെറി വേ ആൻഡ് ലീവ്സ് ദ വേൾഡ് ടു ഡാർക്ക്നെസ് ആൻഡ് ടു മീ. അപ്പം ദ കർഫ്യൂ ടോൾസ് ദ നെൽ ഓഫ് എ പാർട്ടിംഗ് ഡേ, അതായത് ചർച്ച് ഈവനിങ് ബെൽ സിഗ്നൽസ് ദാറ്റ് ദ ഡേ ഈസ് എൻഡിങ്. അതായത് എന്താ പറയുക, ചർച്ചിൽ മണിനാദം കേട്ടു, അന്നത്തെ ആ ഒരു ദിവസം അവസാനിക്കാൻ പോകുന്നു. ചർച്ചിൻ്റെ ആ ഈവനിങ് ബെല്ല് അടിക്കുകയുണ്ടായി, ആ ദിവസം അവസാനിക്കുകയുണ്ടായി. ദ ലോവിംഗ് ഹേർഡ് വിൻ സ്ലോലി ഓവർ ദ ലീ, അതായത് ദ മൂവിങ് കൗസ്, അതായത്
മൂവ് ചെയ്യുന്ന കൗസ് ഇല്ലേ, അതായത് ഇങ്ങനെ എന്താ പറയുന്നത് മാ എന്ന് വിളിക്കുന്ന ആ ഒരു സൗണ്ടിനാണ് മൂവിങ് എന്ന് പറയുന്നത്. ആ പശുക്കൾ എന്ത് ചെയ്യുന്നു, ട്രാവൽ സ്ലോലി അക്രോസ് ദ ഗ്രാസ്. അവരെന്താണ് ആ ഗ്രാസിൽ പതുക്കെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അതുപോലെ ദ പ്ലോമാൻ, അതാണ് ലോവിങ് ഹേർഡ് എന്ന് പറയുന്നത്. ലോവിങ് ഹേർഡ് വിൻ സ്ലോലി ഓവർ ദ ലേ. അവർ പതുക്കെ എന്ത് ചെയ്യുകയാണ്, ആ ഗ്രാസിലൂടെ ഇങ്ങനെ പോവുകയാണ്. ദ പ്ലോമാൻ ഹോം വേർഡ് പ്ലോട്ട്സ് ഹിസ് വെറി വേ. അതായത് ഒരു പ്ലോമാൻ എന്നുള്ള ഉദ്ദേശം ഇവിടെ ഒരു ടയേർഡ് ഫാമറിനെയാണ്. വളരെ ക്ഷീണിതനായ ഒരു കൃഷിക്കാരൻ ട്രഡ്ജസ് ഹോം. അദ്ദേഹം ക്ഷീണിതനായിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. വിയറി വേ എന്ന് പറഞ്ഞാൽ ക്ഷീണിതമായ വഴി. അപ്പോൾ ക്ഷീണിതമായിട്ട് അദ്ദേഹം എന്താ പറയുന്നത്, വീട്ടിലേക്ക് പോവുകയാണ്. ലീവ് ദ വേൾഡ് ടു ഡാർക്ക്നെസ് ആൻഡ് ടു മീ. എന്നിട്ട് അദ്ദേഹം ഈ ലോകത്തെയും എന്നെയും ഡാർക്ക്നെസ്സിലാക്കിയിട്ട് പോവുകയാണ്, ഇരുട്ടിലേക്ക് ആക്കിയിട്ട് പോവുകയാണ്. അപ്പം ഈവനിങ് സമയമാണ്. ഈവനിങ് സമയമായിട്ട് നമുക്കറിയാം, സന്ധ്യാസമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതിൻ്റെ സമയമാണ്, രാത്രിയുടെ സമയമാണ്. അപ്പം അവരെല്ലാം പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ആ ഡാർക്ക്നെസ് അവിടെ വരാൻ പോവുകയാണ്. ഇരുട്ടിൻ്റെ ആ ഒരു ഷാഡോ നമ്മുടെ മണ്ടയിലേക്ക് അടിക്കാൻ വരികയാണ്, രാത്രി ആകാൻ പോവുകയാണ്. അടുത്ത സ്റ്റാൻസ 2 ആണ്. നൗ ഫെയ്ഡ്സ് ദ ഗ്ലിമ്മറിംഗ് ലാൻഡ്സ്കേപ്പ് ഓൺ ദ സൈറ്റ്. അതായത് നൗ ദ ലാൻഡ് അറൗണ്ട് മീ ഈസ് ഗ്ലോയിങ് ഇൻ ദ സൺസെറ്റ് ബട്ട് ഓൾസോ ഫെയ്ഡിങ് അവേ ആസ് ലുക്ക് അറ്റ് ഇറ്റ്. അതായത് തൻ്റെ കവിയുടെ മുന്നിലുള്ള ആ ഗ്ലോയിങ് ആയിട്ടുള്ള സൺസെറ്റ്, ആ ഒരു സന്ധ്യാസമയത്തുള്ള ആ ഒരു പ്രകാശം ഇപ്പോൾ എന്ത് ചെയ്യാണ്, ഫെയ്ഡ് ചെയ്ത് പോവുകയാണ് എന്ന് പറഞ്ഞാൽ മങ്ങി പോവുകയാണ്. അതിൽ നോക്കുമ്പോൾ മങ്ങി പോവുകയാണ്. അതായത് ഗ്ലിമ്മറിങ് ലാൻഡ്സ്കേപ്പ് ഓൺ ദ സൈറ്റ്. നൗ ഫെയ്ഡ്സ് ദ ഗ്ലിമ്മറിങ് ലാൻഡ്സ്കേപ്പ്. അങ്ങനെ ഗ്ലിം ചെയ്ത് നിൽക്കുന്ന, നല്ല ഗ്ലോ ചെയ്ത് നിൽക്കുന്ന ആ ഒരു സൈറ്റ്, ആ ഒരു സൺസെറ്റ് എന്ത് ചെയ്യുകയാണ്, താൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, ആ സൂര്യപ്രകാശം മങ്ങി പോവുകയാണ്. And all the air a solemn stillness also. There is a seriousness, stillness hanging in the air. അവിടെ ആ ഒരു അന്തരീക്ഷത്തിൽ ഒരു സീരിയസ്നെസ് നമുക്ക് കാണുവാൻ പറ്റും. ഒരു സീരിയസ്നെസ്, സ്റ്റിൽനെസ് നമുക്ക് കാണുവാൻ സാധിക്കുമെന്നാണ് പോയിട്ട് ഇവിടെ പറയുന്നത്. സേവ് വെയർ ദ ബീറ്റിൽ വീൽസ് ഇസ് ഡ്രോണിങ് ഫ്ലൈറ്റ്. അതായത് അപ്പാർട്ട് ഫ്രം ദ ബസ് ഓഫ് എ ഫ്ലൈയിങ് ബീറ്റിൽ, അതായത് എന്താ പറയുന്നത്, ദർ ഇസ് എ all the air a solemn stillness holds, save where the beetle wheels is droning flight. അതൊരൊറ്റ സെൻറ്റൻസ്, ആ ഒരു 3 ആൻഡ് ഡ്രൗസി ട്വിങ്ക്ലിങ്സ് ഫുൾ lull the distant falls. അതൊരൊറ്റ സെൻറ്റൻസ് കേട്ടോ, അങ്ങനെ വായിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കംപ്ലീറ്റ്ലി സീരിയസ്നെസ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു എയറിൽ, ആ ഒരു അന്തരീക്ഷത്തിൽ ഒരു സീരിയസ്നെസ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അപ്പാർട്ട് ഫ്രം ഏതിൻ്റെയൊക്കെ വിട്ട് കഴിഞ്ഞാൽ, ഒഴിച്ച് കഴിഞ്ഞാൽ ഫ്ലൈയിങ് ബീറ്റിൽ, അത് ബീറ്റിൽ കിടന്ന് ഇങ്ങനെ ചിലയ്ക്കുന്നുണ്ട്. അവിടെ ബസ് ഓഫ് ദി ബീറ്റിൽ കിടന്ന് ഇങ്ങനെ ചിലയ്ക്കുന്നുണ്ട്. അതുപോലെ ഷീപ്പിൻ്റെ ബെൽസ് എന്ന് പറഞ്ഞാൽ ചെമ്മരിയാടിൻ്റെ കഴുത്തിൽ കെട്ടിക്കുന്ന മണിനാഥം ഇങ്ങനെ കിടന്ന് ടിങ്കിൾ ചെയ്ത് കേൾക്കുന്നുണ്ട്. അതുപോലെ അത് കേൾക്കുമ്പോഴത്തേക്കൊരു ബെഡ് ടൈം മ്യൂസിക് പോലെയാണെന്നാണ് പോയിട്ട് പറയുന്നത്. ഒരു ബെഡ് ടൈം മ്യൂസിക്, ഉറക്കപ്പായി നമുക്ക് കിടക്കുമ്പോൾ വെച്ച് തരുന്ന ഒരു മ്യൂസിക് പോലെയാണ്. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ആ വക കാര്യങ്ങളൊക്കെ, ആ സൗണ്ടുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഈ ഒരു എയറിന്, അന്തരീക്ഷത്തിൽ എന്താ പറയുന്നത്, ഒരു സീരിയസ്നെസ് കാണുവാൻ നമുക്ക് സാധിക്കും എന്നാണ് ആര് പറയുന്ന പോയിട്ട് ആ ഒരു സ്റ്റാൻസിൽ പറയുന്നത്. അടുത്ത സ്റ്റാൻസ 3 ആണ്. സേവ് ഫ്രം ദ യോണ്ടർ ഐവി മാന്റിൽഡ് ടോ. സേവ് ഫ്രം ദ യോണ്ടർ ഐവി മാന്റിൽഡ് ടോ എന്ന് പറഞ്ഞാൽ ആ ഒരു എയർ is still apart from the tower over there covered with the ivy, where a sad owl is complaining to the moon about anything that wandering over her secret nest in the tower disturbs her long-standing lonely rule over the area. ദൂരെ നമുക്ക് ഒരു ടവർ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ടവർ കവേർഡ് വിത്ത് ഐവിയാണ്. ഐവി എന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളിപ്പടർപ്പ് എന്നൊക്കെ അർത്ഥം കേട്ടോ, വള്ളിപ്പടർപ്പുള്ള ചെടി. ആ ചെടികളാൽ നിറഞ്ഞ ഒരു ടവർ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ എയറിൻ്റെ ഈ സീരിയസ്നെസ് കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പം ഈ സാഡ് ഔൾ, അതായത് ഒരു വിഷമിതനായ ഒരു മൂങ്ങ കംപ്ലയിൻറ്റ് ചെയ്യുകയാണ്. ആരോട് കംപ്ലയിൻറ്റ് ചെയ്യുകയാണ്? മൂണിനോട് കംപ്ലയിൻറ്റ് ചെയ്യുകയാണ്. മോപ്പിംഗ് മോൾ എന്ന് വെച്ചാൽ വിഷമിതനായ ഒരു മൂങ്ങ മൂണിനോട് കംപ്ലയിൻറ്റ് ചെയ്യുകയാണ്. അതായത് എബൌട്ട് എനിത്തിങ് ദാറ്റ് വാണ്ടറിങ് അറൗണ്ട് ഹെർ സീക്രട്ട് നെസ്റ്റ് ഇൻ ദ എയർ ഡിസ്റ്റർബ്സ് ഹെർ ലോങ് സ്റ്റാൻഡിങ് ആൻഡ് ലോൺലി റൂൾ ഓവർ ദി ഏരിയ. ഇപ്പം ആരായിക്കൊള്ളട്ടെ എൻ്റെ ടവറിൻ്റെ അടുത്ത് വരാൻ പാടില്ല.
ആരായിക്കോട്ടെ എന്തായിക്കോട്ടെ എൻ്റെ ടവറിനെ അടുപ്പിക്കത്തില്ല ഞാനെന്നുള്ള രീതിയിൽ നമ്മൾ പറയത്തില്ല, എൻ്റെ വീട്ടിലെ ഞാൻ അടുപ്പിക്കത്തില്ല എന്ന രീതിയിൽ നമ്മൾ പറയത്തില്ലേ, അതുപോലെ തന്നെയാണ് മൂന്ന് ഇവിടെ പറയുന്നത്. ഏത് വലിയവനാവട്ടെ ഏത് ചെറിയവനാവട്ടെ എൻ്റെ എന്ത് തന്നെയായാലും എൻ്റെ സീക്രട്ട് നെസ്റ്റിൻ്റെ എൻ്റെ ഈ ടവറിലുള്ള സീക്രട്ട് നെസ്റ്റിൻ്റെ അടുത്തൂടെ പോകുന്ന ആരായാലും അത് എന്നെ ചലഞ്ച് ചെയ്യുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ എൻ്റെ ലോങ് സ്റ്റാൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്നു. ഒരുപാട് നേരം മൂങ്ങ ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ നിൽക്കുന്നത് കണ്ടില്ല, മൂങ്ങളൊക്കെ നിരീക്ഷിച്ചാൽ മതി, വീഡിയോ ഒക്കെ നോക്കിയാൽ മതി, ഒരുപാട് നേരം ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതിനെ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നു. എൻ്റെ അടുത്തൂടെ അതൊക്കെ എന്തെങ്കിലും എൻ്റെ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ, എൻ്റെ ടവറിൻ്റെ അടുത്തൂടെ പോയി കഴിഞ്ഞാൽ എന്നെ അത് ഡിസ്റ്റർബ് ചെയ്യുന്നതിന് തുല്യമാണ്. അതുപോലെ എൻ്റെ ഈ ലോൺലി റൂളിനെ അതെന്താ പറയുന്നത്, ഡിസ്റ്റർബ് ചെയ്യുന്നു. ഞാൻ ഒറ്റയ്ക്ക് സമാധാനത്തിൽ വന്ന് ഇവിടെ ഇരിക്കുക. അപ്പോഴത്തേക്ക് ചുമ്മാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എൻ്റെ അടുത്തോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നും എൻ്റെ അടുത്ത് വരേണ്ട, എന്ത് തന്നെയാലും ഞാൻ സമാധാനത്ത് ഇവിടെ ഇരിക്കുകയാണ്. എൻ്റെ സോളിറ്ററി റെയിനെ ആരും ഞാൻ ചലഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇനിഷ്യൻ്റ് ആയിട്ടുള്ള പൂർവികമായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും, എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യല്ല എന്ന് ആര് കംപ്ലയിൻറ്റ് ചെയ്യുകയാണ്? മൂണിനോട് നമ്മുടെ സാഡായിട്ടുള്ള വിഷമത്തിനായ ഒരു ഔള് എന്താ പറയുക മൂങ്ങ കംപ്ലയിൻറ്റ് ചെയ്യുകയാണ്. ആ ഒരു സ്റ്റാൻസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത സ്റ്റാൻസിൽ ബിനീത്ത് എന്ന് പറഞ്ഞ സ്റ്റാൻസയാണ്. സോ അണ്ടർനീത്ത് ദോസ് burly trees and shades of that yew tree there are mounds of moldy dirt, each laying in a narrow room forever. The uneducated founders of this tiny village sleep. അവിടെ കുറച്ച് മരങ്ങൾ നിൽക്കുന്നതായിട്ട് പോയിട്ട് കണ്ടു. അത് മരത്തിന് പ്രത്യേക മരങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. എം ട്രീസ് എന്നാണ് പറയുന്നത്. എം ട്രീസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം മരമാണ്. അതുപോലെ യു ട്രീ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം മരമാണ്. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള മരത്തിൻ്റെ ഷെയ്ഡുകൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അവിടെ കുറേ മൗണ്ട്സ് ഓഫ് മോൾഡി ഡേർട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചെളിയുടെ കൂമ്പാരങ്ങൾ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. പഴകിയ ചെളിയുടെ കൂമ്പാരങ്ങൾ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓരോ ആൾക്കാരും അവിടെ ഓരോ റൂമിലാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പോയിട്ട് നിൽക്കുന്നത് ഒരു ഗ്രേവ് യാർഡിലാണ്, ഒരു ചർച്ച് യാർഡിലാണ്, അതായത് ശ്മശാനത്തിലാണ് പോയിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ഓരോ റൂമുകളിലും, അതായത് നമുക്ക് ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ ശ്മശാനം കണ്ടിട്ടില്ലേ, അവർ ഓരോ ഇങ്ങനെ പാർട്ടായിട്ട് കുടുംബ കല്ലറ എന്നൊക്കെ പല കല്ലറകളാണ് വെച്ചേക്കുന്നത്. അപ്പോൾ പല കല്ലറകളെയാണ് അവിടെ നാരോ റൂം കൊണ്ട് പോയിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈച്ച് ഇൻ ഇസ് നാരോ സെൽ ഫോർ എവർ ലെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ റൂമിൽ അവിടെ നിൽക്കുന്നു. ദ അൺഎഡ്യൂക്കേറ്റഡ് ഫൗണ്ടേഴ്സ് ഓഫ് ദിസ് ടൈനി വില്ലേജ് സ്ലീപ്പ്, അവിടെ ദ റൂട്ട് ഫോർ ഫാദേഴ്സ് എന്ന് പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഇവിടെ ജീവിച്ചിരുന്ന ആ വ്യക്തികൾ എല്ലാം അതിൻ്റെ കീഴിൽ മരണപ്പെട്ട് അവിടെ കിടപ്പുണ്ട്. ആ ടൈനി വില്ലേജിൽ, ആ ഒരു ശ്മശാനത്തിൽ അവിടെ അവർ എന്താ പറയുന്നത് അണ്ടർലൈൻ ചെയ്യുന്നു. അവിടെ ആ ഓരോ ശ്മശാനത്തിലും അവരിങ്ങനെ കിടക്കുന്നു എന്നാണ് ആര് പറയുന്നത്, പോയിട്ട് പറയുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് പോയിട്ട് ഇപ്പോൾ എവിടെ നിൽക്കുന്നത്, ഒരു കൺട്രി ചർച്ച് യാർഡിലാണ്, ഗ്രാമപ്രദേശത്തെ ഒരു ശ്മശാനത്തിൽ നിന്നുകൊണ്ടാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് പോയിട്ട് നമുക്ക് വിവരിച്ച് തരുന്നത്. ഹാംലെറ്റ് എന്ന് പറഞ്ഞൊരു ടൈം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഹാംലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് വില്യം ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് ഉണ്ടല്ലേ, ഹാംലെറ്റ് എന്താണ്, ചേരി, ചെറുഗ്രാമം, കുഗ്രാമം എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. ചേരി, ചെറുഗ്രാമം, കുഗ്രാമം, അതാണ് ഹാംലെറ്റ് എന്ന് പറഞ്ഞ ടൈം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ലൈൻസിൽ പറയുന്നത്, ദ ബ്രീസി കാൾസ് ഓഫ് ഇൻസെൻസ് ബ്രീത്തിങ് മൗൺ, ദ സ്വാളോ ടിറ്ററിങ് ഫ്രം ദ സ്ട്രോ ബെൽറ്റ് ഷെഡ്, the cocks shrill clarion or the echoing horn no more shall rouse them from their lovely bed. അതായത് ദ സൗണ്ട് ദ ബേസിക് കോൾ ഓഫ് ദി ഇൻസെൻസ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ, മോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദ സൗണ്ട് ഓഫ് ദി സെൻറ്റഡ് ബ്രീസസ് ഓഫ് മോർണിംഗ് എന്നാണ്. അതായത് നല്ല സുഗന്ധമുള്ള കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട്, ആ കാറ്റടിക്കുന്നുണ്ട്, നല്ല സുഗന്ധമുള്ള ഒരു എന്തെങ്കിലും കാറ്റിങ്ങനെ അടിക്കുന്നുണ്ട്, രാവിലെ ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പം അതൊന്ന് വ്യത്യാസം, അതിൻ്റെ ഒരു ഇത് നോക്കണേ, ദ സൗണ്ട് ഓഫ് ദി സെൻറ്റഡ് ബ്രീസസ്, അതായത് കാറ്റിന് എന്ത് കൊടുക്കുക, നല്ല മണം കൊടുത്ത് എന്താ പറയുന്നത്, മോർണിംഗിന് അടിക്കുന്ന കാറ്റിന് പ്രത്യേക ഒരു സുഗന്ധം, പ്രത്യേക ഒരു രസമാണ്. അപ്പോൾ അതിനെ നല്ല രീതിയിൽ വിവരിച്ചിരിക്കുകയാണ് കവി ഇവിടെ. എന്നിട്ട് ദ സ്വാളോ സിംഗിങ് ഇൻ എ ഷെഡ് മെയ്ഡ് ഓഫ് സ്ട്രോയിൽ നിർമ്മിച്ച ഒരു ഷെഡിൽ തൻ്റെ ഒരു കുരുവി എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ട് ഇരിക്കുന്നു. സ്വാളോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇല തൂക്കണം കുരുവി എന്നൊക്കെ പറഞ്ഞൊരു കുരുവിയുണ്ട് കേട്ടോ, അല്ലെങ്കിൽ മീവൽ പക്ഷി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാണ് സംഭവം. തൂക്കണാം കുരുവി എന്നൊക്കെ കേട്ടില്ല, തൂക്കണാം കുരുവി അതെ. പിന്നെ അതിൽ റൂസ്റ്റർ എന്ന് പറയുന്നുണ്ട്. എന്താണ് റൂസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവൻകോഴി. അപ്പം പൂവൻകോഴി എന്താ പറയുക, പൂവൻകോഴിയുടെ ആ രാവിലെയുള്ള ശബ്ദം, രാവിലത്തെ സമയമാണ്. അപ്പം രാവിലെ പൂവൻകോഴി കിടന്ന് ഇങ്ങനെ കൊക്കരക്കോ പറയുന്നു. അതുപോലെ തന്നെ ഒരു സ്ട്രോയിലുണ്ടാക്കിയ ഒരു ഷെഡിൽ നമ്മളെ തൂക്കണാം കുരുവി കിടന്ന് ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട്. അതുപോലെ എക്കോ, ഇതിൻ്റെ എക്കോ കേൾക്കുന്നുണ്ട്, ഹണ്ടേഴ്സ് ഹോണിൻ്റെ എക്കോ കേൾക്കുന്നുണ്ട്. ഹണ്ടേഴ്സ് ഹോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്ന, ഈ വേട്ടയ്ക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു ഹോൺ ഇങ്ങനെ എടുക്കൂടെ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ
എന്തോന്ന് നമ്മുടെ ചിരിക്കുന്ന സ്മൈലിൻ്റെ ഷേപ്പിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചന്ദ്രക്കല പോലെ ഇരിക്കുന്ന ഒരു സംഭവം ഈ ഹണ്ടേഴ്സ് ഹോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ ഹണ്ടേഴ്സ് ഹോണിൻ്റെ സൗണ്ട്, അപ്പോൾ ഈ സൗണ്ടുകളൊന്നും ആരെ എണീപ്പിക്കത്തില്ല? ദ കോക്ക് ഷിൽ ക്ലാരിയോൺ ഓർ ദ എക്കോയിങ് ഹോൺ ആരെ എണീപ്പിക്കത്തില്ല? നോ മോർ ഷാൾ റൗസ് ഫ്രം ദ ലോലി ബെഡ്. അതായത് നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ അവിടെ മരിച്ചു കിടക്കുന്ന നമ്മുടെ ഹംബിൾ റൂഡ് ഫോർ ഫാദേഴ്സിനെ എണീപ്പിക്കത്തില്ല എന്നാണ് ആര് പറയുന്നത്? കവി ആ ഒരു 4 ലൈൻസിലൂടെ പറയുന്നത്. അടുത്ത ലൈൻസിലൂടെ നമുക്ക് പോകാം. ഫോർ ദം തൊട്ട് ഷെയർ വരെ. അപ്പം ഫോർ ദം നോ മോർ ദ ബ്ലേസിങ് ഹെർത്ത് ഷാൾ ബേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി, ആ മരിച്ചു കിടക്കുന്നവർക്ക് വേണ്ടി ഇനി ഒരിക്കൽ പോലും ഫയർ പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീ കൂട്ടിയിടുന്ന തണുപ്പിനെ അകറ്റാൻ വേണ്ടിയിട്ട് ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ചില വീടുകളിൻ്റെ അകത്ത് കാണും, അല്ലെങ്കിൽ ചില വെളിയിലൊക്കെ നമ്മളിങ്ങനെ കൂട്ടി ഫയർ പ്ലേസ് ഉണ്ടാക്കി വെക്കും. ഓക്കെ, അപ്പം ആ ഫയർ പ്ലേസ് ഒരിക്കലും ഇനി അവർക്ക് വേണ്ടി ബേൺ ചെയ്യത്തില്ല. കാരണം അവർ ഡെഡായില്ലേ, അവർക്ക് വേണ്ടി എന്തിനാണ് ബേൺ ചെയ്യുന്നത്? അവർക്ക് എന്തിനാണ് തണുപ്പ് അകറ്റേണ്ട ആവശ്യം? അവർ ഡെഡായിപ്പോയി. നോർ അതുപോലെ തന്നെ ഓർ ബിസി വൈഫ് പ്ലൈ ഹെയർ ഈവനിങ് കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവരുടെ ഭാര്യമാർ അവരെ ഇനി വൈകിട്ട് വന്ന് അവർ ജോലി കഴിഞ്ഞ് വന്നിട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ആണുങ്ങളാകുമ്പോഴത്തേക്ക് എന്താണ്, സാധാരണ മിക്ക വീടുകളും ഇപ്പം മാറിയിട്ടുണ്ട്, നമ്മുടെ കണ്ടംപററി സൊസൈറ്റിയിൽ മാറിയിട്ടുണ്ടെങ്കിൽ പോലും പണ്ട് കാലത്ത് എങ്ങനെയാണ് ആണുങ്ങളാണ് ജോലിക്ക് പോകുന്നത്. അപ്പം ആണുങ്ങൾ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഭാര്യമാർ വന്ന് ബാഗൊക്കെ എടുത്ത്, അല്ലെങ്കിൽ ബാഗ് ഒന്നുമില്ല, എന്താണെന്ന് വെച്ചാൽ പണിയായുധങ്ങളാണെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് എന്താ ചെയ്യുക, അവരെ ടേക്ക് കെയർ ചെയ്യും, ഈവനിങ്ങിൽ ടേക്ക് കെയർ ചെയ്യും, ചായയൊക്കെ ഇട്ട് കൊടുത്ത്, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും. ഓക്കെ, അപ്പം ബിസി വൈഫ്സ് എന്ത് ചെയ്യുന്നില്ല, അവരിനി നോക്കേണ്ട ആവശ്യമില്ല, ഈവനിങ്ങിൽ അവരെ നോക്കേണ്ട ആവശ്യമില്ല. നോ ചിൽഡ്രൻ റൺ ടു ലിസ്റ്റ് ദെയർ സേഴ്സ് റിട്ടേൺ. അപ്പം ഈ കുട്ടികൾ, അവരുടെ കുട്ടികൾ ഇനി അവർക്ക് എന്താ പറയുന്നത്, ഈ അച്ഛൻ വീട്ടിൽ വരുമ്പോഴത്തേക്ക് കൊച്ചു പിള്ളേർക്ക് ഭയങ്കര സന്തോഷമാണ്, ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കുട്ടികൾ ഇനി അവിടെ അച്ഛനെ ഇങ്ങനെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഇനി അച്ഛൻ വരുമ്പോൾ അച്ഛൻ വന്നേന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് അങ്ങനെ ഒരാളില്ല, കാരണം അവർ ഡെഡായിപ്പോയി. ഹോർ ക്ലൈംബ് ഈസ് നീസ് ദ ഇൻവോയ്ഡ് കിസസ് ടു ഷെയർ. അല്ലെങ്കിൽ എന്താണ്, ആ കുട്ടികൾ തന്നെ അവരുടെ മടിയിൽ കയറി ഇരുന്ന്, മടിയിൽ തുടയിൽ കയറി ഇരുന്നിട്ട് എന്താ, അച്ഛന് വൈകിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഉമ്മ കൊടുക്കത്തില്ല. നമ്മൾ ചില പിള്ളേരൊക്കെ ഉമ്മ കൊടുക്കും. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി കുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അവരെന്താണ്, അവർക്ക് ഇനി അങ്ങനെ ഉമ്മ കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അമ്മ കൊടുക്കേണ്ടി വരത്തില്ല. കാരണം എന്താണ്, അവർ ഡെഡായി, അവർ മരിച്ചുപോയി, അവർ അതിൻ്റെ അടിയിലൊക്കെ കിടക്കുകയാണെന്നാണ് ആര് പറയുന്നത്? പോയിട്ട് പറയണം. പോയിട്ട് ഇവിടെ ഒരു എന്താ പറയുന്നത്, ലാമൻറ്റ് പോലെ ഒരു വിലപിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്. അടുത്ത ലൈൻസ്. ഓഫ് ഡിഡ് ദ ഹാർവസ്റ്റ് ടു ദെയർ സിക്കിൾ ഈൽഡ് ദർ ഫറോ ഓഫ് തൊട്ട് സ്റ്റഡി സ്ട്രോക്ക് വരെ. ഓക്കെ, അപ്പം അവർ ഓഫ് ഡിഡ് ദ ഹാർവസ്റ്റ് ടു ദെയർ സിക്കിൾ ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജീവിച്ചിരുന്നപ്പോഴത്തേക്ക് എന്താണ്, ദേ ഓഫൺ ഈ വ്യക്തികൾ എന്ത് ചെയ്തിരുന്നു? ക്രോപ്സ് ഹാർവസ്റ്റ് ചെയ്തിരുന്നു, കൃഷി ചെയ്തിരുന്നു വിത്ത് ദെയർ ഫാം ഇംപ്ലിമെൻറ്റ്സ്, അവരുടെ ഫാമിൻ്റെ ഇംപ്ലിമെൻറ്റ്സ് കൊണ്ട്. ഈ ഫാം ഇംപ്ലിമെൻറ്റ്സ് എന്ന് വെച്ചാൽ എന്താ, ഫാമിലെ ഉപകരണങ്ങൾ. അപ്പം ദേ ഓഫൺ പ്ലൗഡ് ഓഫ് ഡിഫിക്കൽട്ട് ഗ്രൗണ്ട്, വളരെ ദെയർ ഫറോ ഓഫ് ദ സ്റ്റബോൺ ഗ്ലീബ് ഹാസ് ബ്രോക്കൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താണ്, വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഗ്രൗണ്ടുകൾ അവരെന്ത് ചെയ്തു? കൃഷി ചെയ്ത് ഉഴുന്ന് മറിച്ച് ഇട്ടു. വളരെ നമുക്ക് കട്ടിയായിട്ടുള്ള തറകൾ പോലും അവരെന്ത് ചെയ്തു? ഉഴുന്ന് മറിച്ച് ഇട്ടു. അവിടെ ഒരു ടേമുണ്ട്, ഗ്ലീബ് എന്ന് പറഞ്ഞൊരു ടേമുണ്ട്. ഗ്ലീബ് എന്ന് വെച്ചാൽ 2 തരത്തിൽ നമുക്ക് അർത്ഥം പറയാം. ഈ പാട്ടത്തിനെടുത്ത ഭൂമി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ ലാൻഡ് ഫീൽഡ് എന്നൊക്കെ അർത്ഥമുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലീബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ അത്തരത്തിലുള്ള ഭൂമി എന്താ പറയുന്നത്, ഇവർ ഡിഫിക്കൽട്ടായിട്ടുള്ള ഗ്രൗണ്ടുകൾ അവർ എന്ത് ചെയ്തു? പ്ലോ ചെയ്തെടുത്തു. അതുപോലെ ഹൗ ജോക്കൺ എന്ന് പറഞ്ഞാൽ ഉല്ലാസമായിട്ടുള്ളത്. ഹൗ ചിയർഫുള്ളി, എങ്ങനെ എത്ര സന്തോഷത്തോടെയാണ് അവരുടെ ഫാമിലുള്ള ആനിമൽസിനെ അവിടെ മൊത്തം കൊണ്ടുവന്നിട്ട് ഉഴുന്ന് മറിച്ചിട്ടത്. നമ്മുടെ നാട്ടിലും അങ്ങനെ ഉണ്ടായിരുന്നല്ലേ, പണ്ട് കാലത്തൊക്കെ കാളകളൊക്കെ കൊണ്ടുവന്നാണ് ഉഴുന്ന് മറിച്ചിടുന്നത്. സോ അതുപോലെ തന്നെ ഹൗ ബോൾഡ് ദ വുഡ്സ് ബിനീത്ത് ദെയർ സ്റ്റഡി സ്ട്രോക്ക്, അതായത് അവർ എന്ത് കോൺഫിഡൻ്റ് ആയിട്ടാണ് അവിടുത്തെ ആ ഒരു വുഡ്സ് എന്ന് വെച്ചാൽ മരങ്ങൾ വെട്ടി മുറിച്ച് ഏതുകൊണ്ട്? മഴ കൊണ്ട്. ആക്സ് എന്ന് പറഞ്ഞാൽ AXE തന്നെയാണ് കേട്ടോ, രണ്ടും സെയിം മീനിങ് തന്നെയാണ്. AX എന്ന് പറഞ്ഞാൽ ആക്സും മറ്റേ AXE ആക്സ് എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് ആണ്. സോ ആ ഒരു ആക്സ് കൊണ്ട് അവരെന്ത് ചെയ്തു? അവർ അവിടുത്തെ മരങ്ങൾ വെട്ടിമുറിച്ചിട്ട് അത് അവരുടെ ബോ ചെയ്തെന്ന് പറഞ്ഞാൽ എന്താ, മരങ്ങൾ വെട്ടിമുറിക്കുമ്പോഴത്തേക്ക് കുനിയുമില്ലേ, ഇങ്ങനെ ഇങ്ങനെ താഴോട്ട് നമ്മൾ തല കുനിക്കുന്ന പോലെ കുനിങ്ങ് പോകും. അപ്പം അങ്ങനെ ബോ ചെയ്ത് ആ സ്ട്രോക്സ് എന്ന് വെച്ചാൽ എന്താണ്, ആ വിജയം കൊണ്ട്, ആക്സിൻ്റെ വിജയം കൊണ്ട്, മഴുവിൻ്റെ വിജയം കൊണ്ട് അവരെങ്ങനെ അത് എങ്ങനെ അവരെന്ത് ചെയ്തു? അതിനെ ആ മരങ്ങളെ, അത്രയും പൊക്കത്തിലിരിക്കുന്ന മരങ്ങളെ, അത്രയും ഹൈറ്റുള്ള മരങ്ങളെ അവരെങ്ങനെ താഴെ കിട്ടു എന്നാണ് അവർ ചോദിക്കുന്നത്. എന്തൊരു ആത്മവിശ്വാസത്തോടെയാണ് അവരിത് വെട്ടുന്നത്. ഒരു കുഴപ്പമില്ല, അവർക്ക് ഭയങ്കര ധൈര്യമായിരുന്നു എന്നാണ് ആ ഒരു കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ലൈൻസിലൂടെ
പോയിട്ട് നമ്മളുടെ അതായത് റെലവൻ്റ് ആയിട്ടുള്ള കണ്ടംപററി ആയിട്ടുള്ള നമ്മളുടെ സമകാലികമായ പോയിട്ടിൻ്റെ സമകാലികതയുള്ള ആ വ്യക്തികളോട് ഇവിടെ ഈവൻ റീസെൻറ്റ് ടൈമിലുള്ള നമ്മളോട് പോലും പുള്ളിക്കാരൻ ഒരു മോറൽ പറയുക, അല്ലെങ്കിൽ ഒരു മെസ്സേജ് നമുക്ക് കാട്ടിത്തരികയാണ്. ലെറ്റ് നോട്ട് അംബിഷൻ മോക്ക് ദർ യൂസ്ഫുൾ ടോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോണ്ട് ലെറ്റ് ദീസ് ഐഡിയാസ് അബൌട്ട് അംബിഷൻ പുഷ് യു ടു മേക്ക് ഫൺ ഓഫ് ദ യൂസ്ഫുൾ വർക്ക് ഓഫ് ദീസ് കൺട്രീസ് ഫോക്സ് ഡിഡ്. And their homely joys and destiny obscure. Don't make of fun their plan and simple joys their unknown lives. Don't let feelings of superiority make you smile scornfully. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും പറയും, ഇപ്പം എന്താ പറയുക, ഈ ഒരു കാലഘട്ടത്തിലൊക്കെ അത്യാവശ്യം ഒരു ആവറേജ് ഫാമിലിയിലുള്ള വ്യക്തികളാണെങ്കിൽ പൊതുവേ മോസ്റ്റ് ഓഫ് ദി 90% ആൾക്കാരും എന്താ പറയുക 80% ആൾക്കാരും ആവറേജ് ഫാമിലിപ്പെട്ടവരാണ്. അപ്പോൾ അവർ പറയും, നമ്മുടെ പൂർവികന്മാരെ പുച്ഛത്തോടെ നോക്കിയിട്ട് പറയും, ആയ കാലത്ത് ഒരു കുറിക്കും ചേർന്നിട്ടില്ല, ഒരു പണി എടുത്തിട്ടില്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തോ അവരൊക്കെ അങ്ങനെ നല്ല രീതിയിൽ ജീവിച്ചിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ ആവത്തില്ലായിരുന്നോ എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും മിക്കവാറും മലയാളികൾ പറയുന്നതാണല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നാണ് ആര് പറയുന്നത്, ഇവിടെ പോയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഭാവിയിൽ എന്താ പറയുന്നത് വളരെ നല്ല എന്താ പറയുന്നത് ചിലപ്പോൾ സുപ്പീരിയർ പവറൊക്കെ ആയി കാണുമായിരിക്കും, ഭയങ്കര പൈസയൊക്കെ ആയി കാണുമായിരിക്കും. അപ്പോൾ പൈസ ഉണ്ടാകുന്ന സമയത്തോ സുപ്പീരിയോറിറ്റി ഫീൽ ചെയ്യുന്ന സമയത്തോ നിങ്ങൾ അവരെക്കാളും നല്ലതായിരിക്കും. ഇപ്പോൾ പഴയ ആൾക്കാരെക്കാളും എന്തുകൊണ്ടും ബെറ്ററാണ് പുതിയ ആൾക്കാർ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ അഡ്വാൻസ്ഡ് ലൈഫ്, നമ്മുടെ ലൈഫൊക്കെ തന്നെ അത്രയും ബെറ്റർ ആയില്ലേ. അപ്പം അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, പഴയ ആൾക്കാരെ ജഡ്ജ് ചെയ്യില്ല. അവരുടെ സിമ്പിൾ ലൈഫിനെയും സിമ്പിൾ പ്ലെയിൻ ആയിട്ടുള്ള സിമ്പിൾ ജോയ്സിനെയും അവരുടെ എന്താ പറയുന്നത് സിമ്പിൾ ബയോഗ്രഫിയും ആ പാവപ്പെട്ട മനുഷ്യരെ പറ്റി, അവിടെ കിടക്കുന്ന മരിച്ചു കിടക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ പറ്റി നിങ്ങൾ എന്താ ചെയ്യാൻ പാടില്ല, ജഡ്ജ് ചെയ്യാൻ പാടില്ല. അതാണ് ലൈൻസിൽ മൊത്തം പറയുന്നത്. ലെറ്റ് നോട്ട് അംബിഷൻ മോക്ക് ദെയർ യൂസ്ഫുൾ ടോയിൽ. നിങ്ങളുടെ അംബിഷൻ വെച്ചിട്ട് നിങ്ങൾ ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര ആഗ്രഹത്തോടെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്, ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ വെച്ച് സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പഴയ ആൾക്കാർക്ക് ഇതേപോലെ ആഗ്രഹങ്ങളൊന്നും ഇല്ലായിരുന്നില്ലെന്നും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. അവർക്ക് കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളെ അന്നും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അംബിഷൻ വലുതാണ്, അവരുടെ അംബിഷൻ ചെറുതാണെന്നുള്ള രീതിയിൽ കമ്പാരിസൺ നടത്താൻ പാടില്ല. അതുപോലെ അവരുടെ ഹോംലി ജോയ്സ്, അവരുടെ സിമ്പിളായിട്ടുള്ള ജോയ്സ് വെച്ചിട്ട് അവരുടെ അൺനോൺ ആയിട്ടുള്ള ലൈഫ്സ് വെച്ചിട്ട് എന്താ പറയുന്നത് നിങ്ങൾ കമ്പയർ ചെയ്യാൻ പാടില്ല. അതുപോലെ നിങ്ങളുടെ ഫീലിംഗ്, നിങ്ങൾ ഭയങ്കര സംഭവം എന്ന് വെച്ചിട്ട് നിങ്ങൾ സുപ്പീരിയർ പവർ എന്നൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പഴയ ആൾക്കാർ വളരെ മോശമാണെന്ന രീതിയിൽ കമ്പയർ ചെയ്യാൻ പാടില്ല. നിങ്ങൾ അവരുടെ കാലഘട്ടത്തിൽ അവർക്ക് അതൊക്കെ ആയിരുന്നു വലുത്. ഇപ്പോൾ നിങ്ങളുടെ കാലഘട്ടത്തിൽ വന്നപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസമായി, അത്രേ ഉള്ളൂ പോയിട്ട് ആ ലൈൻസിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത്. അടുത്ത ലൈൻസ്, ദ ബോസ്റ്റ് ഓഫ് ഹെറാൾഡറി, ദ പോംപ് ഓഫ് പവർ and all that beauty and all that wealth ever crave awaits alike the inevitable hour. The paths of glory lead but to the grave. ദ ബോസ്റ്റ് ഓഫ് ഹെറാൾഡറി. എന്താണ് ഈ ബോസ്റ്റ് എന്ന് വെച്ചാൽ പൊങ്ങച്ചം. ഹെറാൾഡറി എന്ന് വെച്ചാൽ രാജാവിൻ്റെ ആ ഒരു രാജ പദവി എന്നൊക്കെ അർത്ഥം കേട്ടോ, രാജദൂതം എന്നൊക്കെ അർത്ഥം വരുന്നത്. അപ്പം ബോസ്റ്റ് ഓഫ് ഹെറാൾഡറി ആൻഡ് പോംപ് ഓഫ് പവർ. പോംപ് എന്ന് വെച്ചാലും എന്താണ്, പൊങ്ങച്ചം. എല്ലാം പൊങ്ങച്ചമാണ്, പവറിൻ്റെ പൊങ്ങച്ചം, രാജാവ് അല്ലെങ്കിൽ സുപ്പീരിയർ ക്വാളിറ്റി എന്നുള്ള പൊങ്ങച്ചം. അല്ലെങ്കിൽ അവിടെ പറയുന്ന അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയുന്നത് എന്താണ്, ദ ബ്രാഗിങ് ഇംപ്ലൈഡ് ബൈ എ റിച്ച് ഫാമിലി കോട്ട് ഓഫ് ആംസ്. അതായത് ബ്രാഗിങ് എന്ന് വെച്ചാൽ പൊങ്ങച്ചം, താൻ എന്തോ വലിയ കൊമ്പത്തെ ഫാമിലി ആണെന്നുള്ള രീതിയിലുള്ളൊരു പൊങ്ങച്ചം. കോട്ട് ഓഫ് ആംസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ദേഹത്ത് ഈ രാജ സിമ്പിളൊക്കെ ഉണ്ട്, അതിനെ കോട്ട് ഓഫ് ആംസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം രാജ കൊട്ടാരത്തിലൊക്കെ ആണെങ്കിൽ അവിടെ പണ്ടത്തെ രാജാക്കന്മാരുടെ കോട്ടിലൊക്കെ ഒരു സിമ്പിളുണ്ട്, ഒരു സിമ്പിൾ എന്ന് പറയുന്നൊരു വാൾപൈറ്റിൻ്റെയും പരിചയുടെ ഒക്കെ സിമ്പിൾ വരും, അതാണ് കോട്ട് ഓഫ് ആംസ് എന്ന് പറയുന്നത്. അപ്പം അവിടെ ആ കോട്ട് ഓഫ് ആംസിൽ ഉള്ള സിമ്പിൾ വെച്ചിട്ട് അവർ പൊങ്ങച്ചം കാണിക്കുന്നു. ദ ഫ്രിൽസ് എന്ന് വെച്ചാൽ എന്താണ്, അതും ഭാവം, താൻ എന്തെന്നുള്ളൊരു ഭാവം. ട്രഡീഷൻസ് ഓഫ് ദ പവർഫുൾ, തൻ്റെ പൂർവികന്മാരൊക്കെ എന്താ പവർഫുൾ ആണെന്നുള്ളൊരു ചിന്താഗതി. അതുപോലെ ഓൾ ദി തിങ്സ് ദാറ്റ് ബ്യൂട്ടി ആൻഡ് വെൽത്ത് ക്യാൻ ഗിവ് സമ്മൺ, ഡെത്ത് വെയിറ്റ്സ് ഫോർ ദീസ് തിങ്സ്. അതാണ് അതിൽ പറയുന്നത്, ഓൾ ദാറ്റ് ബ്യൂട്ടി ഓൾ ദാറ്റ് വെൽത്ത് എവർ ഗിവ് അവൈഡ്സ് എലൈക്ക് ദ ഇന്നെവിറ്റബിൾ അവർ എന്ന് പറഞ്ഞാൽ അനിവാര്യമായിട്ടുള്ള ഒരു മണിക്കൂർ കടന്നു വരും. എല്ലാവർക്കും ഈ താൻ ആടെന്നുള്ള ഭാവത്തിൽ നടക്കുന്ന എല്ലാവർക്കും, റിച്ച് ആയിട്ടാവട്ടെ പൂർ ആയിക്കോട്ടെ, എന്ത് മനുഷ്യനാണെങ്കിലും ഏത് ബീയിങ് ആണെങ്കിലും സർവ്വചരാചരങ്ങൾക്കും ഒരു ഇന്നെവിറ്റബിൾ അവറുണ്ട് എന്ന് പറഞ്ഞാൽ നടക്കുമെന്ന് പറയാൻ പറ്റുന്നൊരു അവറുണ്ട്. അതാണ് മരണം എന്ന് പറയുന്നത്. ആ ഇന്നെവിറ്റബിൾ അവർ എന്ന് വെച്ചാൽ ഡെത്താണ്. എല്ലാവരെയും ആര് വെയിറ്റ് ചെയ്യുന്നു, ഡെത്ത് വെയിറ്റ് ചെയ്യുന്നു. The paths of glory lead but to the grave. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് കേട്ടോ. ദ പാത്സ് ഓഫ് ഗ്ലോറി, അതായത് ഗ്ലോറിയസ് ലൈഫ് ആവട്ടെ, കിങ്ലി ലൈഫ് ആവട്ടെ, പുവർ ലൈഫ് ആവട്ടെ, മെയിൻലി ഇവിടെ ഗ്ലോറിയസ് ലൈഫാണ് പറയുന്നത്. ഏറ്റവും വലിയ ഗ്ലോറിയസ് ലൈഫിനെയും കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെങ്ങോട്ടാണ് പോകുന്നത്, അവർ ഭയങ്കര പൈസ ഉണ്ടാക്കാനും പണമൊക്കെ ഉണ്ടാക്കാനും പോകുമ്പോൾ, അല്ലെങ്കിൽ പണത്തിൻ്റെ പ്രതാപത്തിൽ നിൽക്കുമ്പോഴത്തേക്ക് അവരെ വെയിറ്റ് ചെയ്യുന്നത്, അവരെങ്ങോട്ടേക്കാണ് നടന്ന് നീങ്ങുന്നത്, മരണത്തിലോട്ട്. അടുത്ത ലൈൻസ് 37 തൊട്ട് 40 ലൈൻസിൻ്റെ സമ്മറിയാണ് പറയുന്നത്. നോർ യു എ പ്രൗഡ് ഇംപ്യൂട്ട് ടു ദീസ് ദ ഫോൾട്ട് ഇഫ് മെമ്മോറിയൽ ഓവർ ദ ടോം നോട്ട് ട്രോഫീസ് റൈസ് വെൻ വെയർ ത്രൂ ദ ലോങ് ഡ്രോൺ ഐസൽ
ആൻഡ് ഫ്രട്ടഡ് വേൾഡ് ദ പീലിംഗ് ആന്തം സ്വെൽസ് ദ നോട്ട് ഓഫ് പ്രൈസ്. ഒന്നുമില്ല, നമ്മളോട് പറയാം. ആൻഡ് യു, നിങ്ങളെ വിളിക്കുകയാണ്, നിങ്ങൾ പ്രൗഡ് പീപ്പിൾ എന്ന് വെച്ചാൽ നമ്മളെ പറയുകയാണ്, അല്ലെങ്കിൽ പൊതുവെ ഉള്ള ജനങ്ങളെ പറയുകയാണ്. ഞാൻ നിന്നെയാണ് പറയുന്നത്. നീ ആര്? പ്രൗഡ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ സ്വന്തം കഴിവിലും സ്വന്തം പണത്തിലും സ്വന്തം പ്രൗഢിയിലും വിശ്വസിക്കുന്ന നീ, ഡോണ്ട് ബ്ലെയിം ദ പുവർ. പാവപ്പെട്ടവനെ നീ എന്ത് ചെയ്യാൻ പാടില്ല? കളിയാക്കാൻ പാടില്ല. നോർ യു എ പ്രൗഡ് ഇംപ്യൂട്ട് ഈസ് ദ ഫോൾട്ട്. അതായത് നീ എന്ത് ചെയ്യാൻ പാടില്ല? അവരുടെ ഫോൾട്ടുകൾ വെച്ച് അവരുടെ എന്താ പറയുക, അവരെ കളിയാക്കാൻ പാടില്ല. ഇഫ് നോ മെമ്മോറിയൽസ് ആർ എറക്റ്റഡ് ഓൺ ദർ ഗ്രേവ്സ് ആസ് ഓർണമെന്റ്സ് ദാറ്റ് ഔട്ട്ലൈൻ ദർ അച്ചീവ്മെന്റ്സ് ഇൻ ലൈഫ്. അതാണ് ഇഫ് മെമ്മോറിയൽ ഓവർ ദർ ടോംബ് നോ ട്രോഫീസ് റേസ് എന്ന് വെച്ചാൽ അവരുടെ ശവക്കല്ലറയുടെ സൈഡിൽ എന്താണ് അവരുടെ പറ്റി ഒരു മെമ്മോറിയൽ, ഇപ്പം മെമ്മോറിയൽസ് കാണുമല്ലോ, മെമ്മോറിയൽ ഒന്നും എഴുതി വെച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യാൻ പാടില്ല? കളിയാക്കാൻ പാടില്ല. അതുപോലെ അവരുടെ ദേഹത്ത് ഓർണമെൻറ്റ്സ് ഇല്ല, അവരുടെ അച്ചീവ്മെൻറ്റ്സിനെ എഴുതി കാണിക്കുന്നതോ അവരുടെ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ, അവരുടെ ദേഹത്ത് ഓർണമെൻറ്റ്സ് ഇല്ലെന്നല്ല, അവരുടെ അച്ചീവ്മെൻറ്റ്സ് ഒരു ഓർണമെൻറ്റ്സ് പോലെ എന്താ പറയുന്നത് അവരുടെ ശവക്കല്ലറയുടെ തൊട്ടടുത്ത് എഴുതി വെച്ചെങ്കിൽ അല്ലെങ്കിൽ എഴുതി വെച്ചില്ലെങ്കിൽ നീ എന്ത് ചെയ്യാൻ പാടില്ല? നീ അവനെ കളിയാക്കാൻ പാടില്ല. നീ ആ പാവപ്പെട്ടവനെ കളിയാക്കാൻ പാടില്ല. നിനക്ക് ചിലപ്പം വലിയ ആനയാകും, തേങ്ങയാകും, അല്ലെങ്കിൽ അങ്ങനെ കാണുമായിരിക്കും, വലിയ സംഭവങ്ങളൊക്കെ കാണുമായിരിക്കും. പക്ഷേ അവനെ അങ്ങനെ കളിയാക്കാനൊന്നും പാടില്ല. ഓക്കെ, അവൻ പാവപ്പെട്ടവനാണ്, അവൻ പാവപ്പെട്ടവനായിട്ട് ജീവിച്ച് പാവപ്പെട്ടവനായിട്ട് മരിച്ച ഒരു വ്യക്തിയാണ്. അവന് ചിലപ്പം പറയത്തക്ക അച്ചീവ്മെൻ്റ് ഒന്നും അവൻ്റെ ജീവിതത്തിൽ കാണത്തില്ല. അപ്പോൾ അവനെ നീ എന്ത് ചെയ്യാൻ പാടില്ല? അവൻ്റെ കളിയാക്കാൻ പാടില്ല. അവൻ്റെ ശവക്കല്ലറയുടെ അടുത്ത് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞ്, അച്ചീവ്മെൻറ്റ്സ് ഇല്ലെന്ന് പറഞ്ഞ് അവനെ കളിയാക്കാൻ പാടില്ല. ഓക്കെ, ആൻഡ് വേർ ത്രൂ ദ ലോങ് ഡ്രോൺ ഐസൽ ആൻഡ് ഫ്രട്ടഡ് വോൾട്ട്. അത് അല്ലെങ്കിൽ ഇഫ് ദേ ഡോണ്ട് ഹാവ് ദ ടോംബ്, അവരുടെ ശവക്കല്ലറയുടെ അടുത്ത്, അവരുടെ ശവക്കല്ലറ ഒരു ലോങ് ഹാൾവേയുടെ അകത്ത് ഒരു വോൾട്ടഡ് സീലിങ്ങിൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ അടച്ചും, ചില നമ്മുടെ വലിയ ഗ്രേറ്റ് ആൾക്കാരുടെ ശവക്കല്ലറ കണ്ടിട്ടില്ലേ, അതിങ്ങനെ ശ്മശാനത്തിലൊന്നുമല്ല വെക്കുന്നത്, വലിയ എന്തെങ്കിലും ഒരു സ്മാരകം പണിഞ്ഞ് അതിൻ്റെ അകത്ത്, ഇപ്പോൾ തന്നെ നമ്മുടെ ഷാജഹാൻ്റെ മുംതാസിൻ്റെ താജ്മഹൽ എന്നുള്ള വലിയൊരു വണ്ടർ പണിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ അതിൻ്റെ അകത്ത് ഒരു ലോങ് ഹാൾവേ പോലെയൊക്കെ വെച്ച്, ഒരു വോൾട്ടഡ് സീലിംഗ് പോലെയൊക്കെ വെച്ച്, അവരുടെ ചിലപ്പം മുംതാസിൻ്റെ അക്കംപ്ലിഷ്മെൻറ്റ് പറയുന്നില്ലെങ്കിൽ പോലും ഷാജഹാൻ്റെ ശവക്കല്ലറ തൊട്ടടുത്തുണ്ട്. അവിടെ പുള്ളിക്കാരൻ്റെ അക്കംപ്ലിഷ്മെൻറ്റ്സ് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ നേടിയ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചേക്കുമായിരിക്കും. ആരാവട്ടെ, ഏത് വലിയവനാവട്ടെ, അങ്ങനെ ആയിരിക്കും ശവക്കല്ലറകൾ അവർക്ക് വേണ്ടി പണിയുന്നത്. പക്ഷേ ഇവർക്ക് ഈ പാവപ്പെട്ടവർക്ക് അങ്ങനെ ഇല്ലെങ്കിൽ നീ അവനെ കളിയാക്കാൻ പാടില്ല. അവർക്ക് ശവക്കല്ലറയുടെ അടുത്ത് അവരുടെ അക്കംപ്ലിഷ്മെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ, അവരൊന്നും നേടിയില്ലെങ്കിൽ, വലിയൊരു സ്മാരകം പണി അവർക്ക് വെച്ചില്ലെങ്കിലൊന്നും നീ അവനെ കളിയാക്കാൻ പാടില്ല. ദ പീലിംഗ് ആന്തം സ്വെൽസ് ദ നോട്ട് ഓഫ് പ്രൈസ്. അതായത് മാത്രമല്ല ആ ആൾക്കാർ മരിക്കുമ്പോഴത്തേക്ക് വലിയ ആൾക്കാർ മരിക്കുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്, ഒരുപാട് ആൾക്കാർ മോണേഴ്സ് കാണും എന്ന് വെച്ച് കഴിഞ്ഞാൽ കരയുന്ന വ്യക്തികൾ കാണും, ഇഷ്ടപ്പെട്ടവർ കാണും. ആ ഇഷ്ടപ്പെട്ടവർ അവൻ വലിയവനായിരുന്നു, വലിയ രാജാവായിരുന്നു, വലിയ പൈസക്കാരനായിരുന്നു, പണക്കാരനെന്ന് ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഓരോ ആൾക്കാർ എന്ത് ചെയ്യും, ചിലപ്പം ആ ശവത്തിൻ്റെ അല്ലെങ്കിൽ ശവക്കല്ലറയുടെ അടുത്തിരുന്നിട്ട് കരയുമായിരിക്കും. അവർ മരിച്ചതിന് ശേഷവും കരയുമായിരിക്കും. അങ്ങനെ ചിലർക്ക് അങ്ങനെ ആരും കാണത്തില്ല. ചിലപ്പോൾ ഒരു വ്യക്തികൾ പോലും അവരുടെ പേര് കരയാൻ കാണത്തില്ല. ചില വ്യക്തികൾ കരയാൻ കാണുമെങ്കിലും അവർ എന്താ പറയുന്നത്, നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഭയങ്കര അക്കംപ്ലിഷ്മെൻ്റ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് അവർക്ക് കരഞ്ഞ് പറയാൻ കാണത്തില്ലായിരിക്കും. അപ്പോൾ അങ്ങനെ കരഞ്ഞ് പറയാൻ കാണാത്ത വ്യക്തികളെ കാണുമ്പോൾ നീ എന്ത് ചെയ്യാൻ പാടില്ല? നീ ഇങ്ങനെ നിൻ്റെ ഭയങ്കര പ്രൗഡായിട്ടുള്ള നീ അവനെ കളിയാക്കാൻ പാടില്ല. പൊതുവെയുള്ള സമൂഹത്തിനെ പറയുകയാണ്, മറ്റുള്ളവരെ പറയുകയാണ്, അവരെ നിങ്ങൾ കളിയാക്കാൻ പാടില്ല. അവർ പാവപ്പെട്ടവരായിട്ട് ജീവിച്ച് പാവപ്പെട്ടവരായിട്ട് മരിച്ച വ്യക്തികളാണ്. അതാണ് 4 ലൈൻസ്. ഇനി നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ക്യാൻ ഓൺ ഡെക്കറേറ്റഡ് വിത്ത് ഈവൻസ് ഫ്രം ദ ഡെഡ് പേഴ്സൺ ലൈഫ് ഓർ എ ലൈഫ് ലൈക്ക് സ്കൾപ്ചർ ഓഫ് ദെയർ ഹെഡ്. ഊണെന്ന് വെച്ചാൽ എന്താടേ ഊണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിതാഭസ്മത്തിൽ കൊണ്ടുവന്ന് അതിനെ ഊണെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പാത്രം. അപ്പോൾ ആ ഒരു ചിതാഭസ്മത്തിൽ എന്താ പറയുക, ഭയങ്കര ഈവൻസ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച, അല്ലെങ്കിൽ ആ ഒരു പാത്രത്തിൽ എന്താ പറയുന്നത്, ആ ഒരു മരിച്ചുപോയ മനുഷ്യൻ്റെ ജീവിത കാര്യങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രത്യേക ഒരു പരിഗണന ആ ഒരു പാത്രം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവരെ പറ്റിയുള്ള ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ, ചിത്രപ്പണികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? ഇപ്പം അവരെ അവരെ വലിയ രീതിയിൽ കാണിച്ചാൽ അവർ മരണത്തിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഒരു പാത്രത്തിൽ അവരെ പറ്റി വലിയ രീതിയിൽ സ്കൾപ്ചേഴ്സ് പോലത്തുള്ള ഡെക്കറേറ്റ് ചെയ്ത് അവരുടെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അവരെ ഒരിക്കലും നമുക്ക് അവിടെ തിരിച്ച് ആ ഒരു മരണത്തിൽ നിന്ന് തിരിച്ച് കൊണ്ടുവരാൻ പറ്റത്തില്ല.
ഐ ക്യാൻ ഹോണേഴ്സ് വോയിസ്, അതാണ് ആ ക്യാൻ സ്റ്റോറിയുടെ തൊട്ട് ഫ്ലീറ്റിംഗ് ബ്രത്ത് വരെ പറയുന്നത്. ക്യാൻ സ്റ്റോറിയുടെ ഓൺ ഓർ അനിമേറ്റഡ് ബസ്റ്റ് ബാക്ക് സ്ട്രീറ്റ്സ് മാൻഷൻ ക്ലോൾ ദി ഫ്ലീറ്റിംഗ് ബ്രത്ത്. അവരുടെ ബ്രത്ത് കൊണ്ടുവരാൻ പറ്റുമോ? ആ മരിച്ചുപോയ മനുഷ്യൻ്റെ എന്താ പറയുന്നത് ശ്വാസം, അതും മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ശ്വാസം നിലയ്ക്കുമല്ലോ, ആ ശ്വാസം തിരിച്ചു കൊണ്ടുവരാൻ ഈ ഓണിനെ കൊണ്ട് പറ്റുമോ എന്ന് പോയിട്ട് നമ്മളോട് ചോദിക്കുകയാണ്. ക്യാൻ ഹോണേഴ്സ് വോയിസ് പ്രൊവോക്ക് ദ സൈലൻറ്റ് ഡെത്ത്. അതായത് ഹോണർ, പ്രൗഡി, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഹോണറിൻ്റെ ബഹുമതി, യശസ്, അതൊക്കെ എന്താ പറയുന്നത്, അതൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ? അതൊക്കെ ആ മനുഷ്യ ബഹുമതി യശസ്സൊക്കെ, ആ മനുഷ്യൻ്റെ ബഹുമതി യശസ്സൊക്കെ തിരിച്ച് ആ മരിച്ചുപോയ മനുഷ്യനെ തിരിച്ച് എന്താ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നോ? ഇല്ല. ഫ്ലാറ്ററി എന്ന് വെച്ചാൽ എന്താണ്? ഫ്ലാറ്ററി എന്ന് വെച്ചാൽ കപടസ്തുതി അല്ലെങ്കിൽ വ്യാജസ്തുതി. സ്തുതി പാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ സ്തുതി പാടുകയാണെങ്കിൽ മരണത്തിനോട് പറയാൻ പറ്റുമോ? സ്തുതി പാടിക്കൊണ്ടിരിക്കുക, മരണമേ നീ വരലില്ല, ഒരിക്കലും നീ വരല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റത്തില്ല. അപ്പം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്താലും, ഒരു സാരാംശം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഡെത്ത് എന്ന് പറയുന്നത് ഇന്നവിറ്റബിളാണ്, അത് നടക്കുന്ന ഒരു സംഭവമാണ്. വേറെ ഒന്നും നടന്നില്ല. ഇപ്പം നിങ്ങൾ പണക്കാരനാവുകയോ പാവപ്പെട്ടവനാവുകയോ പൂവറാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും റിച്ച് ആവുകയോ, ഓക്കെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അച്ചീവ്മെൻറ്റ് നടത്തുകയോ, അതൊക്കെ എന്താ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ കാറ് മേടിക്കുക, ബൈക്ക് മേടിക്കുക, അതൊക്കെ ചിലപ്പോൾ നടക്കത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ബട്ട് മരണം, ഡെത്ത് എന്ന് പറയുന്നത് നമുക്ക് കൺഫേം ആയിട്ടും 10% ഷുവറിൽ പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഡെത്ത് ഉറപ്പായിട്ടും വരും. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ചെയ്ത് കഴിഞ്ഞാൽ ഡെത്ത് വരാതിരിക്കത്തൊന്നുമില്ല, അത് വരിക തന്നെ ചെയ്യുമെന്നാണ് ആര് പറയുന്നത്, പോയിട്ട് ആ ലൈൻസിലൂടെ പറയുന്നത്. അടുത്ത, പെർഹാപ്സ് ഇൻ ദിസ് നെഗ്ലക്റ്റഡ് സ്പോട്ട് ഈസ് ലെയ്ഡ് സം ഹാർഡ് വൺസ് പ്രഗ്നൻറ്റ് വിത്ത് സെലസ്റ്റിയൽ ഫയർ ആൻഡ് ഹാൻഡ്സ് that the road of empire might have swayed or the weight or to act to see the living layer. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നെഗ്ലക്റ്റഡ്, ആരും എന്താ പറയുക ശ്രദ്ധിക്കാതെ കിടക്കുന്ന ആ ഒരു ഗ്രൗണ്ടിൽ ആര് ബറി ചെയ്തിട്ടുണ്ട്? ലെയ്ഡ് എന്ന് വെച്ചാൽ അവിടെ ബറി ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ സംസ്കരിച്ചിട്ടുണ്ട്. someone who has once passionately filled with a heavenly fire. അതായത് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു സാരാംശം പെട്ടെന്ന് പറയാം എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അവിടെ എന്താ പറയുന്നത്, ഇവിടെ മരിച്ചു കിടക്കുന്ന ഈ വ്യക്തികൾ, നിങ്ങൾ ഈ വില്ലേജസ്, ചർച്ച്, കൺട്രി എന്നൊക്കെ പറഞ്ഞ ഈ സ്ഥലത്ത്, ഈ ഒരു പ്രദേശത്ത്, ഈ ഗ്രാമപ്രദേശത്ത് ഇന്ന് ഇവിടെ ഈ സംസ്കരിച്ചിരിക്കുന്ന ഈ വ്യക്തികളിൽ എന്താ പറയുന്നത്, ഒരുപാട് പ്രൗഢിയോടെ ജീവിച്ച രാജാക്കന്മാർ കാണും, അല്ലെങ്കിൽ പോയറ്റ്സ് കാണും, മ്യൂസീഷ്യൻസ് കാണും, വളരെ പ്രൗഢിയായിരുന്ന, വളരെ ഭയങ്കര കഴിവുള്ള, ടാലൻറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ അവിടെ കാണുമെന്നാണ് പോയിട്ട് പറയുന്നത്. നമുക്കറിയില്ല അവിടെ അടിയിൽ ആരെ കിടക്കുന്നതെന്ന്. നിങ്ങൾ ശ്മശാനത്തിൽ പോയി നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം അവിടെ ആരൊക്കെ എന്തുവാ അടക്കിയിട്ടുണ്ടെന്ന്? ഇല്ല, ഒരിക്കലും അറിയത്തില്ല. ഇവിടെ അടക്കിയിട്ടുള്ളത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ചിലപ്പം അവിടെ ഒരു വലിയ ഭരണാധികാരി ആയിരിക്കും അടക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യനെ ആയിരിക്കാം, അല്ലെങ്കിൽ പോയറ്റിനെ ആയിരിക്കാം. ഓക്കെ, അതാണ് പറയുന്നത് സം ഹാർഡ് വൺസ് പ്രഗ്നൻറ്റ് വിത്ത് സെലസ്റ്റിയൽ ഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, വളരെ പ്രൗഢിയോടെ ജീവിച്ചിരുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ എന്താ പറയുന്നത് റോഡ് ഓഫ് എംപയർ എന്ന് വെച്ചാൽ ഒരു കാലത്ത് ഇവിടെ ഭരിച്ചിരുന്ന ഒരു എംപയർ ആകാം, ചക്രവർത്തിയാകാം, അല്ലെങ്കിൽ വാക്ട് എക്ടസി ഓഫ് ദ ലിവിങ് ഹയർ. അതൊക്കെ ആ പോയറ്റിനെ പറ്റി പറയുന്ന, മ്യൂസീഷ്യൻസിനെ പറ്റി പറയുന്നതാണ് ആ സെൻറ്റൻസുകൾ. മ്യൂസിക്കും പോയട്രിയും കൊണ്ടുവച്ച വ്യക്തികളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല അവിടെ ആരെയാണ് അടക്കിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അത്രയാണ് ആ ലൈൻസിൻ്റെ അർത്ഥം. ഇനി പറയുകയാണ് നോളജ് ടു ദെയർ ഐസ് ഹെയർ ഹാമ്പിൾ പേജ്. ആമ്പിൾ പേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമ്പിൾ എന്ന് പറഞ്ഞാൽ ധാരാളിത്തം, ഒരുപാടുള്ളതെന്നൊക്കെ അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് എന്താ പറയുന്നത് എഡ്യൂക്കേഷൻ ഒന്നും കിട്ടി കാണത്തില്ല. അവർക്ക് നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് എന്താ പറയുന്നത് വായിക്കാനോ എഴുതാനോ ഒന്നും അവർക്ക് പറ്റി കാണത്തില്ല. എഡ്യൂക്കേഷൻ ഒന്നും അവർക്ക് കിട്ടി കാണത്തില്ല, അറിവ് കിട്ടി കാണത്തില്ല, നോളജ് കിട്ടി കാണത്തില്ല. റിച്ച് വിത്ത് ദ സ്പോയിൽസ് ഓഫ് ടൈം ഡിഡ് നെവർ റോൾ എന്ന് വെച്ചാൽ അവർക്ക് എന്താ പറയുന്നത് ഹിസ്റ്ററിയെ പഠിക്കാനോ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പഠിക്കാനുള്ള കാര്യങ്ങളൊന്നും, അവർക്ക് അറിവുകളൊന്നും കിട്ടിക്കാണത്തില്ല. ചിൽ പെന്യൂറി എന്ന് വെച്ചാൽ ദാരിദ്ര്യയുടെ എന്ന് വെച്ചാൽ കോൾഡായിട്ടുള്ള ദാരിദ്ര്യം, വളരെ വളരെ വീക്കായിട്ടുള്ള ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മ. ആ ഒന്നുമില്ലായ്മ അവരുടെ ഇൻസ്പിറേഷനെ, നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ, എന്തിനും നമുക്കൊരു വിശ്വാസവും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ദാരിദ്ര്യം അവർക്ക് എന്തിനോടുള്ള ആ ഒരു ആസക്തിയെല്ലാം നഷ്ടപ്പെടുത്തി. ആൻഡ് ഫ്രോസ്, ശമിപ്പിച്ചു എന്ന് വെച്ചാൽ തണുപ്പിച്ചു, മരവിപ്പിച്ചു. അവരുടെ ക്രിയേറ്റീവ് പാർട്സ് ഓഫ് ദി മൈൻഡ്, അവരുടെ ക്രിയേറ്റീവ് പാർട്സ് ഉണ്ടല്ലേ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം ക്രിയേറ്റിവിറ്റി ഉണ്ട്. പുതിയത് കണ്ടുപിടിക്കാൻ, പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനുള്ള ക്രിയേറ്റീവ് മൈൻഡ് എല്ലാ മനുഷ്യനും ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള അങ്ങനെ ചിന്തിക്കാൻ പോലും ഈ ഒരു ദാരിദ്ര്യം കൊണ്ട് അവർക്ക് പറ്റിയിട്ടില്ല എന്ന് പറയുന്നത്. ഒരു ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കാനോ പുതിയ ചിന്തകൾ അവിടെയൊക്കെ മനസ്സിലേക്ക് വരാനോ ഒന്നും പറ്റിയിട്ടില്ല. അതാണ് ചിൽ പെന്യൂറി റിപ്രസ്ഡ് ദെയർ നോബ്ലേജ് ആൻഡ് റേജ് ആൻഡ് ഫ്രോസ് ദ ജീനിയൽ കറണ്ട് ഓഫ് ദ സോൾ. അതായത് ജീനിയൽ കറണ്ട് ഓഫ് ദ സോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, നമ്മുടെ ആത്മാവിനുള്ളൊരു കാര്യമാണ് ഈ ഒരു
ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അത് ഫ്രോസ് ചെയ്ത് കളഞ്ഞു. എന്ത് ഈ ചിൽപ്പിനൂറി എന്ന് വെച്ചാൽ കോൾഡ് പോവർട്ടി. അടുത്തത് ഫുൾ മെനിയെ ജെം തൊട്ട് ഡെസേർട്ട് എയർ വരെ. ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് ലൈൻ്റെ ഫുൾ മെനിയെ ജെം ഓഫ് പ്യൂറസ്റ്റ് റേസ് സെറീൻ ദ ഡാർക്ക് ഫാത്തം അൺഫാത്തംഡ് കേവ്സ് ഓഫ് ഓഷ്യൻ ബിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു മരിച്ചു കിടക്കുന്നവരെ ജെംസുമായിട്ട്, അതായത് രത്നങ്ങളുമായിട്ട് പവിഴങ്ങളുമായിട്ട് കമ്പയർ ചെയ്തേക്കുവാണ് പോയിട്ട് പറയാണ് നമ്മൾ രത്നങ്ങളും നമ്മൾ ചിലപ്പം കാണാമറയത്ത് കിടക്കുന്ന ഈ ഒരു സമുദ്രത്തിൻ്റെ അടിയിൽ കാണാത്ത ഒരുപാട് ഗുഹകൾ കാണും. ആ അകത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്ത രത്നങ്ങളും പവിഴങ്ങളും ഇങ്ങനെ ആരും കാണാതെ അവിടെ കിടപ്പുണ്ടായിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ആ വ്യക്തികൾ, അവിടെ ആ ബെറി ചെയ്തേക്കുന്ന, അവിടെ സംസ്കരിച്ചിരിക്കുന്ന ആ വ്യക്തികളും. അവർ ഇതേപോലുള്ള ജെംസുകളാണ്, പവിഴങ്ങളാണ്. അവർക്ക് ഒരുപാട് കലകളുണ്ടായിരുന്നു, കലാവാസനകളുണ്ടായിരുന്നു, ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണ്. അവർ എന്താ പറയുന്നത്, അവർ ചിലപ്പം കാണാമറയത്ത് കിടക്കുന്ന ജെംസിനെ പോലെ തന്നെയാണ് അവരിപ്പോൾ ലൈറ്റ് ഒന്നും കണ്ടു കാണത്തില്ല. അവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ലായിരുന്നു. ഓക്കെ, ഇപ്പം നമുക്കാണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഏതിനും എന്താ പറയുക, നമുക്കൊരു കഴിവുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ അഭിനയിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇപ്പം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അപ് ടു ഡേറ്റ് അറിയുന്നു. നമ്മൾ ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്ന് നമുക്ക് സോഷ്യൽ മീഡിയ വഴി കാണിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് അന്ന് പണ്ടില്ലായിരുന്നു എന്നാണ് കവി പറയുന്നത്. അതുകൊണ്ട് അവരെന്താ പറയുന്നത്, ഇതേപോലെ കാണാമറയത്ത് കിടക്കുന്ന ഓഷ്യൻസിൻ്റെ അകത്തുള്ള ഗുഹകളിൽ ഉള്ളിലുള്ള ജെംസിനെ പോലെ ആയിപ്പോയി അവർ. പിന്നെ പറയാണ് ഫുൾ മെനി എ ഫ്ലവർ ഈസ് ബോൺ ടു ബ്ലഷ് അൺസീൻ ആൻഡ് വേസ്റ്റ് ഇറ്റ് സ്വീറ്റ്നസ് ഓൺ ദ ഡെസേർട്ട് എയർ. അതായത് ഒരുപാട് ഫ്ലവേഴ്സ് എന്താ പറയുന്നത് നമ്മളറിയാതെ ബ്ലൂം ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വിരിഞ്ഞ് വരുന്നുണ്ട്. വേസ്റ്റ് ഇൻ ദെയർ ബ്യൂട്ടി ആൻഡ് സെൻറ്റ് ഓൺ എ ഡെസേർട്ട് പ്ലേസസ്. അതായത് മരുഭൂമിക്ക് അകത്തുള്ള മരീചികൾ നമ്മൾ കാണാത്ത ചിലപ്പം ഒരുപാട് എന്താ പറയുന്നത് ഫ്ലവേഴ്സ് വിരിയുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഡെസേർട്ട് അല്ലാന്ന് പറഞ്ഞാൽ മരുഭൂമി മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ പറയാം ഒരുപാട് നമ്മൾ കാണാൻ മറത്ത് കിടക്കുന്ന കാട്ടിൻ്റെ അകത്ത് എന്താ പറയുന്നത് ഒരുപാട് ഫ്ലവേഴ്സ് ഇങ്ങനെ വിരിയുന്നു, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് വിരിയുന്നു. അതുപോലെ തന്നെ അതെന്ത് ചെയ്യുന്നു, ഡീകേ ചെയ്ത് പോകുന്നു, നമ്മൾ കാണുന്നുമില്ല, ഒരു മനുഷ്യരും അറിയുന്ന പോലുമില്ല. അതുപോലെ തന്നെയാണ് ഇവരുടെ ജീവിതവും അങ്ങനെ ആയിരുന്നു. ഇവർ നല്ല ജെംസ് ആയിരിക്കാം, നല്ല ഫ്ലവേഴ്സ് ആയിരിക്കാം, ആ ഫ്ലവേഴ്സിൻ്റെയും ജെംസും പോലെ ആയിരിക്കും. പക്ഷേ ആരാലും കാണാതെ ശ്രദ്ധിക്കപ്പെടാതെ അവരിങ്ങനെ അതിൻ്റെ അകത്ത് കിടക്കുന്നു, ആ ഒരു ഗ്രേവി യാർഡിൽ അല്ലെങ്കിൽ ഒരു ചർച്ച് യാർഡിൽ കിടക്കുന്നു. അടുത്ത 57 തൊട്ട് 60 ലൈൻസ് വരെ ഇച്ചിരി ലെങ്തി ആയിട്ട് പോയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. 3 വ്യക്തികളുടെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. 1 ജോൺ ഹാംപ്റ്റൻ്റെ കാര്യം, 2 ജോൺ മിൽട്ടൻ്റെ കാര്യം, പിന്നെ ഒലിവർ ക്രോംവെല്ലിൻ്റെ കാര്യം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പം സം വില്ലേജ് ഹാംപ്റ്റൺ ദാറ്റ് വിത്ത് ടോൺലെസ് ബ്രസ്റ്റ് ദ ലിറ്റിൽ ടൈറൻറ്റ് ഓഫ് ഹിസ് ഫീൽഡ്സ് വിത്ത്സ്റ്റുഡ്. അതായത് ഇവിടെയുള്ള വില്ലേജേഴ്സ്, ഈ ബറി ചെയ്തേക്കുന്ന വില്ലേജേഴ്സ് അവരെന്താണ് അവർ ചിലപ്പം ജോൺ ഹാംപ്റ്റനെ പോലെ ഒരു വലിയ പൊളിറ്റീഷ്യൻ ആയിരിക്കാം. ഈ ജോൺ ഹാംപ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്ന ഒരു ഇംഗ്ലീഷ് ലാൻഡ് ഓണറാണ്, അതുപോലെ ഒരു പൊളിറ്റീഷ്യനാണ്. ചാൾസ് ഫസ്റ്റ് ഈ ടാക്സസ് ഇമ്പോസ് ചെയ്തപ്പോഴത്തേക്ക് അതിനെതിരായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ജോൺ ഹാംപ്റ്റൺ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം 1500 കാലഘട്ടങ്ങളിലാണ്, 1500 1532 കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നത്. അപ്പം ആ എന്താ പറയുന്നത് ആ സമയത്ത് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിന് ഇതിന് ശേഷം ഈ ഒരു ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതിനെതിരായിട്ട് ചാൾസ് ഫസ്റ്റിൻ്റെ എതിരായിട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം വലിയൊരു പോപ്പുലർ ഫിഗറായിട്ട് അന്നത്തെ സമയത്ത് ഇംഗ്ലണ്ടിൽ മാറി. ഓക്കെ, ജോൺ ഹാംപ്റ്റൺ. അപ്പം അതാണ് അവിടെ പറയുന്നത്. എന്താ പറയുന്നത്, സം വില്ലേജ് ഓഫ് ഹിയർ കുഡ് ഹാവ് ബീൻ ലൈക്ക് ദ പൊളിറ്റീഷ്യൻ ജോൺ ഹാംപ്റ്റനെ പോലെ ഒരു പൊളിറ്റീഷ്യൻ ആയിരിക്കുമായിരുന്നു ഇവിടുത്തെ വില്ലേജേഴ്സ്. അവരെന്താണ് എക്സെപ്റ്റ് ഓൺ എ മച്ച് സ്മാളർ സ്കെയിൽ. ജോൺ ഹാംപ്റ്റൺ ഇംഗ്ലണ്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ ഇവിടെയുള്ള വില്ലേജസ് ഇംഗ്ലണ്ട് മൊത്തം അറിയപ്പെടുന്നത്. അവിടെ അവർ കുറച്ച് ഇട്ടാവട്ടത്ത് ജീവിക്കുന്ന വ്യക്തികളായിരിക്കും. അവർ ഫിയർലെസ്ലി നല്ല എന്താ പറയുന്നത് ഒരു പേടിയും കൂടാതെ തൻ്റെ ലാൻഡ് ലോഡിനെതിരായിട്ട് പ്രവർത്തിച്ച് കാണുമായിരിക്കും. അദ്ദേഹത്തിൻ്റെ നീചമായിട്ടുള്ള പ്രവൃത്തികൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ച് കാണുമായിരിക്കും ഈ ഇവിടുത്തെ ഉള്ള വില്ലേജസ്. പക്ഷെ അവർ ആരാലും അറിയപ്പെടാതെ പോയി. ഹാംപ്റ്റൺ എല്ലാവരും അറിഞ്ഞൊരു വ്യക്തിയാണ് ജോൺ ഹാംപ്റ്റൺ. ചില ആൾക്കാർ സം മ്യൂട്ട് ഇൻഗ്ലോറിയസ് മിൽട്ടൺ ഹിയർ മേ റെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ചില വ്യക്തികൾ ജോൺ ഹാംപ്റ്റനെ കൂട്ടുക മാത്രമല്ല, ചില ആൾക്കാർ ജോൺ മിൽട്ടനെ കൂട്ടായിരിക്കും. ജോൺ മിൽട്ടനെ പറയേണ്ട ആവശ്യമില്ലല്ലോ, പാരഡൈസ് ലോസ്റ്റ്, പാരഡൈസ് റീഗെയിൻഡ് എഴുതിയ വ്യക്തികളാണ്. തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഓണിംഗ് ഹിസ് ബ്ലൈൻഡ്നെസ് എല്ലാം ജോൺ മിൽട്ടൻ്റെ കാര്യം പറയുകയാണ്. അപ്പം ചില ആൾക്കാർ ഇവിടെ ജീവിച്ചിരുന്ന ആൾക്കാർ ജോൺ മിൽട്ടനെ കൂട്ടായിരിക്കാം, പക്ഷേ ഫെയിംലെസ് ആയിരിക്കും, ആരാലും അറിയപ്പെടാതെ കീർത്തിയൊന്നും പെടാതെ ഒരു അംഗീകാരം കിട്ടാതെ പോയ ജോൺ മിൽട്ടൺ ആയിരിക്കാം. ജോൺ മിൽട്ടൺ അങ്ങനെയല്ല, ഹീസ് ക്വൈറ്റ് ഫെയിം. ഓക്കെ, ഇവിടുത്തെ ജോൺ മിൽട്ടൺ എന്ന് പറയുന്നത് ജോൺ മിൽട്ടണായിട്ട് കമ്പയർ ചെയ്യുകയാണ്. ഇവിടുത്തെ മിൽട്ടന്മാർ എന്താ പറയുന്നത് ഫെയിംലെസ് ആണ്, അവർ ആരാലും അറിയപ്പെടാതെ പോയ വ്യക്തിയാണ്.
അപ്പോൾ ജോൺ മിൽട്ടൺ ആരാ? ദ റിനൗണ്ട് അറിയപ്പെട്ട റിനൈസൻസ് പോയറ്റാ. ആര് എന്തെഴുതിയത്? പാരഡൈസ് ലോസ്റ്റ്, പാരഡൈസ് റീഗെയിൻഡ് ഒക്കെ എഴുതിയ വ്യക്തിയാണ്. ബിക്കോസ് ഹീ നെവർ ലേൺ ടു റൈറ്റ്. അത് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ആയിപ്പോയത്, ഫെയിംലെസ് ആയിപ്പോയത്, സൈലൻ്റ് ആയിപ്പോയത്? അവർക്ക് എഴുതാൻ അറിയാത്തതുകൊണ്ട് അവർ ജോൺ മിൽട്ടൺ ഒന്നും ആകാതെ പോയി. നമ്മൾ പറയത്തില്ലേ, അന്ന് നമ്മളിങ്ങനെ നല്ല പഠിക്കാനൊന്നും പോയില്ല, ഇല്ലെങ്കിൽ നമ്മൾ വല്ല അഭിനയിക്കാനൊന്നും പോയില്ല, അല്ലെങ്കിൽ നമ്മൾ വല്ല ഷാറൂഖ് ഖാനോ കുഞ്ചാക്കോവനോ ആയി പോയേനെ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഇവരന്ന് എഴുതാനൊന്നും പോവാത്തതുകൊണ്ട്, എഡ്യൂക്കേഷനൊന്നും കിട്ടാത്തതുകൊണ്ട് അവർ ജോൺ മിൽട്ടന്മാരൊന്നും ആയില്ല. ആൻഡ് സം ക്രോംവെൽ ഗിൽറ്റ്നെസ് ഓഫ് ഹിസ് കൺട്രി ബെൽറ്റ്. ഇനി ക്രോംവെലുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്, ഇംഗ്ലീഷ് ഡിക്റ്റേറ്ററായ ഒലിവർ ക്രോംവെലുമായിട്ട്. ഈ ഒലിവർ ക്രോംവെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊട്ടുമുമ്പ് ജോൺ ഹാംപ്റ്റൻ്റെ കാര്യം പറഞ്ഞില്ലേ, ജോൺ ഹാംപ്റ്റനെ കൂട്ട് തന്നെ കിങ് ചാൾസ് ഫസ്റ്റിന് എതിരായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ഒലിവർ ക്രോംവെൽ. അപ്പം കിങ് ചാൾസ് ഫസ്റ്റിൻ്റെ മരണത്തിന് ഒരു കാരണക്കാരിൽ ഒരാൾ കൂടിയാണ് ആര്? ഒലിവർ ക്രോംവെൽ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ അവർ എന്താ പറയുന്നത്, ഒലിവർ ക്രോംവെലൊന്നും ആയില്ല. അതെന്തുകൊണ്ടാണ്? അവർ പുവറായതുകൊണ്ട്, അവർ പാവപ്പെട്ടവനുണ്ട്, പവർ ഇല്ലാത്തവനായതുകൊണ്ട്, പവർലെസ് ആയതുകൊണ്ട് അവർക്ക് ഒരിക്കലും ഒരു ഇംഗ്ലീഷ് പീപ്പിളിനെ കൊല്ലാനുള്ള ഒരു എന്താ പറയുന്നത് ഒരു റൂത്ത്ലെസ്നെസ്സും അവർക്ക് കിട്ടിയില്ല. ക്രോംവെൽ ചെയ്ത പോലെ ക്രോംവെൽ ഇംഗ്ലീഷ് പീപ്പിൾസിനെ കൊന്നിട്ടുണ്ട്. അപ്പം അതുപോലൊന്നും ആർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഇവർ പാവപ്പെട്ടവരായിപ്പോണ്ട്, ഇവർ പണക്കാരനല്ലാത്തതുകൊണ്ട്. അത്രേ ഉള്ളൂ എൻ്റെ അലയൻസിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അടുത്തത് the ability to have the Senate applaud you, the ability to scope the dangers of suffering and defeat, the chance to spread wealth throughout a happy country. So, chance to live a life so influential that one's biography is reflected in an entire nation. ലൈൻസിന് സമ്മറിയാണ് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള വ്യക്തികളെ പറ്റി പറയാനാണ്. അവർക്ക് എന്താണ്? എബിലിറ്റി ടു ഹാവ് ദ സെനറ്റ് അപ്ലോഡ് ചെയ്യും. സെനറ്റ് നമുക്കറിയാലോ, എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിലെ സെനറ്റുകൾ എന്നൊക്കെ കേട്ടില്ല, അല്ലെങ്കിൽ ഒരു രാജകൊട്ടാരത്തിലെ സെനറ്റ് അംഗങ്ങൾ, മെമ്പേഴ്സ്. ആ മെമ്പേഴ്സ് നിങ്ങളുടെ കഴിവ് കൊണ്ട് കൈയടിക്കുമായിരിക്കും, അപ്ലോഡ് ചെയ്യുമായിരിക്കും, പ്രശംസിക്കുമായിരിക്കും. ദ എബിലിറ്റി ടു സ്കോപ്പ് അറ്റ് ദ ഡേഞ്ചേഴ്സ് ഓഫ് സഫറിങ് ആൻഡ് ഡിഫീറ്റ്. അതായത് പ്രശ്നം വരുമ്പോൾ, ഡിഫീറ്റ്നെസ് വരുമ്പോൾ, അല്ലെങ്കിൽ വിഷമോ ദുരന്തങ്ങളോ ഒക്കെ വരുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്, ഡേഞ്ചേഴ്സിനെ, വിഷമങ്ങളും ദുരന്തങ്ങളുമുള്ള ആ ഒരു അപകടങ്ങളെ എന്താ പറയുക, നിന്ദിക്കാനുള്ള നിങ്ങളുടെ കഴിവ്, ദ ചാൻസ്, അതാണ് ദ ത്രെഡ്സ് ഓഫ് പെയിൻ ആൻഡ് റൂയിൻസ് ടു ഡിസ്പൈസ് ആൻഡ് ടു സ്കാറ്റർ ദ പ്ലെൻറ്റി ഓവർ എ സ്മൈലി ഹാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ചാൻസ് ടു സ്പ്രെഡ് വെൽത്ത് ത്രൂ ഔട്ട് എ ഹാപ്പി കൺട്രി. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ധനമുണ്ട്, ആ ധനം രാജ്യമെമ്പാടെ വിതരണം ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ്, അല്ലെങ്കിൽ പല ആൾക്കാർക്ക് അവരുടെ പ്രശ്നങ്ങൾക്ക് കൊടുക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ മറ്റുള്ള ഫ്രണ്ട്സിന് കൊടുക്കാനുള്ള കഴിവ്. നിങ്ങൾക്ക് ആ പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യുക, നിങ്ങൾ പിന്നെ എൻജോയ് ചെയ്യുമല്ലേ. പണം ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ, വെൽത്ത് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ, അതാണ് ടു സ്കാറ്റർ പ്ലെൻറ്റി ഓവർ എ സ്മൈലിംഗ് ലാൻഡ് ആൻഡ് റീഡ് ദെയർ ഹിസ്റ്ററി ഇൻ എ നേഷൻ സൈസ്. ദ ചാൻസ് ടു ലിവ് എ life so influential that one's biography is reflected in an entire nation. അതായത് ഒരാളുടെ ജീവിതം വളരെ ഇൻഫ്ലുവൻഷ്യൽ ആണെങ്കിൽ, വളരെ വെൽത്ത് കൊണ്ടും പ്രതാപത്താലും ധനത്താലും എല്ലാ പ്രൗഢിയോടെയും നിറഞ്ഞു നിൽക്കുന്ന ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ബെറ്ററാണ്. അതുപോലെ അവർ ഒരു രാജ്യത്തിൻ്റെ ഇപ്പം തന്നെ നമ്മൾ ടാറ്റ എടുക്കുക, അല്ലെങ്കിൽ അംബാനി എടുക്കുക, അവരുടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോഗ്രഫി തന്നെ ഇപ്പം നമ്മൾ വിക്കിപീഡിയയിലുണ്ട് അല്ലേ, അവരുടെ ബയോഗ്രഫി വിക്കിപീഡിയയിലുണ്ട്. അവരെപ്പറ്റി അവർ നാളിന് മരിച്ചു കഴിഞ്ഞാൽ ആ ബയോഗ്രഫി അവിടെ തന്നെ കാണുകയും ചെയ്യും. അവർ രാജ്യത്തിൻ്റെ സമ്പത്തിന് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്ത വ്യക്തികളായിരിക്കാം, ഇൻഫ്ലുവൻഷ്യൽ ആയിരിക്കാം, വളരെ ഇൻഫ്ലുവൻസ് ഉള്ള വ്യക്തികളായിരിക്കാം. അപ്പം ഇതൊക്കെ എന്ത് ചെയ്യും, ഒരു രാജ്യത്ത് നിന്നുള്ള വ്യക്തിയെന്ന രീതിയിൽ അവനെ ആ വ്യക്തിയെ ചൂണ്ടിക്കാട്ടും, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിൽ, അക്കംപ്ലിഷ്മെൻറ്റ്, നമ്മൾ തൊട്ടുമുമ്പേ പറഞ്ഞ അക്കംപ്ലിഷ്മെൻറ്റ്സ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് പാവപ്പെട്ടവൻ്റെ ഗുഡ് തിങ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാവപ്പെട്ടവൻ്റെ പോസിറ്റീവ് സൈഡ്സ് എന്ന് പറയുന്നത്. അവന് ഇങ്ങനത്തുള്ള കഴിവുകളുണ്ട്, എബിലിറ്റീസ് ഉണ്ട്. ഇനി തൊട്ടടുത്ത ലൈൻസിൽ പറയുകയാണ്, The Lord forbade nor circumscribed alone their growing virtues. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ദീസ് തിങ്സ്, പറഞ്ഞ തൊട്ട് മുമ്പത്തെ സ്റ്റാൻസിൽ പറഞ്ഞ എല്ലാവിധ കാര്യങ്ങളും പാവപ്പെട്ടവൻ്റെ ചെയ്യുന്ന വ്യക്തികളുടെ പോവർട്ടി പ്രിവെൻറ്റ് ചെയ്തു. പോവർട്ടി അവരുടെ ദാരിദ്ര്യം ഇതിനെല്ലാം അകറ്റി നിർത്തി. ഈ എബിലിറ്റി അവർക്ക് കിട്ടേണ്ട ഈ എബിലിറ്റി എല്ലാം അകറ്റി നിർത്തി എന്നാണ് പറയുന്നത്. ദാരിദ്ര്യം കാരണം അവർക്കൊന്നും സാധിക്കാൻ പറ്റിയില്ല. നോട്ട് ഓൺലി ഡിഡ് പോവർട്ടി, അതായത് നോർ സർക്കംസ്ക്രൈബ്ഡ് അലോൺ, നോട്ട് ഓൺലി പോവർട്ടി പ്രിവെന്റ് ദം ഫ്രം ഡെവലപ്പിംഗ് ദെയർ ടാലൻസ് ബട്ട് ഇറ്റ് ഓൾസോ പ്രിവെന്റഡ് ദം ഫ്രം കമ്മിറ്റിംഗ് എനി അട്രോസിറ്റീസ്. അതുപോലെ അട്രോസിറ്റീസ് എന്ന് പറഞ്ഞാൽ പൈശാചികമായിട്ടുള്ള കാര്യങ്ങൾ. ഈ പോവർട്ടി അവരെ നല്ല കാര്യങ്ങളിൽ നിന്ന് മാത്രമല്ല വിലക്കിയത്,
നീചമായിട്ട് പ്രവൃത്തികളിൽ നിന്നും വിലക്കി. എന്ന് വെച്ചാൽ പാവപ്പെട്ടവൻ എന്ത് ചെയ്യുക, പണക്കാരൻ്റെ ഇല്ലെങ്കിൽ ഇതെല്ലാം ഇരിക്കുന്നത്. പണക്കാരൻ എന്തുമാവാം, പൈസ ഉള്ളവൻ എന്തുമാവാം, പാവപ്പെട്ടവൻ ഒന്നും ആകാൻ പാടില്ല. നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതല്ലേ. അപ്പം അതെന്ത് ചെയ്തു, അവർ ടാലൻറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിൽ നിന്ന് അവരെ വിലക്കി. അതുപോലെ തന്നെ അവർക്ക് അഹങ്കാരം കാണിക്കുന്നതിൽ നിന്നും അവരെ വിലക്കി. അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവന് പൈസ ഇല്ലാത്തവനാണ്, അവൻ എവിടെയെങ്കിലും എന്താ പറയുക മൂലക്കിരിക്കേണ്ടവനാണ്. ഓക്കെ, പണമുള്ളവന് അട്രോസിറ്റീസ് കാണിക്കാം, പാവപ്പെട്ടവന് അട്രോസിറ്റി കാണിച്ചു കഴിഞ്ഞാൽ അവിടെ നിയമം വരും. ഓക്കെ, and to scatter plenty forbade to wade through a slaughter to a throne, and so it prevented from killing countless people in order to gain power in the process and giving upon any sense of human rights. അവരെ എന്ത് പ്രിവെൻറ്റ് ചെയ്തു, എന്തിൽ നിന്ന് ഈ പോവർട്ടി പ്രിവെൻറ്റ് ചെയ്തു? ആളുകളെ കൊല്ലുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്തു. പണക്കാരൻ എന്ത് ചെയ്യുന്നു, അവനെ മേടിച്ചിപ്പം ഡോണുകളൊക്കെ കണ്ടിട്ടില്ല നമ്മൾ സിനിമകളിൽ കാണുമ്പോൾ. ഡോൺ അവരെന്ത് ചെയ്യും, പവറിൽ റീഗെയിൻ ചെയ്യുക, പവറിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മറ്റുള്ളവരെ കൊല്ലും. മറ്റുള്ളവരെ കൊന്നിട്ടാണ് അവരവിടെ സർവൈവ് ചെയ്യുന്നത്. സർവൈവലാണ് അവരുടെ ഏറ്റവും വലിയ പോളിസി എന്ന് പറയുന്നത്. അപ്പം എന്ത് ചെയ്യുന്നു, അവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഇങ്ങനെ എന്താ പറയുന്നത് ആളുകളെ കൊല്ലേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അത് ഒരു പോസിറ്റീവ് നെഗറ്റീവ് സൈഡായിട്ട് രണ്ടും തമ്മിൽ നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് എടുക്കാം കേട്ടോ. ആൻഡ് ഷട്ട് ദ ഗേറ്റ്സ് ഓഫ് മേഴ്സി ഓൺ മാൻകേറ്റ് ആൻഡ് ഇൻ ദ പ്രോസസ് ഗിവിങ് അപ്പോൺ എനി സെൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ, ഈ കൊല്ലുന്ന ഈ പ്രോസസ്സിലൂടെ എന്താ പറയുന്നത്, അവർ ഹ്യൂമൻ റൈറ്റ്സിനെ എന്ത് ചെയ്യുന്നില്ല, വിരുദ്ധമായിട്ട് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ എതിരായിട്ട് നിൽക്കുന്നൊന്നുമില്ല. അപ്പം ഈ ഒരു പോവർട്ടി കാരണം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പണക്കാരന് ഇതെല്ലാം ചെയ്യാം, പണക്കാരന് ഇതെല്ലാം ചെയ്യാം. അത് ചിലപ്പോൾ എവനും അനുഭവിക്കാൻ പറ്റിയേനെ, ഈ കാര്യങ്ങളൊക്കെ എവനും അനുഭവിക്കാൻ പറ്റിയേനെ. അതൊരു ഗുഡ് സൈഡായിട്ട് പറയുമല്ല, പണക്കാരൻ്റെ ഒരു പവർ കാണിക്കണം. ആ വെൽത്തുള്ള പീപ്പിളിൻ്റെ അല്ലെങ്കിൽ പവറുള്ള പീപ്പിളിൻ്റെ പവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പോയിട്ട് ഇത്രയും സെൻറ്റൻസുകൾ ഉപയോഗിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അടുത്ത സെൻറ്റൻസുകളിൽ പറയുന്നത്, അടുത്ത ലൈൻസുകളിൽ പറയുന്നത് എന്താ, ഈ ഒരു പോവർട്ടി കാരണം അവർക്ക് ഇത്തരത്തിലുള്ള തൊട്ട് മുമ്പത്തെ സ്റ്റാൻസുകളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. അവർക്ക് ഇങ്ങനെ ഈ ഒരു പീപ്പിളിന് എന്ത് ചെയ്യുക, തൻ്റെ ഗിൽറ്റ്നെസ്, അതായത് ഗിൽറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നീചമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് മറക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അതാണ് ദ സ്ട്രഗ്ലിംഗ് പാങ്സ് ഓഫ് കോൺഷ്യസ് ട്രൂത്ത് ടു ഹൈഡ് ടു ക്വൻച്ച് ദ ബ്ലഷസ് ഓഫ് ഇൻജീനിയസ് ഷെയിം. അവർക്ക് എന്ത് ചെയ്യേണ്ട, അവർക്ക് നാണക്കേട് അനുഭവിക്കേണ്ട കാര്യമില്ല. ഇപ്പം പണക്കാരനാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, പണക്കാരനാകുമ്പോഴത്തേക്ക് അഹങ്കാരം മൊത്തം എന്ത് വേണമെങ്കിലും കാണിക്കുമ്പോഴത്തേക്ക് നാളെ ഒരു നാൾ അത് അവനെ തന്നെ വിനയായിട്ട് മാറും. പൊളിറ്റീഷ്യൻസിന് കണ്ടില്ലേ, അവർ എന്ത് അഹങ്കാരം കാണിക്കുന്നത്. അപ്പം ആ അഹങ്കാരങ്ങൾക്ക് അവർക്ക് എന്താ പറയുന്നത്, തിരിച്ച് ഒരു നാൾ എന്താ പറയുന്നത് ആ ഒരു കേസ് എന്ന രീതിയിലൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഷെയിംനെസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇവർക്കതൊന്നും കിട്ടേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. കാരണം എന്താ പറയുക, പോവർട്ടി അതിനെയെല്ലാം പ്രിവെൻറ്റ് ചെയ്തു. ഈ വക കാര്യങ്ങളിൽ നിന്ന് അവരെ വിലക്കി, ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അവരെ വിലക്കി. ദേ നെവർ ഹാഡ് ടു ഹോണർ ദ റിച്ച് ആൻഡ് പ്രൗഡ് ആസ് ഇഫ് ഹോണറിങ് ഗോഡ്സ് വിത്ത് പോവർട്ടി. അതായത് അവർക്ക് ഒരിക്കലും എന്താ ചെയ്യേണ്ടത്, ഈ എന്താ പറയുന്നത് പണക്കാരൻ്റെ മുമ്പിൽ തല കുനിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പണക്കാരൻ്റെ മുമ്പിൽ തല കുനിക്കേണ്ട, വലുതായിട്ട് തല കുനിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ഏതുപോലെ ദൈവത്തിന് നമ്മൾ പോയട്രി കൊണ്ട്, പണ്ട് പോയട്രി ചെയ്യുമ്പോഴത്തേക്ക്, ഇപ്പോൾ മിൽട്ടൻ്റെ ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്സിൽ അദ്ദേഹം പോയട്രി കൊണ്ട് ദൈവത്തിനെ എന്താ പറയുക കീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ഡിവോഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോയട്രി അദ്ദേഹം യൂസ് ചെയ്തു. അപ്പം ഗോഡ്സിനെ പ്രൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോലെ അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നിട്ടില്ല. അവർക്കിങ്ങനെ റിച്ചിനെ ഭയങ്കര പ്രൗഡിയോടെ കാണിക്കേണ്ട ആവശ്യമൊന്നും ഈ വില്ലേജസിന് ആവശ്യം വന്നിട്ടില്ല. കാരണം അവരുടെ കാര്യത്തിൽ മാത്രം അവരുടേതായ ലോകത്ത് അവർ ഒതുങ്ങിക്കൂടി എന്നാണ് പറയുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, എന്താ പറയുന്നത്, ഈ പാവപ്പെട്ടവനാകുമ്പോഴത്തേക്ക് പണക്കാരനെ എന്താ പറയുന്നത് കീഴ്പ്പെട്ട് നിന്നല്ലേ പറ്റത്തുള്ളൂ. ഇത് സംഭവം എന്ന് വെച്ചാൽ നടക്കുന്നത് ഇത് ഈ വില്ലേജസിനെ പറ്റിയാണ് പറയുന്നത്. ഈ വില്ലേജസിൻ്റെ അവിടെ വലിയ പണക്കാരൊന്നുമില്ല. അവർ എന്താ പറയുന്നത് ഒരു ഐസൊലേറ്റഡ് ഏരിയയിലാണ് നിൽക്കുന്നത്. അത് തൊട്ടടുത്ത സെൻറ്റൻസിലാണ് പറയുന്നത്. അതായത് നിങ്ങൾക്കൊരു ഡൗട്ട് വന്നതാണ് ഇപ്പം ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക്. എന്താ പറയുന്നത്, അവർക്കിങ്ങനെ പണക്കാരൻ്റെ മുമ്പിൽ കുനിങ്ങി നിൽക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. പാവപ്പെട്ടനാണെങ്കിൽ പണക്കാരൻ്റെ മുമ്പിൽ ചിലപ്പോൾ ഒന്ന് കുനിയത്തില്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ച് കാണാം. അത് തൊട്ടടുത്ത ലൈൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും. So moving on, far from the madding crowds ignoble strife എന്ന് വെച്ചാൽ അധികാരമുള്ളവൻ്റെ, അതായത് ഫാർ ഫ്രം ദ ക്രൈസ്റ്റ് ഇമ്മോറൽ കോൺഫ്ലിക്ട്സ് ഓഫ് ദ റിച്ച് ആൻഡ് പവർഫുൾ. അപ്പോൾ അധികാരമുള്ളവൻ്റെ, ഇമ്മോറൽ നിന്ന് സ്വയം തെറ്റിദ്ധരിക്കുന്നവൻ്റെ, താൻ ഒരിക്കലും മരണത്തിന് കീഴ്പ്പെടില്ല എന്ന് വിചാരിക്കുന്ന അധികാരമുള്ള പണക്കാരൻ്റെ കരങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രവൃത്തികളിൽ നിന്ന് ദെയർ സോബർ വിഷസ് നെവർ ലേൺ ടു സ്ട്രേ. ഈ പാവപ്പെട്ടവർ എന്താ ചെയ്യുന്നത്, ഒരു സിമ്പിളായിട്ടുള്ള ലൈഫാണ് അവർ കൊണ്ടുപോയത്. അവർക്ക് കുറച്ച് ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. കുറച്ച് സീരിയസ് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ മാത്രം, സിമ്പിളായിട്ടുള്ള ആഗ്രഹങ്ങൾ മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ദെയർ സോബർ വിഷസ് നെവർ ലേൺ ടു സ്ട്രേ എലോങ് ദ കൂൾ സിക്യൂസ്റ്റേർഡ് വെയിൽ ഓഫ് ലൈഫ്. എന്ന് വെച്ചാൽ ഒരു കാമായിട്ടുള്ള ഈ ഒരു ഐസൊലേറ്റഡ് വാലിയിലാണ് അവർ ജീവിച്ചിരുന്നത്.
അവർ ജീവിച്ചിരുന്നത്. ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത നല്ല ശാന്തതയുള്ള ഈ ഒരു വാലിയിലാണ് അവർ ജീവിച്ചിരുന്നത്. ദേ കെപ്റ്റ് ദ നോയ്സ്ലെസ് ടെന്യൂർ ഓഫ് ദെയർ വേ, ദേ സ്റ്റക്ക് ടു ദെയർ ഓൺ ക്വൈറ്റ് വേസ്. അവർ അവരുടെ കാര്യങ്ങളിൽ മാത്രം നോയ്സില്ലാത്ത അവരുടെ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടി. അവർ വേറെ ആരെയും ശ്രദ്ധിക്കാനോ വേറെ ആരുടെ കാര്യങ്ങൾ തിരക്കാനോ വലിയ ലൈഫ് തുറന്ന് പ്രൗഡി ആയിട്ടുള്ള ലൈഫ് കൊണ്ടുപോകാനൊന്നും അവരാഗ്രഹിച്ചില്ല. അവരവരുടെ രീതിക്ക് മാത്രം ഒതുങ്ങിക്കൂടി എന്നാണ് ആ ലൈൻസിൽ പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഐസൊലേറ്റഡ് വാലിയിലാണ് നിൽക്കുന്നത്. അവിടെ ഇങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. അടുത്ത ഇറ്റ് ഈവൻ ദീസ് ബോൺസ് ഫ്രം ഇൻസൾട്ട് ടു പ്രൊട്ടക്റ്റ്. അതായത് ഈ മരിച്ചു കിടക്കുന്ന ഈ വ്യക്തികളുടെ ബോൺസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടോട്ടൽ ഡിസ്റെസ്പെക്റ്റിൽ നിന്ന് എന്ന് വെച്ചാൽ ബഹുമാനമില്ലായ്മയിൽ നിന്ന് രക്ഷ നിർത്താൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഈ മരിച്ചു കിടക്കുന്ന ആൾക്കാർ ഇപ്പോൾ ബോൺസ് ആയില്ലേ. അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു വേർഡ് മീനിങ് നോക്കുകയാണെങ്കിൽ തന്നെ എന്താ പറയുന്നത്, അവരുടെ എല്ലാം കഷ്ണമായില്ലേ, അല്ലെങ്കിൽ നട്ടെല്ല് എന്താ പറയുക രക്ഷിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, നമ്മുടെ മലയാളത്തിൽ ചൊല്ലുന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അവരുടെ ബോൺസ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു ടോട്ടൽ ഡിസ്റെസ്പെക്റ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്തിട്ടുണ്ട്. സം ഫ്രെയിൽ മെമ്മോറിയൽ ഈ സ്റ്റിൽ എറക്റ്റഡ് നൈ. തൊട്ടടുത്തായിട്ട് ആയിട്ട് നിയർ ബൈ ആയിട്ട് ഒരു മീഗർ മെമ്മോറിയൽ. മീഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശോഷിച്ച മെമ്മോറിയൽ, വലിയ പ്രൗഢിയൊന്നും ഇല്ലാത്ത ഒരു മെമ്മോറിയൽ അവർക്ക് വേണ്ടി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇറ്റ് ഹാസ് എങ്ങനെ എഴുതി വെച്ചേക്കുന്നത്, വിത്ത് അൺകൗണ്ട് rhymes and shapeless sculpture decked. It was poorly written in rhymes. എന്ന് വെച്ചാൽ വലിയ റൈമുകളൊന്നും പറയാൻ പറ്റത്തില്ല. ഇറ്റ് വാസ് poorly written rhymes എന്ന് വെച്ചാൽ വലിയ പ്രൗഢിയോടുള്ള ഭാഷകളൊന്നും അല്ല, പോയിറ്റിക് ലാംഗ്വേജ് ഒന്നും അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. പൂർലി മെയ്ഡ് സ്കൾപ്ചർ, അത് ഉണ്ടാക്കിയിരിക്കുന്ന വലിയ എന്താ പറയുക റിച്ച് ആയിട്ടുള്ള സ്കൾപ്ചർ വെച്ചിട്ടൊന്നുമല്ല, വലിയ ശില വെച്ചിട്ടൊന്നുമല്ല, ചെറിയ എന്താ പറയുക വലിയ കോസ്റ്റ്ലി അല്ലാത്ത ഒരു പുവറായിട്ടുള്ള ഒരു സ്കൾപ്ചർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഇംപ്ലോസ് ദ പാസിംഗ് ട്രിബ്യൂട്ട് ഓഫ് എ സൈ. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ആ കോർട്ട്യാർഡ് അല്ലെങ്കിൽ ചർച്ച് പാസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും അത് വായിച്ചാൽ, അവരെ പറ്റിയുള്ള ആ ലേഖ വായിച്ചാൽ ആരുടെയും കണ്ണുകൾ നിറയുമെന്നാണ് പോയിട്ട് പറയുന്നത്. ആരുടെയും കണ്ണുകൾ നിറങ്ങിപ്പോവും. വലിയ പ്രൗഢിയോടൊന്നും വലിയ എന്താ പറയുക വലിയ സംഭവത്തിലൊന്നുമല്ല അത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. തൊട്ടപ്പുറത്ത് ഒരു മെമ്മോറിയൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പക്ഷേ അത് ഒരു പാസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, അത് കണ്ട് പാസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കണ്ണുകൾ നിറയുമെന്നാണ് ആര് പറയുന്നത്, ഇവിടെ പോയിട്ട് പറയുന്നത്. അതാണ് 77 തൊട്ട് 80 ലൈൻസ് വരെയുള്ള അർത്ഥം എന്ന് പറയുന്നത്. സിമ്പിളാണ്. സോ അടുത്ത ലൈൻസ് എന്ന് പറയുന്നത് their name and their years spelt by the unlettered muse എന്ന് വെച്ച് കഴിഞ്ഞാൽ those people names, ആ മരിച്ചു കിടക്കുന്നവരുടെ നെയിംസ്, ആ മരിച്ചു കിടക്കുന്നവർ ജീവിച്ചിരുന്ന വർഷങ്ങൾ എല്ലാം ആര് എഴുതി വെച്ചിട്ടുണ്ട്, സംവൺ കാർവ്ഡ് ബൈ സംവൺ ഹു വാസ് ഇല്ലിറ്ററേറ്റ്. കൊത്തി വെച്ചേക്കുന്നത് ഒരു അക്ഷരാഭ്യാസമില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം. അൺലെറ്റേർഡ് മ്യൂസ്, ഒരു അക്ഷരാഭ്യാസമില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം. ദ പ്ലേസ് ഓഫ് ഫെയിം ആൻഡ് എലജി സപ്ലൈ. അവരെന്താണ് അത് ആ കാർവ് ചെയ്തേക്കുന്ന ആ സ്കൾപ്ചർ എന്താണ് കാണിക്കുന്നത്, സ്റ്റാൻഡ് ഇൻ പ്ലേസ് ഓഫ് ഫെയിം ആൻഡ് ലെങ്തി കമമറേഷൻ. അത് അവർക്ക് ഒരു പ്രശസ്തി എന്ന നിലയിലാണ് അതവിടെ നിൽക്കുന്നത്. ആ പ്രദേശത്ത് അവർക്ക് ഒരു പ്രശസ്തി എന്ന നിലയിലാണ് അത് നിൽക്കുന്നത്. അതിൽ എന്ത് എഴുതി വെച്ചിട്ടുണ്ട്, അവർക്ക് സ്മരണാർത്ഥം, കമ്മറേഷൻ എന്ന് വെച്ചാൽ ഒരു ലെങ്തി ആയിട്ടുള്ളൊരു സ്മരണാർത്ഥം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ദ പ്ലേസ് ഓഫ് ഫെയിം ആൻഡ് എലജി സപ്ലൈ ആൻഡ് മെനി എ ഹോളി ടെക്സ്റ്റ് എറൗണ്ട് ഷീസ് ട്രൂസ്. അതിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ബൈബിളിൽ നിന്ന് അടർത്തിയെടുത്ത ഒരുപാട് കാര്യങ്ങൾ, കോഡ്സുകൾ ആ ഗ്രേവ് യാർഡിൻ്റെ ചുറ്റും എഴുതി വെച്ചേക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കോഡ്സ് ദാറ്റ് ടീച്ച്, എന്ത് പഠിപ്പിക്കുന്നു, ദാറ്റ് ടീച്ച് ദ ഡ്രാസ്റ്റിക് മൊറാലിസ്റ്റ് ടു ഡൈ. എന്താ പഠിപ്പിക്കുന്ന, ടീച്ച് അൺറിഫൈൻഡ് എന്ന് വെച്ചാൽ വളരെ എന്താ പറയുന്നത് റിഫൈൻഡ് ഒന്നും അല്ല, വളരെ എന്താ പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഭയങ്കര അർത്ഥതലങ്ങൾ ഉണ്ടാക്കുന്നതൊന്നുമല്ല. ബട്ട് യെറ്റ് ഗുഡ് ഹാർട്ടഡ് പീപ്പിൾ ഹൗ ടു ഡൈ. എന്ത് പഠിപ്പിക്കുന്നു, എങ്ങനെയാണ് മരിക്കുന്നത്, അല്ലെങ്കിൽ മരണത്തെ പറ്റിയുള്ള കാര്യങ്ങൾ, നല്ല മനുഷ്യർ മരിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ, നല്ല മനുഷ്യർ എങ്ങനെയാണ് മരിക്കേണ്ടത് എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. മനസ്സിലായോ? ഹൗ ടു ഡൈ എന്ന് പറഞ്ഞാൽ എങ്ങനെ മരിക്കാമെന്നല്ല, അതൊരു ക്ലാസ് അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തായാലും മരിക്കൂടെ, എന്തായാലും നമ്മൾ മരിക്കും. അപ്പം എന്തായാലും ആ മരണത്തെ നമ്മൾ വരവേൽക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊക്കെ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് എങ്ങനെ മരിക്കണം, നല്ല ഗുഡ് ഹാർട്ടഡ് ആയിട്ടുള്ള മനുഷ്യനായിട്ട് മരിക്കണ്ടേ. അതാണ് ഹൗ ടു ഡൈ എന്ന് പറഞ്ഞൊരു കോട്ടിലൂടെ ഉദ്ദേശിക്കുന്ന പുള്ളിക്കാരൻ. എങ്ങനെ നമ്മൾ മരിക്കണം, നമ്മൾ നല്ലവനായിട്ട് മരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിനാണ് ബൈബിളിലുള്ള റെഫറൻസ് ഒക്കെ ആ ഒരു ഗ്രേവ് യാർഡിൽ കൊത്തി വെച്ചേക്കുന്നത്. ഇതൊരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഇത് മൊത്തം കൊത്തി വെച്ചേക്കുന്നത്. അടുത്ത ലൈൻസുകളിൽ പറയുന്ന ഫോർ ഹൂ ടു ഡം ഫോർഗെറ്റ്ഫുൾനെസ് എ പ്രേ ദിസ് പ്ലീസിങ് ആൻഷ്യസ് being ever resigned left the warm precincts of the cheerful day. For
and not the cost one longing, lingering look behind. For who to dumb forgetfulness a prey. അതായത് after all, what kind of person knowing full well they would be forgotten after death. അതായത് ഏതൊരു വ്യക്തിയാവട്ടെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത്, ഇപ്പം നമുക്കറിയാവുന്നൊരു വ്യക്തി മരിച്ചു. ആ മരിച്ച വ്യക്തിയെ പിന്നെ നമ്മൾ കുറച്ച് നാൾ ഓർക്കും, ഒരുപാട് നാൾ, ചിലപ്പോൾ ഒരു വർഷം ഓർക്കും, അല്ലെങ്കിൽ 2 വർഷം ഓർക്കും. അതിനുശേഷം നമ്മൾ പതിയെ മറക്കാൻ തുടങ്ങും. പിന്നെ ആ ഓർമ്മകൾ വല്ലപ്പോഴും ഒരു ഗ്ലിംസ് എന്ന രീതിയിൽ മാത്രമേ വരത്തുള്ളൂ. അപ്പം ഏത് വ്യക്തിക്കാണ് ഈ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ട്രബിൾസം ആയിട്ടുള്ള ലൈഫ് വിടാൻ തോന്നുന്നത്? അതാണ് ഫോർ ഹൗ ടു ഡൗൺ ഫോർഗെറ്റ്ഫുൾനെസ് പ്രൈ ദിസ് പ്ലീസിങ് ആൻഷ്യസ് ബീങ് എവർ റിസൈൻ ചെയ്യാൻ തോന്നുന്നത്. ഈ ഒരു ട്രബിൾസം ലൈഫ്, ഈ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ലൈഫ് ഏതൊരു വ്യക്തിക്കാണ് കളയാൻ തോന്നുന്നത്? എവർ ലെഫ്റ്റ് ദ വാം ഏരിയാസ് ഓഫ് എ ഹാപ്പി ഡേ എന്ന് വെച്ചാൽ ലെഫ്റ്റ് ദ വാം പ്രിസിങ്സ് ഓഫ് ദ ചിയർഫുൾ ഡേ. എവർ ലെഫ്റ്റ് ദി വാംസ് ഏരിയ ഓഫ് എ ഹാപ്പി ഡേ. ഏതൊരു വ്യക്തിക്കാണ് ഈ സന്തോഷകരമായിട്ടുള്ള നിമിഷമുള്ള ജീവിതങ്ങൾ കളയാൻ തോന്നുന്നത്, ഹാപ്പി ആയിട്ടുള്ള ചിയർഫുൾ ഡേ ഒക്കെ കളയാൻ തോന്നുന്നത്? വിത്തൗട്ട് ലുക്കിംഗ് ബാക്ക് ആൻഡ് വാണ്ടിങ് ടു സ്റ്റേ എ ലിറ്റിൽ ലോങ്ങർ. ആർക്കായാലും ഒരു ആഗ്രഹം കാണത്തില്ലേ, കുറച്ച് നാളും കൂടെ ഈ ലോകത്ത് ജീവിക്കാൻ എല്ലാവർക്കും ആഗ്രഹം കാണും. മരിക്കുന്ന ആ ഒരു മൊമെൻറ്റ് ഓഫ് ടൈമിൽ നമുക്കൊരു ആഗ്രഹമേ കാണത്തുള്ളൂ, കുറച്ച് നാളും കൂടെ ഒന്ന് ജീവിച്ചിരുന്നേ കൊള്ളാം. സൂയിസൈഡ് ചെയ്യുന്നൊരു സംഭവിച്ചല്ല, അല്ലാതെ നോർമലായിട്ട് മരിക്കുന്ന ഒരു പേഴ്സണെ കുറിച്ച് അവൻ മരണക്കിടക്കിൽ നിന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ ആയിരിക്കാം. എനിക്ക് കുറച്ച് നാളും കൂടെ ഒന്ന് ജീവിക്കാൻ പറ്റണം, എനിക്ക് എൻ്റെ പേരമക്കളെയൊക്കെ ഒന്ന് കാണണം, അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ലവറിനെ കാണണം, എൻ്റെ ഭാര്യയെ കാണണം, അല്ലെങ്കിൽ ഭർത്താവിനെ കാണണം, കുറച്ച് നാളും കൂടെ ഒന്ന് ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ആർക്കാണ് ആഗ്രഹം കാണാത്തത്? ആർക്കാണ് ഇത്തരത്തിലുള്ള ലൈഫ് കളയാൻ തോന്നുന്നതെന്നൊക്കെ പോയിട്ട് ഇങ്ങനെ ജസ്റ്റ് ജീവിതത്തിൻ്റെ പച്ചയായിട്ടുള്ള സത്യങ്ങൾ പറയുകയാണ്. അടുത്ത ലൈൻസിൽ പറയുന്നത് ഓൺ സം ഫോണ്ട് ബ്രസ്റ്റ് ദ പാർട്ടിങ് സോൾ റിലൈസ്. അതായത് ഡൈയിങ് പേഴ്സൺ റിലൈസ് ഓൺ ദ ഹാർട്ട് ഓഫ് സം ക്ലോസ് ഫ്രണ്ട് ലീനിങ് അഗെയിൻസ്റ്റ് ദെയർ ചെസ്റ്റ്. നമ്മൾ മരണക്കിടക്കയിൽ വയസ്സായി മരിക്കുമ്പോഴോ അല്ലെങ്കിൽ അല്ലാതെ മരിക്കുമ്പോഴോ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തോ നമ്മുടെ ഏറ്റവും അടുത്ത ആ വ്യക്തിയോ അവിടെ നെഞ്ചത്ത് ചാരി നമ്മളിങ്ങനെ കിടക്കും അല്ലേ. ചാരിയായിരിക്കും നമ്മൾ മരണപ്പെടുന്നത്. ചിലപ്പോൾ മോസ്റ്റ് ഓഫ് ദി ഗൈസും അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഇന്നത്തെ കണ്ടംപററി ആയിട്ട് പറയാൻ പറ്റത്തില്ലെങ്കിലും പൊതുവായി അങ്ങനെയൊക്കെ ആയിരിക്കും മിക്ക ആൾക്കാരും മരിക്കുന്നത്. അവരുടെ നെഞ്ചിൽ തലവെച്ച് ചാഞ്ഞ് മരിക്കണമെന്നാണ് എല്ലാവർക്കും ആഗ്രഹം. Some pious drops the closing eye requires. അതായത് they need the person to shed some reverent tears as they die. അതായത് അവർക്ക് അവർ മരിച്ച് കഴിയുമ്പോഴത്തേക്ക് തൻ്റെ പ്രിയപ്പെട്ട ആ വ്യക്തി എന്ത് ചെയ്യണം? പ്രിയപ്പെട്ട കൂട്ടുകാരനോ അല്ലെങ്കിൽ ആ വ്യക്തിയോ എന്ത് ചെയ്യണം? തനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കണമെന്ന് അവർ അതിയായി ആഗ്രഹിക്കുന്നു. ഈവൻ ഫ്രം ദ ടോംബ് ദ വോയിസ് ഓഫ് നേച്ചർ ക്രൈസ്. ആ ഒരു ടോംബിൽ നിന്ന്, ആ ഒരു ശവക്കല്ലറിയിൽ നിന്ന് ആ പ്രകൃതിയുടെ സൗണ്ട്, പ്രകൃതി കിടന്ന് കരയുന്നുണ്ട്. ഈവൻ ഇൻ അവർ ആഷസ് ലീവ് ദെയർ വോണ്ടഡ് ഫയേഴ്സ്. അതായത് അവരുടെ ആ ഒരു ഡെഡ് ബോഡീസിൽ അവരുടെ ഹാബിച്വൽ പാഷൻസ് ഇപ്പോഴും കത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം എന്തെന്നാൽ, അത് നിങ്ങൾക്ക് ഡൗട്ട് ആണ്, ഞാൻ പറഞ്ഞപ്പോൾ ഒരു ഡൗട്ട് ആണ്, അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ വോണ്ടഡ് ഫയേഴ്സ് എന്ന് പറഞ്ഞാൽ, വോണ്ടഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കസ്റ്റംഡ് എന്ന് വെച്ചാൽ പതിവായ എന്നർത്ഥം. പതിവായ അവരുടെ പാഷൻസ്, അവർക്ക് കുറച്ച് പാഷൻസ് കാണുമല്ലോ, അവർക്ക് കുറച്ച് രീതികളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ, അതിപ്പോഴും അവരുടെ ആഷസിൽ, അതായത് ഫയർ നമ്മൾ ഉദ്ദേശിക്കുന്ന ആഷസിൽ, ആ ഒരു ചാരത്തിൽ, അവരുടെ ആ റിമെയിൻസിങ്ങിൽ ആ വില്ലേജസിൻ്റെ അക്കംസ്റ്റഡ് പാഷൻസ് നമുക്ക് കാണുവാൻ സാധിക്കും, അല്ലെങ്കിൽ കേൾക്കുവാൻ സാധിക്കും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ഓർമ്മകളായിരിക്കും ഉദ്ദേശിക്കുന്നത്. അവരുടെ ഓർമ്മകൾ ഇപ്പോഴും അത് ആ ഒരു ആഷസിൽ ഉണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം ആ ആഷസിൽ നിറങ്ങി നിൽപ്പുണ്ട്. അതാണ് ദ വോയിസ് ഓഫ് നേച്ചർ, ഈവൻ ഫ്രം ദ ടോം ദ വോയിസ് ഓഫ് നേച്ചർ ക്രൈസ് ഈവൻ ഇൻ അവർ ആഷസ് ലീവ് ദെയർ വോണ്ടഡ് ഫയേഴ്സ്. അവരുടെ പാഷൻസ് ഇപ്പോഴും ആ ചാരത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ മരണക്കിടക്കയിൽ പോലും അവരുടെ രീതികൾ നമുക്ക് കാണുവാൻ സാധിക്കും, നമുക്ക് ഓർമ്മിക്കാൻ അവരെ പറ്റിയുള്ള ഓർമ്മകളായിരിക്കും കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ലൈൻസുകളിൽ പറയുകയാണ്, ഫോർ ദി who mindful of the unhonored dead lost in these lines their artless tale relate. എന്ന് വെച്ച് കഴിഞ്ഞാൽ for you എന്ന് വെച്ചാൽ എന്താ, who have been thinking about those who died anonymously. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഈ ഒരു ആരാലും അറിയപ്പെടാതെ പോയ ഈ വ്യക്തികൾ എങ്ങനെ മരിച്ചു?
എങ്ങനെ മരിച്ചു. ഹാവ് ബീൻ, അടുത്ത സെൻറ്റൻസ്, ഡോസ്റ്റ് ഇൻ ദീസ് ലൈൻസ് ദെയർ ആർട്ട്ലെസ് ടെയിൽ റിലേറ്റ് ഹാവ് ബീൻ ടെല്ലിങ് ദെയർ അൺപ്രിറ്റൻറ്റീവ് സ്റ്റോറി ഇൻ ദിസ് പോയമ. അവരെന്താണ് ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത അല്ലെങ്കിൽ സ്വയം അവകാശപ്പെടാൻ ഒരു കഥകൾ പോലും ഇല്ലാത്ത ആൾക്കാർ ഈ എന്താ പറയുന്ന പോയത്തിലൂടെ എന്താ പറയുന്നത് അവരുടെ കാര്യങ്ങൾ ഞാൻ കാട്ടിത്തരുന്നുണ്ട്. ഇഫ് ബൈ ചാൻസ്, അതായത് ഇഫ് ചാൻസ് ബൈ ലോൺലി കണ്ടംപ്ലേഷൻ ലെഡ്, നിങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള ചിന്തകൾ അതായത് നമ്മുടെ ചിന്തകൾ ചിലപ്പോൾ നമ്മളോട് തന്നെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, നാളെ നിങ്ങളും മരിക്കും എന്താ പറയുന്നത്, നിങ്ങളിപ്പോൾ ചിന്തിച്ചില്ലേ അവരെങ്ങനെ മരിച്ചെന്ന്, അതുപോലെ നാളെ നിങ്ങളും മരിക്കും എന്താ പറയുക, അന്ന് നിങ്ങളുടെ ഈ സ്ഥാനത്ത് നിങ്ങളിപ്പോൾ ചിന്തിച്ച പോലെ നിങ്ങളുടെ ഈ സ്ഥാനത്ത് വേറൊരു വ്യക്തി വന്ന് ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കും, നിങ്ങളെങ്ങനെ മരിച്ചെന്ന്. മനസ്സിലാവുന്നുണ്ടോ എന്തോ എനിക്ക് എന്നുവെച്ചാൽ താനാരാണെന്ന് അറിയാമെങ്കിൽ താൻ എന്നോട് ചോദിക്കുന്ന രീതിയിലായി പോയെന്ന് എനിക്കറിയാം, എങ്കിൽ പോലും ഒന്ന് കേട്ടിരുന്നു. ഒന്നുകൂടെ പറയാം. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അവരെങ്ങനെ മരിച്ചെന്ന്, അവർ എങ്ങനെ മരിച്ചു, എങ്ങനെയാണ് അവർ മരിച്ചത്, അവരുടെ കഥകളൊന്നും ആരാലും അറിയപ്പെടാതെ പോയല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അപ്പം നാളെ നിങ്ങൾ ആ മരിച്ചവരുടെ സ്ഥാനത്ത് വരും. അപ്പം നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരു വ്യക്തി വന്നിട്ട് നിങ്ങളിപ്പോൾ ചിന്തിച്ച പോലെ നിങ്ങളുടെ സ്ഥാനത്ത് വന്നിട്ട് പറയും നിങ്ങളെങ്ങനെ മരിച്ചെന്ന്. ഓക്കെ, ഒന്ന് ജസ്റ്റ് 2 പ്രാവശ്യം കേട്ട് പോകുമ്പോൾ എൻ്റെ ഏകദേശം ഐഡിയ മനസ്സിലാവും. അതാണ് ആ ലൈൻസിൽ മൊത്തം പറയുന്നത്. ഫോർ ദീ ഗോട്ട് ഹോ മൈൻഡ്ഫുൾ ഓഫ് ദി അൺഹോണർഡ് ഡെഡ് ഡോസ്റ്റ് ഇൻ ദിസ് ലൈൻ തൊട്ട് സം കൈൻഡ്രഡ് സ്പിരിറ്റ് ഷാൾ എൻക്വയർ ദൈ ഫേറ്റ്, യുവർ ഫേറ്റ്, നിങ്ങളെങ്ങനെ മരിച്ച നാളെ ഒരാൾ നിങ്ങളുടെ സ്ഥാനത്ത് വന്ന് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അവിടുത്തെ സെൻറ്റൻസിൽ പറയണം ഹാപ്ലി സം ഹോൾഡ് ഹെഡഡ് സ്വെയിൻ ഇൻ മേ സേ, എന്ന് വെച്ചാൽ മേ ബി ലക്ലി, ചിലപ്പോൾ ഭാഗ്യവശാൽ, സം ഓൾഡ് കൺട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലേജിലുള്ള പേഴ്സൺ അവരോട് ഉത്തരം പറയും, ഓഫൺ ഹാവ് വി സീൻ ഹിം അറ്റ് ദ പീപ്പ് ഓഫ് ടൗൺ, അതായത് അയാളെ കണ്ടിരുന്നു. അയാൾ രാവിലെ എണീക്കും എന്നിട്ട് ഇത് ചെയ്യാൻ ചോറ് കഴിക്കുമോ? അല്ല. വി സോ ഹിം അറ്റ് സൺറൈസ് രാവിലെ ചോറ് കഴിക്കത്തില്ല, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഓക്കെ, വി സോ ഹിം അറ്റ് സൺറൈസ് എല്ലോട്ട്, ഞങ്ങൾ എന്താ പറയുന്നത് അയാൾ അതിരാവിലെ സൺറൈസിൽ അയാളെ ഒരുപാട് കാണുന്ന ഒരു വ്യക്തിയാണ്. അയാൾ എന്ത് ചെയ്യും? ബ്രഷിങ് വിത്ത് ഹാസ്റ്റി സ്റ്റെപ്സ് ദ ഡ്യൂസ് അവേ, അവിടെ രാവിലെ എണീക്കുമ്പോൾ മഴത്തുള്ളികൾ കാണട്ടെ, വെള്ളത്തുള്ളികൾ കാണാം. ആ തുള്ളികൾ അങ്ങനെ എന്ത് ചെയ്യും? ആ ഗ്രാസിൽ നിന്ന് തൻ്റെ ഫുഡ് സ്റ്റെപ്സ് കൊണ്ട് ഇങ്ങനെ നടന്ന് ആ വെള്ളത്തുള്ളികൾ അല്ലെങ്കിൽ മഴത്തുള്ളികൾ എടുത്ത് കളയും, ഇങ്ങനെ ചവിട്ടി കളയും. ഓക്കെ, ആൻഡ് ആസ് ടു മീറ്റ് ദ സൺ അപ്പോൺ ദി അപ്ലോൺഡ് ലോൺ, അയാൾ എങ്ങോട്ടേക്ക് പോകും? എന്നിട്ട് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ടൗണിൻ്റെ ഏറ്റവും അത്യുന്നതയിൽ നിൽക്കുന്ന ആ ഒരു പ്രദേശത്ത് കയറി ചെന്നിട്ട് ആ ടൗണിനെ, എന്നിട്ട് അവിടെ കയറി നിന്നിട്ട് എന്ത് കാണും? സൂര്യനെ കാണും. അപ്പം ഇതാണ് അയാളെപ്പറ്റി ചോദിക്കുമ്പോഴത്തേക്ക് എന്താ പറയുക, ഇപ്പം നാളെ നിങ്ങൾ മരിക്കുമ്പോഴും നിങ്ങളെപ്പറ്റി കുറച്ച് ആൾക്കാർ ഇങ്ങനെ പറയുകയായിരിക്കും, ഇങ്ങനെയല്ല പറയുന്നത്, പല ആൾക്കാരെ പറ്റി പല രീതിയിലായിരിക്കും പറയുന്നത്. ചിലപ്പോൾ പറയാം നല്ലൊരു മനുഷ്യനായിരുന്നു, അയാൾ ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ഒരാൾ പറയത്തില്ലേ. ചില ആൾക്കാർ പറയും എന്താ പറയുന്നത്, വൃത്തിയിട്ടവനെ എന്ന് പറയും, ഒന്നിനും കൊള്ളാത്തവനെ, കുടുംബത്തിൽ പോലും കയറ്റാൻ കൊള്ളാത്തവനാന്ന് പറയും അല്ലേ. അങ്ങനെയൊക്കെ ചില ആൾക്കാർ പറ്റും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ എന്തൊക്കെ പറയുന്നത് നമുക്ക് അറിയത്തില്ല. അത് മരിച്ചതിന് ശേഷം വല്ല ആത്മാവായിട്ട് നിന്നാൽ മാത്രമേ അവർ നമ്മളെ പറ്റി പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. അപ്പം അങ്ങനെ പറയാനില്ലാത്തവരെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം നിങ്ങളെ ചിലപ്പോൾ 4 പേർക്ക് അറിയാതിരിക്കാം, നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ 4 പേർക്ക് അറിയാതിരിക്കാം. ഓക്കെ, അങ്ങനെ ആർക്കും നിങ്ങളെ അറിയത്തില്ലാത്തൊരവസ്ഥ വന്നൊന്ന് ആലോചിച്ച് നോക്കുക. എവരെ കൂട്ട്, ഈ ഒരു കൺട്രിമെന്നെ കൂട്ട് ആര് വന്ന് ചോദിക്കുക ആ മനുഷ്യൻ ആരായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് ഇപ്പോൾ രാജേഷ് എന്നോ അല്ലെങ്കിൽ പ്രവീണ എന്നോ അല്ലെങ്കിൽ ശ്രുതി എന്നോ എന്തെങ്കിലുമൊക്കെ പേരായിരിക്കാം. അപ്പോൾ ആ കുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൻ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോഴത്തേക്ക് അവനെപ്പറ്റി ആർക്കും ഒന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ജീവനോടെ ഉണ്ടെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് ആത്മാവായിട്ട് അവിടെ നിൽക്കുന്നുണ്ടെങ്കിലുള്ള അവസ്ഥ ആലോചിക്കുക. നമ്മളെപ്പറ്റി പറയാൻ ആരും തന്നെ ഇല്ല. ഏകദേശം ആ വ്യക്തികളെ കൂട്ട് സിമിലറാണ് ഇവിടുത്തെ വില്ലേജേഴ്സും എന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. പക്ഷേ ചിലപ്പോൾ ലക്കായിട്ട് ഇങ്ങനെ ഒരു ഓൾഡ് കൺട്രി പേഴ്സൺ നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുമായിരിക്കും. സോ മൂവിങ് ഓൺ. 1 മണിക്കൂർ കഴിഞ്ഞല്ലേ? 1 മണിക്കൂർ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയം അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലേ നിങ്ങളുടെ തലയിൽ എന്തെങ്കിലും നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടിയിരിക്കാം. ഓക്കെ, അടുത്തത് ദർ അറ്റ് ദ ഫുട്ട് ഓഫ് യോണ്ടർ നോഡിങ് ബീച്ച്. എന്നിട്ട് ആ ഒരു കൺട്രിമാൻ കണ്ടിന്യൂ ചെയ്യണം. അവിടെ ഓവർ ദർ അറ്റ് ദ ഫുട്ട് ഓഫ് യോണ്ടർ നോഡിങ് ബീച്ച് എന്ന് വെച്ചാൽ എന്താണ്?
ബീച്ച് എന്ന് വെച്ചാൽ ബീച്ചല്ല, നമ്മുടെ ബീച്ചല്ല, ഇത് ട്രീ ആണ്, ഒരു തരത്തിലുള്ള ട്രീ ആണ്, നമ്മുടെ നാട്ടിൽ അധികം കാണാത്തൊരു ട്രീ ആണ്. ഏകദേശം അത് കണ്ട് നല്ല സൗന്ദര്യമായിട്ടുള്ള ട്രീ ആണ്, നെറ്റ് അടിച്ച് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ സ്വയിങ് ആയിട്ട് ഇങ്ങനെ പടർന്ന് നിൽക്കുന്ന വളരെ പഴക്കം ചെന്ന ഇങ്ങനെ ചുരുണ്ട് നാളുടെന്ന് വെച്ചാൽ ചുരുണ്ട് ഇങ്ങനെ കിടക്കുന്ന റൂട്ട്സുകളുള്ള ഹൈയും ടാങ്കിൾഡുമായ ഇങ്ങനെ പിരിങ്ങി നിൽക്കുന്ന ഒരു ബ്രാഞ്ചസ് ഉള്ള ട്രീ ആണ് ഈ ബീച്ച് ട്രീ എന്ന് പറയുന്നത്. നെറ്റ് അടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ആ ഒരു ട്രീയുടെ അവിടെ പോയി അയാൾ ഇരിക്കും, അവിടെ പോയി അയാൾ ഇരിക്കും. ഓക്കെ, ദർ അറ്റ് ദ ഫൂട്ട് ഓഫ് യോണ്ടർ നോർഡിക് ബീച്ച് ദാറ്റ് റീത്ത് ദീസ് ഓൾഡ് ഫാൻറ്റാസ്റ്റിക് റൂട്ട്സ് സോ ഹൈ. ആ ബീച്ചിനെ പറ്റി പറയുകയാണ്. എന്നിട്ട് അയാൾ എന്ത് ചെയ്യും? ഹീസ് ലിസ്റ്റ്ലെസ് ലെന്ത് അറ്റ് ന്യൂ ടൈഡ് വുഡ് ബി സ്ട്രെച്ച്. അയാൾ അവിടെ ലേ ഡൗൺ ചെയ്തിട്ട്, ആ ഒരു ഉച്ച സമയത്ത് അവിടെ ലേ ഡൗൺ ചെയ്തിട്ട് തൻ്റെ ക്ഷീണിതമായ ശരീരം അവിടെ ഒന്ന് സ്ട്രെച്ച് ഔട്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ദീർഘശ്വാസമൊക്കെ വിട്ട് നമ്മൾ ഇന്ന് കിടക്കത്തില്ലേ, നമ്മൾ ഉറങ്ങത്തില്ലേ, പക്ഷെ ഒന്ന് മയങ്ങി ഒന്ന് ജസ്റ്റ് ഒന്ന് കിടന്നിട്ട് അയാൾ എന്ത് ചെയ്യും? ആൻഡ് പോർ അപ്പോൺ ദ ബ്രൂക്ക് ദാറ്റ് ബാബിൾസ് ബൈ. തൊട്ടടുത്തുള്ള നിയർ ബൈ ആയിട്ടുള്ള ബ്രൂക്ക് എന്ന് വെച്ചാൽ എന്താ? അരുവിയിലേക്ക് ഇങ്ങനെ നോക്കും, പോർ അപ്പോൺ ചെയ്യും എന്ന് വെച്ചാൽ നോക്കി ഗെയ്സ് ചെയ്തുകൊണ്ട് ഇരിക്കും, നോക്കിക്കൊണ്ട് ഇരിക്കും. എന്നിട്ട് എന്ത് ചെയ്യൂടെ? ഹാർഡ് ബൈ യോൺ വുഡ് ആൻഡ് സ്മൈലിംഗ് ആസ് ഇൻ സ്കോൺ. അതായത് എന്ത് ചെയ്യും? ക്ലോസ് ടു ദാറ്റ് ഫോറസ്റ്റ്, ആ ഒരു ഫോറസ്റ്റിൻ്റെ അടുത്ത് എന്താ പറയുക, ആ ഒരു ബീച്ച് സ്ട്രീറ്റ് നിൽക്കുന്ന ആ ഫോറസ്റ്റിൻ്റെ ഒരു കാടിന് തൊട്ടടുത്താണ്. ആ തൊട്ടടുത്തുള്ള കാട്ടിൻ്റെ തൊട്ടടുത്തുള്ള ബീച്ച് ട്രീയിൽ ലേ ഡൗൺ ചെയ്തിട്ട് അയാൾ ഇരുന്ന് ചിരിക്കും. തൻ്റെ ജീവിതത്തെ നോക്കി അയാൾ ഇരുന്ന് ചിരിക്കും. ഡിസപ്രൂവലായിട്ടാണ് ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നിന്നയോടുകൂടി പുച്ഛത്തോടു കൂടിയൊക്കെയാണ് ചിരിക്കുന്നത്. ഒരു ചിരിയോടുകൂടി എങ്ങനെ ചിരിക്കുന്നത്? മട്ടറിങ് ഈസ് വേവേർഡ് ഫാൻസീസ് ഹി വുഡ് റോവ്. സ്വന്തമായിട്ട് തന്നെ എന്താ പറയുക, തന്നോട് തന്നെ സംസാരിച്ചുകൊണ്ട് തൻ്റെ സ്റ്റബ്ബോൺ ആയിട്ടുള്ള തൻ്റേത് മാത്രമായിട്ടുള്ള ഫാൻറ്റസീസ് ഉണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ കാണാം. ആ ആഗ്രഹങ്ങളൊക്കെ നോക്കിക്കൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് അയാൾ ചെറിയ പുഞ്ചിരിയോടെ അയാൾ എന്ത് ചെയ്യും? തന്നോട് തന്നെ സംസാരിക്കും. എന്നിട്ട് ഹി വുഡ് എക്സ്പ്ലോർ എന്താ എക്സ്പ്ലോർ ചെയ്യുന്നത്? നൗ ഡ്രൂപ്പിംഗ് വോഫുൾ വാൻ ലൈക്ക് വൺ ഫോർ ലോൺ. എന്ന് വെച്ചാൽ സംടൈംസ് മോപ്പിംഗ് സാഡ് ആൻഡ് പെയിൽ ലൈക്ക് എ മിസറബിൾ പേഴ്സൺ. ഒരു വിഷമിച്ച എന്താ പറയുക, ജീവിതത്തിൽ തോറ്റുപോയവൻ എന്നുള്ള രീതിയിലൊക്കെ അയാൾ ഇരുന്ന് ചിന്തിച്ച് ഒരു മിസറബിൾ ആയിട്ടുള്ള പേഴ്സൺ ആയിട്ടാണ് അയാളിരുന്ന് വിഷമിക്കുന്നത്. ചില സമയത്ത് ചിരിക്കും, ചില സമയത്ത് എന്ത് ചെയ്യും? വിഷമിക്കും. ഓർ ക്രൈസ്ഡ് വിത്ത് കെയർ ഓർ ക്ലോസ്ഡ് ഇൻ ഹോപ്പ്ലെസ് ലവ്. എന്ന് വെച്ചാൽ ചില സമയത്ത് എന്താണ്? അതർ ടൈംസ് ഗോൺ ക്രൈസി വിത്ത് വറി. വിഷമം കൊണ്ട് അയാൾ പ്രാന്തനെ പോലെ നടക്കും. ഡിസ്റ്റർബ്ഡ് ബൈ ദ അൺറിക്വൈറ്റഡ് ലവ്. തിരിച്ച് കിട്ടാത്ത സ്നേഹത്തെ പറ്റി ആലോചിച്ച് അയാൾ വിഷമിക്കും, അല്ലേ? നമ്മുടെയൊക്കെ ജീവിതം തന്നെയാണ് പറയുന്നത്. മോസ്റ്റ് ഓഫ് എന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. സാധാരണ ഒരു മനുഷ്യനായിട്ട് ജീവിച്ചാൽ, അല്ലെങ്കിൽ പാവപ്പെട്ടവനായിട്ട് ജീവിച്ചു കഴിഞ്ഞാലുള്ള വിഷമവും കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അയാൾക്ക് ചിലപ്പോൾ സ്നേഹം തിരിച്ച് കിട്ടത്തില്ല, ചില സമയത്ത് അയാൾക്ക് ഭ്രാന്ത് പിടിക്കും, ചില സമയത്ത് അയാൾക്ക് വിഷമിക്കും, എല്ലാം കാണും. ഓക്കെ, കമ്പയർ ടു എ റിച്ച് പേഴ്സൺ. അയാൾ എന്താ പറയുക, സന്തോഷവാനാണെന്ന് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ പണത്തിൻ്റെ മേലിൽ നിന്നാലും അവൻ സന്തോഷമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും പണത്തിൻ്റെ ഒരു സംരക്ഷണം ഉള്ളതുകൊണ്ട് അവന് ഹാപ്പിനെസ് തേടി പോകാനുള്ള ഒരുപാട് ഓപ്ഷൻസ് നിൽക്കുന്നുണ്ട്. പക്ഷേ പാവപ്പെട്ടവനെ സംബന്ധിച്ചോ അവന് ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. സ്വന്തം ജീവിതത്തെപ്പറ്റി അവന് ആലോചിച്ച് അവൻ വിഷമിച്ച് ചിലപ്പം കരയും, ചിലപ്പം ജീവിതം തന്നെ വേണ്ടെന്ന് വെച്ച് കളയും, അല്ലേ? അതാണ് കാര്യങ്ങളല്ലാതെ ആ ഒരു ലൈൻസിൽ മൊത്തം പറയുന്നത്. മൂവിങ് ഓൺ. ഒരു കൺട്രിമാൻ അവിടെ മരിച്ചു പോയ ഒരു വ്യക്തിയെ പറ്റി ഇതിൽ പറയുന്ന കേട്ടോ. അപ്പം അതിനെ പറയുകയാണ്, വൺ മോൺ എന്ന് വെച്ചാൽ മോർണിംഗ്, ഐ മിസ്ഡ് ഹിം ഓൺ ദ കസ്റ്റംഡ് ഹില്ല്. അതായത് ഒരു മോർണിംഗിൽ ഞാൻ അയാളെ കണ്ടില്ല, അയാൾ എന്നും പോകുന്ന ആ കുന്നുകളിൽ അയാളെ ഞാൻ കണ്ടില്ല. എലോങ് ദ ഹീത്ത് നിയർ ഹിസ് ഫേവറേറ്റ് ട്രീ. അതായത് തൊട്ടടുത്തുള്ള റഫ് ഫീൽഡിൽ, ആ ഒരു പ്രദേശത്തൊന്നും അദ്ദേഹം ചാഞ്ഞ് ഉറങ്ങുന്ന ആ ബീച്ച് ട്രീയുടെ ഫേവററ്റ് ആയിട്ടുള്ള ബീച്ച് ട്രീയുടെ അടിയിലൊന്നും അദ്ദേഹത്തെ കണ്ടില്ല. പിറ്റേന്ന് രാവിലെ വന്നു, അദ്ദേഹത്തിനെ ആ അരുവിയുടെ സൈഡിൽ ഞാൻ കണ്ടില്ല, ആ ഫീൽഡിൽ കണ്ടില്ല, ഫോറസ്റ്റ് കണ്ടില്ല, ആ ദിവസവും കണ്ടില്ല, പിറ്റേ ദിവസവും കണ്ടില്ല. മൂന്നാമത്തെ മോർണിംഗിൽ കാര്യമാണ് അടുത്ത സ്റ്റൻസിൽ പറയുന്നത്. അപ്പം അന്നേ ഒരു മോർണിംഗിലും കണ്ടില്ല, പിറ്റേന്നുള്ള മോർണിംഗിലും അദ്ദേഹത്തിനെ കണ്ടില്ല. അതാണ് വൺ മോൺ ഐ മിസ്ഡ് ഹിം തൊട്ട് നോർ അപ് ദി ലോൺ നോർ ദ വുഡ്സ് വാസ് ഹീ വരെ ഉള്ള കാര്യങ്ങളുള്ള വേർഡ്സുകൾ പറയുന്നത്. ഒരു രാവിലെ ഞാൻ അയാളെ എന്നും പോകുന്ന കുന്നുകളിൽ അയാൾ ആ കുന്നിൻ ചെരുവിൽ ഞാൻ കണ്ടില്ല, അയാൾ കിടന്നുറങ്ങുന്ന ട്രീയുടെ സൈഡിൽ ഞാൻ കണ്ടില്ല, പിറ്റേന്ന് രാവിലെ നോക്കി അരുവിയുടെ സൈഡിൽ കണ്ടില്ല, കാട്ടിൽ കണ്ടില്ല, എങ്ങും അയാളെ ഞാൻ കണ്ടില്ല. പിറ്റേ ദിവസം മൂന്നാമത്തെ രാവിലെ ഞാൻ എന്ത് കേട്ടുകൊണ്ടാണ് എണീച്ചത്? വിത്ത് ഫ്യൂണറൽ സോങ്സ് ആൻഡ് സാഡ് പ്രൊക്കഷൻസ്. അതായത് വളരെ എന്താ പറയുന്നത്, സംസ്കരിക്കാൻ കൊണ്ടുപോകുന്ന ആ ഒരു ഫ്യൂണറൽ സെറിമണിയിലുള്ള ആ ഒരു ശവസംസ്കാര ചടങ്ങിനുള്ള പാട്ടുകൾ ആലപിക്കുന്ന സൗണ്ടുകൾ കേട്ടുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ കാണുന്നത്. അയാളെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു, എങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നു.
Go up and read the poem carved on the gravestones under that old gnarled tree. ആ ട്രീയുടെ അടിയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രേവ് സ്റ്റോണിൽ ഒരു കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെ പറ്റിയുള്ളൊരു കവിത. താൻ പറഞ്ഞ ഈ വ്യക്തിയെ പറ്റിയുള്ള കവിത അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് ആലൈൻസിൽ പറയുന്നത്. The next with the diggers stood in sad array, slow through the churchway paths in we him born approach and read. For thou canst read. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ പോയി വായിച്ചു കൊള്ളുക. ആ ശവക്കല്ലറയുടെ അടുത്ത് തൊട്ട് അല്ലെങ്കിൽ ആ ഗ്രേവ് സ്റ്റോണിൽ അവിടെ ഒരു കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട്. എന്താ? ആ ട്രീയുടെ അടിയിൽ കൊത്തി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെ പറ്റിയുള്ള കവിത. വായിച്ചു നോക്കൂ. അതാണ് ലാസ്റ്റ് ഒരു എപ്പിറ്റാഫ് അതിൽ പറയുന്നുണ്ട്. എപ്പിറ്റാഫ് എന്ന് പറയുന്നുണ്ട്. അതാണ് സ്പീക്കേഴ്സ് എപ്പിറ്റാഫ്. അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. എപ്പിറ്റാഫ് ഞാൻ ലൈൻ ബൈ ലൈൻ വായിക്കുന്നില്ല, ഞാൻ എൻ്റെ സമ്മറി പറഞ്ഞു പോവാം. നിങ്ങൾ ലൈൻസ് ജസ്റ്റ് നോക്കിക്കോളാം. Here resting his head in the dirt lies the young man that had neither wealth nor fame. He had no education because he was born to common people. His life was defined by sadness. ഇവിടെ ആര് റെസ്റ്റ് ചെയ്യുന്നു? ആരിവിടെ റെസ്റ്റ് ചെയ്യുന്നു? ഈ ഒരു ചതുപ്പിൽ, ഈ മണ്ണിൽ ആരുടെ തല വെച്ച് റെസ്റ്റ് ചെയ്യുന്നു? ഒരു ചെറുപ്പക്കാരൻ റെസ്റ്റ് ചെയ്യുന്നു. അയാൾക്ക് എന്തില്ല? വെൽത്തില്ല, പണമില്ല, പ്രതാപമില്ല, എഡ്യൂക്കേഷൻ ഇല്ല. ഒരു സാധാരണപ്പെട്ട പാവപ്പെട്ട മനുഷ്യനെ കൂട്ടാണ് അയാൾ ജനിച്ചത്. അയാളുടെ ഫുൾ ലൈഫ് എന്ന് പറയുന്നത് വിഷമം കൊണ്ട് നിറഞ്ഞതാണ്. ഈവൻ സോ ഹി ഹാഡ് ഗ്രേറ്റ് ഗിഫ്റ്റ് ആൻഡ് ഏണസ്റ്റ് മൈൻഡ്. അദ്ദേഹത്തിന് നല്ല ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് സ്കില്ലുണ്ടായിരുന്നു. എന്താണ് സ്കില്ല്? നല്ല ഏണസ്റ്റ് ആയിട്ടുള്ള മൈൻഡ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. നല്ല ദൃഢമായ ഒരു മനസ്സിന് ഉടമയായിരുന്നു അദ്ദേഹം. ഹെവൻ റീപെയ്ഡ് ഹിം ഇൻ പ്ലെൻറ്റി ഓഫ് ദിസ് ഗിഫ്റ്റ് ആൻഡ് ഹിസ് സഫറിങ്. ചിലപ്പോൾ സ്വർഗത്തിൽ അദ്ദേഹത്തിന് സ്വർഗത്തിലേക്കുള്ള വാതിലുകൾ അദ്ദേഹത്തിന് തുറക്കുമായിരിക്കാം. അദ്ദേഹം ഈ ഒരു യാചന അനുഭവിച്ചതിലൂടെ ഹി ഗേവ് ഓൾ ഹി ഹാഡ് ടു ഹിസ് മിസറി. അദ്ദേഹത്തിനുണ്ടായിരുന്ന എല്ലാം അദ്ദേഹം എന്തിനാണ് കൊടുത്തത്? വിഷമത്തിന്, അദ്ദേഹത്തിൻ്റെ മോശപ്പെട്ട ഈ ഒരു ജീവിതത്തിന് വേണ്ടിയാണ് അദ്ദേഹം കൊടുത്തത്. വിച്ച് വാസ് എ സിംഗിൾ ടിയർ, ഒരു കണ്ണീരിലൂടെ. ഇൻ റിട്ടേൺ ഹെവൻ ഗേവ് ഹിം ദ ഓൺലി തിങ് ഹി വുഡ് എവർ വാണ്ടഡ്, എ ഫ്രണ്ട്. തിരിച്ച് അദ്ദേഹത്തിന് എന്താണ് അത് കൊടുത്തത്? എന്താണ് അദ്ദേഹം ഹെവൻ റിട്ടേൺ ചെയ്തത്? അദ്ദേഹത്തിന് ആവശ്യമുള്ള ഒരു കാര്യത്തെ. എന്താണ്? എ ഫ്രണ്ട്. അദ്ദേഹത്തിന് ഒരു കൂട്ടുകാരനില്ലായിരുന്നു. അയാൾ എപ്പോഴും ഒറ്റയ്ക്കല്ലേ നടന്നുകൊണ്ടിരുന്നത്. ആ വ്യക്തി എപ്പോഴും ഒറ്റയ്ക്ക് നടന്നുകൊണ്ടിരുന്നത്. അയാൾക്ക് ഒരു കൂടെ നിൽക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ മാറത്ത് ചായം കിടക്കാനൊന്നും ഒരു കൂട്ടുകാരനില്ലായിരുന്നു. അതുകൊണ്ട് ഹെവൻ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം കൊടുത്തു, ഒരു കൂട്ടുകാരനെ. Don't try anymore to talk about his strengths and gift or to bring his weakness back from the death. ഇനി നമുക്ക് അയാളെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല, അയാളെപ്പറ്റി ടോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്തുകളും ഗിഫ്റ്റ്, അയാൾക്ക് കിട്ടിയ സമ്മാനങ്ങളും അയാൾക്കുള്ള കഴിവുകളും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഓർ ടു ബ്രിങ് ഹിസ് വീക്ക്നെസ് ബാക്ക് ഫ്രം ദ ഡെത്ത്. അയാളുടെ പോരായ്മകളും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ബോത്ത് ഹിസ് സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ് ലൈ ഇൻ ദ ഗ്രേവ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ക്യൂറിങ് ഹോപ്പ്. പോരായ്മ ആയിക്കോട്ടെ അല്ലെങ്കിൽ നല്ലതായിക്കോട്ടെ, അതിപ്പോൾ എവിടെയാണ്, എന്ത് തന്നെയായാലും അയാളെപ്പറ്റിയുള്ള എല്ലാവിധ കാര്യങ്ങളും ഇപ്പോൾ ആ ഒരു ശവക്കല്ലറയിൽ നിൽക്കുകയാണ്. സ്റ്റേറ്റ് ഓഫ് ക്യൂറിങ് ഹോപ്പ്, പ്രതീക്ഷയുടെ. ക്യൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചലനമുള്ളതെന്നൊക്കെ അർത്ഥം കേട്ടോ. അപ്പം പ്രതീക്ഷയുള്ള അല്ലെങ്കിൽ എന്താ പറയുന്നത്, സ്റ്റേറ്റ് ഓഫ് ക്യൂറിങ് ഹോപ്പ് എന്ന് വെച്ചാൽ ഹോപ്പിൻ്റെ സ്പന്ദനത്തിലുള്ള ഒരു സ്റ്റേറ്റിൽ അതിങ്ങനെ നിൽക്കുകയാണ്. അയാളിപ്പോൾ ആരുടെ കൂടിയാണ്? ഹീസ് നൗ വിത്ത് ഹിസ് ഫാദർ ഗോഡ്. അയാളിപ്പോൾ ദൈവത്തിനൊപ്പം, നമ്മുടെ ഫാദറായ അച്ഛനായ ദൈവത്തിനൊപ്പം അയാൾ ചേർന്നിരിക്കുന്നു. അതാണ് സ്പീക്കേഴ്സ് എപ്പിറ്റാഫിൽ പറഞ്ഞത്. ഈ സമ്മറി വെച്ചുകൊണ്ട് ആ ഒരു എപ്പിറ്റാഫ് വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ LG റിട്ടേണിനെ കണ്ടിന്യൂ ചർച്ചയുടെ സ്റ്റാൻസ ബൈ സ്റ്റാൻസ അനാലിസിസ് നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത്രയും മതി കംപ്ലീറ്റ് നമ്മൾ ആ സ്റ്റാൻസ ബൈ സ്റ്റാൻസ അനാലിസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്തതിൻ്റെ സമ്മറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ സമ്മറി സെക്ഷൻ ഇത്രയും പറഞ്ഞിട്ട് എന്തിനാണ് സമ്മറി സെക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ പരീക്ഷയുടെ തലേന്ന് നോക്കുന്ന ഒരുപാട് പേര് കാണും, പരീക്ഷയ്ക്ക് 2-3 ദിവസം മുമ്പ് നോക്കുന്ന ഒരുപാട് പേര് കാണും. അപ്പം മൊത്തം സ്റ്റാൻസ ബൈ സ്റ്റാൻസ അനാലിസിസ് നടക്കത്തില്ല. അപ്പോൾ സമ്മറി വായിക്കുമ്പോൾ അനാലിസിസ് ജസ്റ്റ് ഒരു കോമൺ ഹോൾ അനാലിസിസ് സ്റ്റൈൽ തീമൊക്കെ വായിച്ച് നമ്മൾ പോയാൽ മതി, എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സമ്മറി നോക്കാം. ഗ്രേഡ് എലജീസ് റിട്ടൺ ഇൻ എ കൺട്രി ചർച്ചയാട് പ്രസൻസ് ദ ഒംനിസിയൻറ്റ് സ്പീക്കർ ഹു ടോക്സ് ടു ദ റീഡർ. ഒംനിസിയൻ എന്ന് വെച്ചാൽ ത്രികാലജ്ഞാനി എന്നൊക്കെ പറയത്തില്ല, വളരെ സർവ്വജ്ഞാനമുള്ള സ്പീക്കർ. അതായത് സ്പീക്കർ എന്ന് പറയുന്നത് ഇവിടെ ചിലപ്പോൾ പോയറ്റ് ആകാം, അല്ലെങ്കിൽ ഇവിടെ സ്പീക്കർ ആരെന്ന് കറക്റ്റ് പറയുന്നില്ല. സ്പീക്കർ പോയറ്റ് ഒരു ഇമാജിൻ്റെ ക്യാരക്ടറാവാം, ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരു വസ്തുവുമാവാം എന്നൊക്കെ ഇവിടെ സ്പീക്കറിനെ പറ്റി പരാമർശിക്കുന്നത്. അപ്പം അത് നമ്മുടെ റീഡറിനോട് അദ്ദേഹം എന്താ പറയുന്നത്,
പറയുകയാണ്. എന്താണ്? ഫസ്റ്റ് ഹീ സ്റ്റാൻഡ്സ് എലോൺ ഇൻ എ ഗ്രേവ് യാർഡ് ഡീപ്പ് ഇൻ തോട്ട്. അദ്ദേഹം ആദ്യം എന്താണ് ഒരു ഗ്രേവ് യാർഡിൽ, ഒരു ശവസംസ്കാര ഒരു ശവക്കല്ലറുകൾ നിറഞ്ഞ ശ്മശാനത്തിൽ എന്ത് ചെയ്യുന്നു? നിൽക്കുന്നു. എങ്ങനെയാണ് നിൽക്കുന്നത്? ഡീപ്പ് ഇൻ തോട്ട്, വളരെ ചിന്താകുലനായിട്ടാണ് നിൽക്കുന്നത്. ചിന്താകുലനായിട്ട് അദ്ദേഹം ആ ഒറ്റയ്ക്ക് ആ ഗ്രേവ് യാർഡിൽ നിൽക്കുന്നു. വൈൽ ദെയർ ഹി തിങ്സ് അബൌട്ട് ദ ഡെഡ് പീപ്പിൾ ബെറീഡ് ദെയർ. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ആരെ പറ്റിയാണ് ചിന്തിക്കുന്നത്? അവിടെ മരിച്ചു കിടക്കുന്ന, അവരെ അടക്കിയിരിക്കുന്ന വ്യക്തികളെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഡെഡ് ആയിട്ടുള്ള പീപ്പിളിനെ പറ്റി ചിന്തിക്കുന്നു. ദ ഗ്രേവ് യാർഡ് റിഫേഴ്സ് ടു ഹിയർ ഹീസ് ദ ഗ്രേവ് യാർഡ് ഓഫ് ദ ചർച്ച് ഇൻ ദ സ്റ്റോക്ക് ബോക്സ്, ബക്കിംഗ്ഹാം ഷെയർ. ബക്കിംഗ്ഹാം ഷെയർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലമാണ്. ഇംഗ്ലണ്ടിൻ്റെ ബക്കിംഗ്ഹാം ഷെയർ എന്ന് പറഞ്ഞ സ്ഥലത്തെ, സ്റ്റോക്ക് ബോക്സ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ ചർച്ചിലുള്ള ഒരു ഗ്രേവ് യാർഡ്, ശ്മശാനത്തെ പറ്റിയാണ് ഇവിടെ ഗ്രേവ് യാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ സ്പീക്കർ കണ്ടംപ്ലേറ്റ്സ് ദ എൻഡ് ഓഫ് ഹ്യൂമൻ ലൈഫ് ത്രൂ ഔട്ട് ദ പോയം. സ്പീക്കർ ഇവിടെ എന്താണ് പരാമർശിക്കുന്നത്? അതായത് മനുഷ്യൻ്റെ എൻഡ്, ഹ്യൂമൻ ലൈഫിൻ്റെ എൻഡ്, അതായത് ഡെത്തിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. പോയത്തിലുടനീളം ഡെത്തിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. ഹി റിമാർക്സ് ഓൺ ദ ഇൻഎവിറ്റബിലിറ്റി ഓഫ് ഡെത്ത് ദാറ്റ് എവരി ഇൻഡിവിജ്വൽ ഹാസ് ടു ഫേസ്. അദ്ദേഹം ഇവിടെ പരാമർശിക്കുന്നത്, നമുക്ക് കാട്ടിത്തരുന്നത് എന്താണ്? മരണത്തിൻ്റെ അനിവാര്യതയാണ്, മരണത്തിൻ്റെ ഇൻഎവിറ്റബിലിറ്റിയാണ്. ഓക്കെ, ദാറ്റ് എവരി ഇൻഡിവിജ്വൽ ഹാസ് ടു ഫേസ്. ഓരോ വ്യക്തിയും എന്താണ്? ആ മരണത്തിൻ്റെ അനിവാര്യത അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ജനിച്ചു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്, അല്ലേ? ജനിച്ചു കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. അപ്പം ആ ഒരു അനിവാര്യതയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ബിസൈഡ്സ് മോർണിംഗ് ദ ലോസ് ഓഫ് സം വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ് ലോണിംഗ് ദ ലോസ് ഓഫ് സമൺ, സ്പീക്കർ ഇൻ ദ എലജി റിമൈൻസ് ദ റീഡർ ദാറ്റ് ഓൾ പീപ്പിൾ വിൽ ഡൈ വൺ ഡേ. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ മോൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? വീപ്പ് ചെയ്യുക, എന്താ? വിലപിക്കുക അല്ലെങ്കിൽ വിഷമിക്കുക. ഒരാൾ മരിച്ചു പോയെന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഈ എലജിയിലൂടെ, ഈ വിലാപകാവ്യത്തിലൂടെ അദ്ദേഹം നമ്മളിലൂടെ കാട്ടിത്തരുന്നൊരു കാര്യം എന്തെന്നാൽ, റീഡറിനോട് പറയുകയാണ്, എല്ലാ മനുഷ്യനും ഒരു ദിവസം മരിക്കും. നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന എല്ലാ മനുഷ്യനും ഒരു ദിവസം മരിക്കുക തന്നെ ചെയ്യും. ഡെത്ത് ഈസ് ആൻ അൺഅവോയ്ഡബിൾ ആൻഡ് നാച്ചുറൽ തിങ്സ് ഇൻ എവരി വൺസ് ലൈഫ്. ഡെത്ത് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു നാച്ചുറൽ ആയിട്ടുള്ള, അതായത് നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഡെത്ത് എന്ന് പറയുന്നത്. എല്ലാവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. വെൻ വൺ ഡൈസ് ടുഡേ ടുമാറോ എ സ്ട്രേഞ്ചർ വിൽ സീ ദ പേഴ്സൺസ് ടൂംസ്റ്റോൺ. ഇന്ന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നാളെ ആ മരിച്ചു കഴിഞ്ഞ ആ വ്യക്തിയുടെ ശവക്കല്ലറ ഇന്ന് ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ കാണും. ഓക്കെ, ഇന്നൊരാൾ മരിച്ചു കഴിഞ്ഞാൽ നാളെ എന്താ പറയുന്നത്? അയാളുടെ ശവക്കല്ലറ അവിടെ വരും എന്നാണ് കവി പറയുന്നത്. ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഹി വിൽ ആസ്ക് അബൌട്ട് ദ പേഴ്സൺ ബെറീഡ് ദർ ടു എ വില്ലേജ്. ഒരു ക്യൂരിയോസിറ്റി ഉൾക്കൊണ്ട്, ഒരു ജിജ്ഞാസ ഉൾക്കൊണ്ട് അദ്ദേഹം ആസ്ക് അബൌട്ട് ദ പേഴ്സൺ. ഇവിടുത്തെ സ്പീക്കർ അവിടെ തൊട്ടടുത്ത് നിന്ന ഒരു വ്യക്തിയോട് ചോദിക്കുകയാണ്, ഒരു കൺട്രിമാനോട് ചോദിക്കുകയാണ്, ഒരു വില്ലേജറിനോട് ചോദിക്കുകയാണ്, ഇവിടെ അടക്കിയിരിക്കുന്ന ആ വില്ലേജറിനെ പറ്റി ഒന്ന് പറയാമോ? ദ വില്ലേജർ റിപ്ലൈ ദാറ്റ് ഹീ ന്യൂ ദ മാൻ. അവിടെ അടക്കിയിരിക്കുന്ന ആ വ്യക്തിയെ പറ്റി, അവിടെ ജീവനോടെയുള്ള ആ വില്ലേജർ ആ മരിച്ചു കിടക്കുന്ന വ്യക്തിയെ പറ്റി പറയുകയാണ്. എങ്ങനെയാണ് പറയുന്നത്? ഹി വുഡ് ആഡ് ദാറ്റ് ഹി ഹാഡ് സീൻ ഇൻ വേരിയസ് സ്പോട്ട്സ്. അയാൾ കണ്ടിരുന്നു, ആ മരിച്ചു കിടക്കുന്ന ആ വ്യക്തിയെ അയാൾ കണ്ടിരുന്നു പല വേരിയസ് സ്പോട്ടുകളിൽ, പല പ്രസിദ്ധ സ്ഥലങ്ങളിൽ, പല വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ എന്നും അയാൾ, ഈ വില്ലേജർ, ഈ സ്ട്രേഞ്ചറിനെ കണ്ടിരുന്നു. ഓക്കെ, and sometimes he will also remark that he had stopped seeing the man one day and there was the tombstone. ഒരിക്കൽ എന്നും അയാളെ കണ്ടിരുന്നു, എന്നും അയാളെങ്ങനെ കണ്ടിരുന്നു. ഒരു ദിവസം നോക്കുമ്പോൾ അയാളെ കാണുന്നില്ല. അയാൾ എവിടെ, എന്ത് പറ്റി അയാൾ പിറ്റേന്ന് എണീക്കുമ്പോഴത്തേക്ക്, അത് നമ്മൾ സ്റ്റാൻസ് ബൈ സ്റ്റാൻസ് അനാലിസിസ് പറയുന്നതാണ്. ആദ്യത്തെ മോർണിംഗിൽ അയാളെ നോക്കി, രണ്ടാമത്തെ മോർണിംഗിൽ അയാളെ നോക്കി, മൂന്നാമത്തെ മോർണിംഗിൽ അയാളെ ആൾക്കാർ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നു. മരണത്തിലോട്ട് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു, അടക്കാൻ വേണ്ടിയിട്ട് ക്യാരി ചെയ്തുകൊണ്ട് പോയിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം അയാളെ കാണാനില്ല. പിന്നീട് കണ്ടത് അയാളുടെ ശവക്കല്ലറയാണ്. ഇൻ ദ പോയം ദ ഗ്രേ പോയിറ്റ് ഹിംസെൽഫ് റൈറ്റ്സ് ദ എപ്പിറ്റാഫ് ഓഫ് ഹിസ് ഓൺ. പോയറ്റ് തന്നെയാണ്, മറ്റേ സ്പീക്കറാണ് തൊട്ട് മുമ്പത്തെ കാര്യങ്ങളെല്ലാം പറയുന്നത്. ലാസ്റ്റ് ചെല്ലുമ്പോഴത്തേക്ക്, ഈ ഒരു എലജിയുടെ അവസാനം ചെല്ലുമ്പോഴത്തേക്ക് ഒരു എപ്പിറ്റാഫ് നമുക്ക് കാണാം. എപ്പിറ്റാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എപ്പിറ്റാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ലിറിക്കാണ്, റിട്ടൺ ഇൻ മെമ്മറി ഓഫ് സമ്മൺ ഹു വാസ് ഡൈഡ്. അതായത് മരിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയെ പറ്റി എഴുതുന്ന ഒരു ചെറിയ ലഘു ആയിട്ടുള്ളൊരു കവിതയാണ് എപ്പിറ്റാഫ് എന്ന് പറയുന്നത്. കവിത എന്ന് പറയുമ്പോൾ ഒരു വചനങ്ങൾ, വചനങ്ങൾ. എപ്പിറ്റാഫ് ചിലപ്പം എലജിയായിട്ടും വിലാപകാവ്യം പോലെയും നിൽക്കാം.
ഓക്കെ, ഹി സേസ് ദാറ്റ് ഹിസ് ലൈഫ് ഈസ് ഫുൾ ഓഫ് സാഡ്നെസ് ആൻഡ് ഡിപ്രഷൻ. അയാൾ പറയുകയാണ്, അല്ലെങ്കിൽ കവി പറയുകയാണ് ഇവിടെ എന്താണ് അയാളുടെ ജീവിതം എന്ന് പറയുന്നത്, ഈ മരിച്ചു കിടക്കുന്ന ആ വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് മൊത്തം വിഷമവും അല്ലെങ്കിൽ എന്താ പറയുന്നത് വിഷമത്താൽ നിറഞ്ഞതും ആയിരുന്നു, ഡിപ്രഷൻ അടിച്ചതും സാഡ്നെസ്സും കൊണ്ട് നിറഞ്ഞതായിരുന്നു. ഹവർ ഹി ഫീൽസ് പ്രൗഡ് ഓഫ് ഹിസ് നോളജ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അയാളുടെ സ്വന്തം അറിവിൽ എന്താ പറയുന്നത് പ്രൗഢിയോടെ നിന്ന് അല്ലെങ്കിൽ അഭിമാനത്തോടെയാണ് ആ മരിച്ചു കിടന്ന വ്യക്തി നിന്നത്. He calls it incomparable in addition to this. അദ്ദേഹം പറയുന്നത് അത് കമ്പയർ ചെയ്യാൻ പറ്റാത്തതാണ്, അദ്ദേഹത്തിൻ്റെ നോളജ് വേറൊരു വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്തതാണ്. ഇതാരെ പറ്റി പറയുന്നത്, അവരെ മരിച്ചു കിടക്കുന്ന ആ വ്യക്തിയെ പറ്റി പറയുന്നത്. മരിച്ചു കിടന്ന വ്യക്തിയെ പറ്റി ഒരു ഗ്രേവ് സ്റ്റോണിൽ ഒരു ബീച്ച് ട്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാൻസിൽ പറഞ്ഞിട്ടുള്ളതാണ്. സമ്മറിയിൽ ഒന്നുകൂടെ നമുക്ക് പറയാം. ബീച്ച് ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം ട്രീ ആണ്. എന്ന് വെച്ചാൽ ഈ നമ്മുടെ ആല് പോലെ പേരാൽ പോലെയൊക്കെ നിൽക്കുന്ന ഒരു വളങ്ങി ചുരുങ്ങിയൊക്കെ നിൽക്കുന്ന അത്യാവശ്യം സിമിലർ ടു പേരാൽ, ഓക്കെ, ആല് പോലെ നിൽക്കുന്ന ഒരു എന്താ പറയുക ട്രീ ആണ് ബീച്ച് ട്രീ എന്ന് പറയുന്നത്. സോ ഹി ഫീൽസ് പ്രൗഡ്. അപ്പം ആ ഒരു ട്രീയുടെ അവിടെ ഒരു ഗ്രേവ് സ്റ്റോൺ ഉണ്ട്. ആ ഗ്രേവ് സ്റ്റോണിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, പോയിട്ട് ഇവിടെ നമുക്ക് പറഞ്ഞിരുന്നത്. സോ ഹി കോൾസ് ഇസ് ഇൻകമ്പയറബിൾ. അദ്ദേഹത്തിൻ്റെ നോളജ് കമ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല. ഇൻ അഡീഷൻ ടു ദിസ് ഹി സേസ് ദാറ്റ് നോ വൺ ഈസ് പെർഫെക്റ്റ് ഇൻ ദിസ് വേൾഡ്. അതിൻ്റെ തന്നെ അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്, ആരും തന്നെ ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല. സോ ഹി ആസ്ക് ദ റീഡർ നോട്ട് ടു ജഡ്ജ് എനിവൺ ഇൻ ദ ഗ്രേവ് യാർഡ്. അദ്ദേഹം പറയാണ്, അതുകൊണ്ട് തന്നെ ആയതിനാൽ തന്നെ നിങ്ങൾ ഒരു മനുഷ്യനെ പോലും അവിടെ ശ്മശാനത്തിൽ അടക്കിയിരിക്കുന്ന ഒരു മനുഷ്യനെ പോലും നിങ്ങൾ കുറ്റപ്പെടുത്താൻ പാടുള്ളതല്ല. നമ്മൾ ഉടനീളം സ്റ്റാൻസിൽ പറയുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ടവൻ ചിലപ്പോൾ അവിടെ ബറി ചെയ്യുന്നവരെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല ഒരുപാട് ഓപ്ഷൻസും ഒരുപാട് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫാമിലിയിലായിരിക്കും നിങ്ങൾ ജനിച്ചത്. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് അല്ലെങ്കിൽ പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര പ്രൗഢിയോടും ഭയങ്കര പണത്തിലൊക്കെയാണ് ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന നിങ്ങൾ പണ്ടത്തെ പാവപ്പെട്ടവരെ കുറ്റം പറയാൻ പാടില്ല, അല്ലെങ്കിൽ പണ്ടത്തെ നിങ്ങൾ പൂർവികന്മാരെ കുറ്റം പറയാൻ പാടില്ല, ഇവിടെ മരിച്ചു കിടക്കുന്നവരെ കുറ്റം പറയാൻ പാടില്ല. ഈച്ച് ആൻഡ് എവറി സോൾ ഇസ് ഡിഫറെൻറ്റ് ആൻഡ് ടേക്സ് റെസ്റ്റ് ഫോർ എറ്റേണിറ്റി ഇൻ ദ ഗ്രേവ് യാർഡ്. അവിടെ അടക്കിയിരിക്കുന്ന ഓരോ ആത്മാവും ഡിഫറെൻ്റ് ആണ്. അവരെന്താണ് അനശ്വരമായിട്ടുള്ളൊരു ഒരു കണ്ടീഷനിലോട്ട് അവർ റെസ്റ്റ് ചെയ്യുകയാണ്. അവരിനി അനശ്വരമാണ്, അവർക്ക് ഇനി മരണമില്ല. മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇനി മരണമുണ്ടോ? ഇല്ല, അവർക്ക് ഇനി മരണമില്ല. അവരവിടെ മരിച്ചു കിടക്കുകയാണ്. ഓരോ ആത്മാവും ഡിഫറെൻ്റ് ആണ്. ഓരോ ആത്മാവും അവിടെ എറ്റേണൽ എന്ന് പറഞ്ഞൊരു കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് ഇനി മരണത്തെ പേടിക്കേണ്ട ആവശ്യമില്ല, അവരിനി എറ്റേണലാണ്. കൺക്ലൂഷനിൽ പോയിട്ട് പറയുകയാണ്, സ്പീക്കറിലൂടെ പോയിട്ട് പറയുകയാണ്, ഇൻസ് ദ എലജി ബൈ സേയിങ് ദാറ്റ് ഡെത്ത് ഈസ് ആൻ ഇന്നെവിറ്റബിൾ ഈവൻറ്റ് ഇൻ ദിസ് വേൾഡ്. മരണമെന്ന് പറയുന്നത് ഒരു അവിഭാജ്യ ഘടകമാണ്. ഈ ലോകത്ത് സംഭവിക്കുന്ന സത്യമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് സംഭവിക്കും ഒരു കാര്യം, ഒറ്റ സത്യമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നാളെ ഇപ്പോൾ ഭൂമി സൂര്യനെ ചുറ്റാതിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നാളെ ഇന്ന ആൾ ഇന്നാൾക്ക് ലോട്ടറി അടിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ജസ്റ്റ് പ്രോബബിലിറ്റീസ് ആണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്, ഇന്നെവിറ്റബിളാണ്, അനിവാര്യമായിട്ടുള്ള ഘടകമാണ്, ഫാക്റ്റാണ്, നടക്കുന്ന സത്യമാണ്. ഓക്കെ, അതാണ് ഡെത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഡെത്തിനെ പറ്റി ഉടനീളം ഈ ഒരു കവിതയിൽ, ഈ ഒരു എലജിയിൽ പുള്ളിക്കാരൻ പരാമർശിക്കുന്നുണ്ട്. ഓൾസോ ഹി സേസ് ദാറ്റ് മാൻസ് എഫേർട്ട് ആൻഡ് സ്ട്രഗിൾ ടു സക്സീഡ് ഇൻ ലൈഫ് കംസ് ടു ആൻ എൻഡ് ഇൻ ഡെത്ത്. അതായത് നമ്മൾ പറയുന്നത് പാത്സ് ഓഫ് ഗ്ലോറി ലീഡ്സ് ബട്ട് ടു ഡെത്ത് നമ്മളൊരു സെൻറ്റൻസ് അതിൽ പറഞ്ഞില്ലായിരുന്നോ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒരു മനുഷ്യൻ എടുക്കുന്ന എല്ലാ എഫേർട്ടും എല്ലാ സ്ട്രഗിളും എങ്ങോട്ടേക്കാണ് അവനെ കൊണ്ടുപോകുന്നത്? ഡെത്തിലോട്ട്. അവിടെ എന്ത് നേടിയാലും അത് അവസാനം ഡെത്തിൽ അവസാനിക്കത്തുള്ളൂ. അവൻ എന്ത് ജീവിതത്തിൽ നേടിയാലും അവസാനം അവൻ എന്ത് ചെയ്യും? അവൻ ഡെത്തിൽ ചെന്നാണ്. അവൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഡെത്താണ്. ഡെത്ത് കോങ്കേഴ്സ് മാൻ റിഗാർഡ്ലെസ് ഓഫ് ഹിസ് സക്സസേഴ്സ് ഓർ ഫെയിലിയേഴ്സ് ഇൻ ഹിസ് എൻഡ്യൂവേഴ്സ് ഡ്യൂറിങ് ഹിസ് ലൈഫ്. എന്ത് വിജയമോ എന്ത് പരാജയമോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, മരണം അവനെ കീഴ്പ്പെടുത്തും. മരണം ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യുമെന്നാണ് ഇവിടെ ആര് പറയുന്നത്? പോയിട്ട് പറയുന്നത്. ഇനി അതിൻ്റെ തീംസ് പറയാം, പിന്നെ അതിൻ്റെ സെറ്റിങ്ങും അതിൻ്റെ പിന്നെ ഫോം ആൻഡ് സ്റ്റൈലും കൂടെ നമുക്ക് പറയാം. അപ്പോൾ അതുകൂടെ പറയുമ്പോൾ ഈ ഒരു കവിത, ഈ ഒരു പോയം ഏകദേശം തീരും. അപ്പോൾ തീം എന്ന് പറയുന്നത് ദ പോയം എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് സ്പീക്സ് ഓഫ് ഓർഡിനറി പീപ്പിൾ. സാധാരണ മനുഷ്യരെ പറ്റിയാണ് ഇവിടെ ഈ ഒരു എലജി പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതൊരു എലജിയാണ്, വിലാപകാവ്യമാണ്. ആരെ പറ്റിയുള്ളത്? പുവർ വില്ലേജസിനെ പറ്റിയുള്ളത്, പാവപ്പെട്ട വില്ലേജസിനെ പറ്റിയുള്ള വിലാപകാവ്യമാണ്. ആൻഡ് ദേ ആർ നോട്ട് ഫേമസ് ബട്ട് ദേ ആർ ഹോണസ്റ്റ്. അവർ വലിയ ഫേമസ് ഒന്നുമല്ല, പക്ഷെ അവരെന്താണ്? സത്യസന്ധരാണ്. നല്ല ജീവിതത്തിന് നല്ല കൂറും കടപ്പാടുമുള്ള വ്യക്തികളാണ് ആര്? ഈ വില്ലേജസ് എന്ന് പറയുന്നത്. സോ ദ പോയിറ്റ് ഹാസ് റിട്ടൺ ദിസ് പോയം ഇൻ ഹോണറിങ് ദം. ആയതിനാൽ തന്നെ, അതുകൊണ്ട് തന്നെ ഈ കവിത
പോയിട്ട് ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ആ പാവപ്പെട്ട വില്ലേജേഴ്സിന് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അവർ വലിയ അറിവുള്ളവരും വലിയ എന്താ പറയുക പണക്കാരൊന്നുമല്ല, വലിയ ഫേമസ് ഒന്നുമല്ല, പക്ഷെ അവർ നല്ല സത്യസന്ധരാണ്, കൂറുള്ളവരാണ്. ദ പോയം ടോക്സ് അബൌട്ട് ദ ഡെത്ത് ആസ് ആൻ ഈക്വലൈസർ. ഇവിടെ ഒരു ഈക്വലൈസർ പോലെയാണ് എന്താ ഡെത്ത് ആക്ട് ചെയ്യുന്നത്. ഡെത്തിനെ പറ്റി പറയുമ്പോൾ ഡെത്ത് ഒരു ഈക്വലൈസർ ആണെന്നാണ് പറയുന്നത്. ഈക്വലൈസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഈക്വലൈസർ ഇല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സൗണ്ടിൻ്റെ അതിങ്ങനെ കൂട്ടുക കുറയ്ക്കുക, അല്ലെങ്കിൽ പിച്ച് കൂട്ടുക, ബാസ് കുറയ്ക്കുക, ഈക്വലൈസർ കണ്ടിട്ടില്ലേ? എന്ന് വെച്ചാൽ ഡെത്ത് എല്ലാവർക്കും തുല്യമാണ്, എല്ലാവർക്കും തുല്യതയുള്ളതാണ് ഡെത്ത് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഈക്വലൈസ് എന്ന് പറഞ്ഞാൽ തുല്യത എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. നമ്മൾ ഈക്വലൈസിൻ്റെ എക്സാമ്പിൾ പറയുന്നുള്ളൂ. അപ്പം ഇവിടെ മരണം എന്ന് പറയുന്നത് തുല്യമായിട്ടുള്ള, അവിടെ പാവപ്പെട്ടനോ പണക്കാരനോ ഇല്ല, വ്യത്യാസമില്ല, റിച്ചോ പൂർ എന്നുള്ള വ്യത്യാസമില്ല, എല്ലാവരും ഡെത്തിലേക്ക് ചെല്ലുക തന്നെ ചെയ്യും. മോർ ഓവർ നോ മാൻ ക്യാൻ എസ്കേപ്പ് ഡെത്ത്. ആർക്കും തന്നെ ഡെത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കില്ല. ഡെത്തിൽ എല്ലാവരും ഈക്വലാണ്. അതിനോടൊപ്പം തന്നെ ബിസൈഡ്സ് നത്തിങ് ഇൻക്ലൂഡ് എനി എമൗണ്ട് ഓഫ് റിച്ച് ഓർ ഗ്ലോറി ക്യാൻ ബ്രിങ് ദ ഡെഡ് ബാക്ക് ടു ലൈഫ്. നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ പണക്കാരനായിട്ടിരുന്നപ്പോൾ പ്രശസ്തി ആർജിച്ചിരുന്നപ്പോൾ എന്തൊക്കെ ചെയ്തോ അതൊന്നും തന്നെ നമ്മുടെ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് നമുക്ക് ജീവൻ കൊണ്ടുവരാൻ സാധിക്കില്ല. അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ സാധിക്കില്ല. മരിച്ചത് തന്നെയാണ്. ഈവൻ പുവർ പീപ്പിൾ ഡിസർവ് റെസ്പെക്ട് ഫോർ ദെയർ ഡെത്ത്. പാവപ്പെട്ടവനും അവരുടെ മരണത്തിൽ നിങ്ങൾ കുറച്ച് ബഹുമാനം കൊടുക്കണം. ഗിവൻ ഓപ്പർച്യൂണിറ്റീസ് ദേ വുഡ് ഹാവ് ബിക്കം ഗ്രേറ്റ് മെൻ ഇൻ ദർ ടൈംസ്. അവന് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിരുന്നെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിരുന്നെങ്കിൽ അവനും നിങ്ങളെപ്പോലെ വലിയ ആളായി പോയനെ. അവന് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു? അവൻ പാവപ്പെട്ടവനായിട്ട് ജീവിച്ചു, പാവപ്പെട്ടവനായിട്ട് ജനിച്ചു, പാവപ്പെട്ടവനായിട്ട് ജീവിച്ചു, പാവപ്പെട്ടവനായിട്ട് മരിച്ചു, അല്ലെങ്കിൽ ദരിദ്രനായിട്ട് മരിച്ചു. അവന് നിങ്ങളെപ്പോലെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ തീംസ് ഏതൊക്കെയാണ്? ഡെത്തിനെ പറ്റിയുള്ള തീമുകൾ പറയുന്നുണ്ട്, പാവപ്പെട്ട പണക്കാരനെ പറ്റിയുള്ള വേർതിരിവുകൾ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ള തീമുകളാണ് ഇതിൽ ഏകദേശം പറയുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ സെറ്റിങ്ങിലോട്ട് നമുക്ക് പോവാം. ആസ് ഫാർ ആസ് ദി സെറ്റിംഗ് ആൻഡ് മൂഡ് ഗോ, ദി ടൈം ഈസ് ഈവനിങ് ആൻഡ് എവരി ലിവിങ് ബീങ് ഓൺ എർത്ത് ഈസ് റിട്ടയറിങ് ഫോർ ദ നൈറ്റ്. ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യാസമയമാണ്. എല്ലാവരും രാത്രിയെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതാണ് എൻ്റെ സെറ്റിംഗ് മൂഡ് എന്നൊക്കെ പറയുന്നത്. പോയം ഓപ്പൺ ചെയ്യുമ്പോൾ സ്പീക്കർ ഒരു ചർച്ച് യാർഡിൽ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സ്പീക്കർ സീൻ അറ്റ് ദ ചർച്ച് യാർഡ്. ഹി ഹിയേഴ്സ് എ യൂഷ്വൽ ഈവനിങ് സൗണ്ട്. അവിടെ കുറച്ച് ഈവനിങ് സൗണ്ടുകളൊക്കെ നമുക്ക് കേൾക്കാം. ആ സ്റ്റാൻസിൽ നമ്മൾ കറക്റ്റ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കുറച്ച് സൗണ്ട്സ് ഒക്കെ നമുക്ക് കേൾക്കാം. എന്തിൻ്റെയൊക്കെ സൗണ്ടാണ്? ചർച്ച് ബെല്ല് അടിക്കുന്നത്. അതായത് സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ ഈവനിങ് ആകുമ്പോൾ ചർച്ചിൻ്റെ ബെല്ലടിക്കുന്ന ബെല്ല് റിങ് ചെയ്യുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. ആട്ടിടയന്മാരെ നമുക്ക് കാണാം. അവരുടെ കാറ്റിൽസിനെ, അതായത് കൗസിനെയും ഷീപ്സിനെയും എല്ലാം നമുക്ക് അവിടെ കാണാം. റിട്ടേണിങ് ഹോം ആഫ്റ്റർ ദ ഡേയ്സ് വർക്ക്. അന്നുള്ള ദിവസത്തെ പണിക്ക് ശേഷം അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ആട്ടിടയന്മാരും അതിൻ്റെ ആട്ടിൻകുട്ടികളും അതുപോലെ പശുക്കളും എല്ലാം എന്താ ചെയ്യുന്നു? തിരിച്ച് അവിടെ വീട്ടിലേക്ക് പോകുന്നു. ചർച്ചിൻ്റെ ബെല്ല് കേൾക്കുന്നു. ലൊക്കേഷൻ എന്ന് പറയുന്നത് റൂറലാണ്, ഒരു ഗ്രാമീണ പ്രദേശമാണ്. അത് ഇത് തന്നെ ടൈറ്റിൽ തന്നെ ഉണ്ടല്ലോ, എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച് യാർഡ്. ഗ്രാമപ്രദേശത്തെ ശ്മശാനത്തിൽ വെച്ച് എഴുതിയ ഒരു എലജി. ഓക്കെ, ദ അറ്റ്മോസ്ഫിയർ ഈസ് സബ്ഡ്യൂഡ് ആൻഡ് മെലങ്കോളിക്. അറ്റ്മോസ്ഫിയർ എന്താണ്? അറ്റ്മോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഫിസിക്കലായിട്ടുള്ള നേച്ചറിലുള്ള അറ്റ്മോസ്ഫിയർ എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ അറ്റ്മോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്റററി ടെക്നിക്കാണ്. ഒരു കവിത വായിക്കുമ്പോഴത്തേക്ക് ഒരു വായനക്കാരന് കിട്ടുന്ന ഒരു ഫീലിംഗ്, ഒരു ഇമോഷന്. ആ കവിത വായിക്കുമ്പോൾ, ആ എലജി വായിക്കുമ്പോൾ നമുക്ക് എന്ത് ഫീലിംഗാണ് തോന്നുന്നത്? അതാണ് അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ആ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ സബ്ഡ്യൂഡാണ്, എന്ന് പറഞ്ഞാൽ കീഴടക്കപ്പെട്ടയാണ്. മെലങ്കോളിക്ക് എന്ന് പറഞ്ഞാൽ സദാ വിഷാദി എന്ന് പറഞ്ഞ അർത്ഥം. എന്ന് വെച്ചാൽ വിഷമവും എന്താ പറയുക, നമ്മളെ അങ്ങ് താഴ്ത്തി നമ്മളൊരു സബ്മിസീവായിട്ട് കാണിച്ചാണ് ആര് പറയുന്നത്? പോയിട്ട് ഇവിടെ നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്നത്. നമുക്ക് അങ്ങനെയല്ലേ തോന്നുന്നത്. കാരണം പാവപ്പെട്ടവനോ പണക്കാരനോ ഇല്ല വേർതിരിവൊക്കെ വെച്ച് വേർതിരിവൊക്കെ പറഞ്ഞുകൊണ്ട് വിവേചനം പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും നമുക്ക് സ്ട്രൈക്ക് ചെയ്യും. നമ്മളൊക്കെ ആ ഒരു മരിച്ചു കിടക്കുന്നവരെ പറ്റി മോശം പറയാൻ പാടില്ല. മരിച്ചവരാണ്. മെലങ്കോളിക്ക് എന്ന് പറഞ്ഞാൽ സദാ എപ്പോഴും വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഡാർക്ക്നെസ് ആൻഡ് സൈലൻസ് ഫിൽ ദ പ്ലേസ് എക്സെപ്റ്റ് ഫോർ ദ ഹൂട്ടിംഗ് ഓഫ് ദ ഔൾ, ദ ബസ് ഓഫ് ദ ബീറ്റിൽ ആൻഡ് ദ റിംഗിങ് ഓഫ് ദ ബെൽസ്. അവിടെ മുഴുവൻ ഇരുട്ട് വ്യാപിച്ചു, ശാന്തത എങ്ങും നിറഞ്ഞു. പക്ഷേ എക്സെപ്റ്റ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട്. കുറച്ച് സൗണ്ടുകളൊക്കെ കേൾക്കാം. ഏതിൻ്റെയൊക്കെ സൗണ്ടാണ്? മൂങ്ങയുടെ സൗണ്ട്, ബീറ്റിലിൻ്റെ ബസ് സൗണ്ട്,
മൂങ്ങയുടെ ഹൂട്ടിങ് സൗണ്ട്, എന്ന് പറയുന്ന സൗണ്ട് ഉണ്ടല്ലോ, ആ ഓൾ സൗണ്ട്, ബീറ്റിലിൻ്റെ ബസ് സൗണ്ട്, ബെല്ലുകൾ അടിക്കുന്ന സൗണ്ട്, ചർച്ചിൻ്റെ ബെല്ലടിക്കുന്ന സൗണ്ട്, ഇതൊക്കെ ഒഴിച്ച് കളഞ്ഞാൽ നമുക്ക് എന്താ അവിടെ മൊത്തം ശാന്തതയാണെന്നാണ് പറയുന്നത്, അവിടെ മൊത്തം ഡാർക്ക്നെസ് ആണെന്നാണ് പറയുന്നത്. റിഗാർഡ്ലെസ് ഓഫ് ദിസ് ഗ്ലൂം ദ സ്പീക്കർ സ്റ്റാൻഡ്സ് ഇൻ ദ മിഡിൽ ഓഫ് ടൂം സ്റ്റോൺ ഇൻ ദ ഗ്രേവ് യാർഡ്. റിഗാർഡ്ലെസ് ഓഫ് ദിസ് ഗ്ലൂം. അപ്പം ഒരു വിഷമത്തോടു കൂടി നമ്മുടെ സ്പീക്കർ എവിടെ നിൽക്കുകയാണ്? ആ ടൂം സ്റ്റോണിൻ്റെ, ആ ശവക്കല്ലറകളുടെ ആ ശ്മശാനത്തിൽ പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുകയാണ്, സ്പീക്കർ ഇങ്ങനെ നിൽക്കുകയാണ്. ആൻഡ് വൈൽ ദെയർ ഹി ഇമാജിൻസ് ദ ലൈവ്സ് ഓഫ് ദ ഡെഡ് പീപ്പിൾ ഹൂ സൈലൻ്റ്ലി സ്ലീപ് ദെയർ. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ആരെ പറ്റിയാണ് ആലോചിക്കുന്നത്? അവിടെ ഉറങ്ങിക്കിടക്കുന്ന മരിച്ചു കിടക്കുന്ന വ്യക്തികളെ പറ്റി, അവരുടെ ജീവിതങ്ങളെ പറ്റിയാണ് പോയിട്ട് ആ ഒരു ഗ്രേവ് യാർഡിൽ, ആ ഒരു ചർച്ച് യാർഡിൽ നിന്നുകൊണ്ട് അദ്ദേഹം ആലോചിക്കുമ്പോൾ എന്തൊക്കെ സൗണ്ട് കേൾക്കാടേ? ആ ഡാർക്ക്നെസ് സൈലൻസ് ആണ്, പക്ഷേ ഓളിൻ്റെ സൗണ്ട് കേൾക്കാം, ബീറ്റിലിൻ്റെ സൗണ്ട് കേൾക്കാം, ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കാം. അറ്റ്മോസ്ഫിയർ സബ്ഡ്യൂഡ് ആണ്, മെലങ്കോളിക്കാണ്. അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ കീഴടക്കപ്പെട്ട, എന്ന് വെച്ചാൽ നമ്മളെ ഒന്നിച്ച് താഴ്ത്തി കിട്ടിയ എന്നൊക്കെ പറയത്തില്ലേ, ആ രീതിയിലാണ് അറ്റ്മോസ്ഫിയർ. സ്പീക്കറിന് തോന്നുന്ന ഫീലിംഗ് ആണ് അറ്റ്മോസ്ഫിയർ. മെലങ്കോളിക്കാണ്, സദാ വിഷമം ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയാണ് കാര്യങ്ങളാണ് സെറ്റിങ്ങിൽ പറയുന്നത്. അടുത്ത ഫോം ആൻഡ് സ്റ്റൈലാണ്. ദ പോയം എലജി റിട്ടൺ ഇൻ കൺട്രി ചർച്ച് യാർഡ് 33 സ്റ്റാൻസുകളിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു പോയമാണ്. അത് ഓരോ സ്റ്റാൻസയിലും 4 ലൈൻസ് വെച്ചുകൊണ്ടാണ്. ഒരു എലജി പോലെ തന്നെ ഈ ഒരു പോയം എന്താണ്? സാധാരണ മനുഷ്യരുടെ, ഓർഡിനറി മെന്നിൻ്റെ മരണത്തെ പറ്റിയുള്ള ഒരു വിലാപകാവ്യം പോലെയാണ് ഇത് നിൽക്കുന്നത്. ഈ ഒരു പോയത്തിൽ നമ്മുടെ കവിയായ ഗ്രേ എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഡെത്തിനെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ മിഡിൽ ക്ലാസ് പീപ്പിളിൻ്റെ ലൈഫിനെ പറ്റിയാണ് പറയുന്നത്. ദ പോയം ഫോളോസ് ഓൾ ദി കൺവെൻഷൻസ് ഓഫ് ദ എലജൈക് ട്രഡീഷൻ. അതായത് ഒരു എലജി എങ്ങനെയാണ് നിലനിൽക്കുന്നത്, ആ ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ എലജി എങ്ങനെയാണ് നിലനിൽക്കുന്നത്, അതുപോലെ തന്നെയാണ് ഈ പോയവും അദ്ദേഹം എഴുതപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. And scholars look at this poem as a representative piece of literature for the genre of elegy. എലജി എന്ന് പേര് കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരും, ഏതൊരു വ്യക്തിയും ഏതൊരു സ്കോളറും ആദ്യം പറയുന്നത് ഈ ഒരു എലജി പറ്റിയാണ്. തോമസ് ഗ്രേയുടെ എലജി റിട്ടൺ ഇൻ കൺട്രി ചർച്ച് യാർഡ്, അതാണ് ഒരു കംപ്ലീറ്റ് എലജി എന്നാണ് സ്കോളേഴ്സ് പറയുന്നത്. സ്കോളേഴ്സ് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു റെപ്രസെൻറ്റേറ്റീവ് പീസ് ഓഫ് ലിറ്ററേച്ചർ എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരാളെ കാട്ടിത്തരാൻ പറ്റുന്ന, എലജി എന്ന് പറയുമ്പോൾ അതിന് ഡെമോ ആക്കി പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ മോഡലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. സാഹിത്യത്തിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മോഡലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു എലജി എന്ന് പറയുന്നത് എലജി റിട്ടൺ ഇൻ കൺട്രി ചർച്ച് യാർഡ് എന്നാണ് സ്കോളേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ടു ബിഗിൻ വിത്ത് ഈ എലജിയിൽ എന്താ പറയുന്നത്, ഒരു ഹീറോയിക് കോട്രെയിൻസ് ഉണ്ട്. സ്റ്റാൻസുകളെല്ലാം ഹീറോയിക് കോട്രെയിൻസ് നമുക്ക് കാണാൻ സാധിക്കും. 4 ലൈൻസ് ഉണ്ട്. 4 ലൈൻസിലും ഇയാമിക് പെൻറ്റാമീറ്ററിലാണ്. ഓരോ സ്റ്റാൻസ് ഇയാമിക് പെൻറ്റാമീറ്റർ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഒരു പെൻറ്റാമീറ്ററിൽ എന്താണ് 10 സിലബിളുണ്ട്. അതുപോലെ ആദ്യത്തെയും രണ്ടാമത്തെ ലൈൻസ് എന്താണ് റൈം ചെയ്യുന്നുണ്ട്. അവസാനത്തെ ലൈൻസ് എന്താണ്, ആദ്യത്തെ മൂന്നാമത്തെയും ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്, റൈം ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ 4ാമത്തെയും ലൈൻസിൻ്റെ അവസാനത്തുള്ള ഭാഗങ്ങൾ റൈം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റൈം സ്കീം എന്താണ്? AB CD EF ആണ് ഇതിൻ്റെ റൈം സ്കീം എന്ന് പറയുന്നത്. മൂന്നാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ വേണ്ടിയുള്ളത് പോയംസ്. ഈ ഒരു പോയം എന്താ പറയുന്നത്, ഒരു കൺവെൻഷൻസ് ഓഫ് എലജി. അതായത് എലജി എന്ന് പറയുമ്പം ഉള്ള ഒരു പൂർവികതമായ ഒരു എലജി എങ്ങനെയാണ്, അതുപോലെ തന്നെയാണ് ഇത് കറക്റ്റായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു പാസ്റ്ററൽ സെറ്റിംഗ് ഉണ്ട്. പാസ്റ്റർ എന്ന് വെച്ചാൽ എന്താണ് എന്ന് വെച്ചാൽ ഗ്രാമപ്രദേശമായിട്ട് നിൽക്കുന്ന, എന്ന് പറഞ്ഞാൽ ലാൻഡ്സ്കേപ്പായിട്ട്, കൺട്രി ലൈഫുമായിട്ട്, ഗ്രാമപ്രദേശത്തെ ഭംഗിയൊക്കെ കാട്ടിത്തരുന്ന, ഗ്രാമപ്രദേശ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ പാസ്റ്ററായിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സും ഇതിലില്ല. ഗ്രാമപ്രദേശത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയും ഇതിൽ ക്യാരക്ടേഴ്സ് അല്ല എന്നാണ് പറയുന്നത്. കുറച്ച് ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്, പക്ഷേ അത് എന്താ പറയുന്നത്, മെയിൻ ക്യാരക്ടേഴ്സൊക്കെ ഈ ഒളിവർ ക്രോംവെല്ലിനെ പറ്റി പറയുന്നുണ്ട്, പിന്നെ ജോൺ ഹാംപ്റ്റനെ പറ്റി പറയുന്നുണ്ട്. പാസ്റ്ററായിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ഇതിൽ കയറി അങ്ങനെ വന്നിട്ടില്ല, ഒരുപാടൊന്നും കയറി വന്നിട്ടില്ല പോയത്തിലുടനീളം. ദ പോയം എൻഡ്സ് ഇൻ എ പോയംസ് ഓൺ എപ്പിറ്റാഫ്. പോയം എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്, പോയറ്റിൻ്റെ സ്പീക്കേഴ്സിൻ്റെ ഒരു എപ്പിറ്റാഫ് എന്നുള്ള രീതിയിൽ ഒരു 3 സ്റ്റാൻസുകളായിട്ടാണ് ഇത് നിൽക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ദ പോയം ഹാസ് ബ്യൂട്ടിഫുള്ളി എക്സിക്യൂട്ടഡ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, നല്ല ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹിഡൻ ജെയിംസിനെ പറ്റിയും ഡെസേർട്ട് ഫ്ലവേഴ്സിനെ പറ്റിയും ഇതിലിങ്ങനെ പരാമർശിക്കുന്നുണ്ട് കേട്ടോ, പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, അത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ എലജി റിട്ടൺ ഇൻ കൺട്രി ചർച്ച് യാർഡിൽ പറയുന്നു. അപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുന്ന ഒരു വ്യക്തി, അതായത് പരീക്ഷയുടെ, ഞാൻ എപ്പോഴും പറയുന്ന പരീക്ഷയുടെ തലേന്നൊക്കെ എടുത്ത് നോക്കുന്ന ഒരു വ്യക്തികളൊക്കെ ആണെങ്കിൽ സമ്മറി, അനാലിസിസ്, ഫോം ആൻഡ് സ്റ്റൈലൊക്കെ പെട്ടെന്ന് കേട്ട് പോയാൽ മതി. ഇനി നമ്മൾ തോമസ് ഗ്രേയുടെ ഒരു ബയോഗ്രഫിയും കൂടെ നമുക്കൊന്ന് പറഞ്ഞിട്ട് ഇതങ്ങ് നിർത്താം. തോമസ് ഗ്രേ എന്നാണ് ജനിച്ചത്?
26 ഡിസംബർ 1716 ജനിക്കുന്നത്. മരിക്കുന്നത് 13 ജൂലൈ 1771 മരിക്കുന്നത്. ഒരു ഇംഗ്ലീഷ് പോയറ്റാണ്, ലെറ്റർ റൈറ്ററാണ്, ക്ലാസിക്കൽ സ്കോളറാണ്. അതുപോലെ പെംബ്രോക്ക് കോളേജ്, കാംബ്രിഡ്ജിലുള്ള പെംബ്രോക്ക് കോളേജിലെ പ്രൊഫസർ കൂടിയാണ്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് നമ്മളിപ്പോൾ പഠിച്ച LG റിട്ടണിൻ്റെ കൺട്രി ചർച്ച്യാർഡിലാണ് അദ്ദേഹത്തെ എല്ലാ സ്ഥലത്തും അറിയപ്പെടുന്നത്. ഇത് എന്നാ പബ്ലിഷ് ചെയ്ത LG റിട്ടണിൻ്റെ കൺട്രി ചർച്ച്യാർഡ്? 1751. ഗ്രേ ഒരു സെൽഫ് ക്രിറ്റിക്കൽ റൈറ്ററാണ്. അദ്ദേഹം എന്താണ് 13 പോയംസ് അദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈമിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദിസ് വെരി ബീങ് വെരി പോപ്പുലർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്താ പറയുന്നത്, വലിയ ഒരു കവി ആകണമെന്നൊന്നും അദ്ദേഹം വലിയ ആഗ്രഹം ഇല്ലായിരുന്നു എന്നൊക്കെ അതിൽ പറയുന്നത്. സോ നെക്സ്റ്റ്, ഹി വാസ് ഈവൻ ഓഫേർഡ് ദ പൊസിഷൻ ഓഫ് പോയറ്റ് ലോറേറ്റ് ഇൻ 1757 തോ ഹി ഡിക്ലൈൻഡ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കേട്ടോ, അദ്ദേഹത്തിന് വലിയ പോപ്പുലർ ആകാനൊന്നും വലിയ ആഗ്രഹമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ 1757 ആസ്ഥാന കവി എന്നുള്ളൊരു പോയറ്റ് ലോറേറ്റ് എന്ന് പറഞ്ഞൊരു പൊസിഷൻ അദ്ദേഹത്തിന് കൊടുത്തപ്പം അദ്ദേഹം അത് ഡീക്ലൈൻ ചെയ്തു. അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനാണ്. ഹിസ് റൈറ്റിംഗ് ഈസ് കൺവെൻഷനലി കൺസിഡർഡ് ടു ബി പ്രീ റൊമാൻറ്റിക്. അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ്സിനെ കൺവെൻഷനലി പറയുന്നത് പ്രീ റൊമാൻറ്റിക് ആണ്. ബട്ട് റീസെൻറ്റ് ക്രിട്ടിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഡിനേ സച്ച് ടെലിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. പക്ഷേ പുതിയ ഒരു ക്രിട്ടിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ പറയുന്നത് അത് പ്രീ റൊമാൻറ്റിക്കിൽ പെടുന്ന അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ തോമസ് ഗ്രേയെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഏകദേശം ഒരു പ്രൊഫൈലാണ് പറയുന്നത്. സോ എല്ലാം നമ്മൾ ഈ ഒരു LG റിട്ടണിനെ കൺട്രി ചർച്ചിൻ്റെ എല്ലാവിധ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നും ഇനി വിട്ട് പറയാനില്ല, എല്ലാം കംപ്ലീറ്റ് അനാലിസിസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു എഫേർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. സോ വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ് വിദ്യ എഡ്യൂക്കേഷൻ.